എന്റെ ഒന്നാമത്തെ സ്വർഗ്ഗഭോഗം. പിന്നെ വേറെന്തോ പറഞ്ഞല്ലോ, ആ കർത്താവായ യേശു എന്ന അപ്പോസ്തോലിക രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ. ഇപ്പം പുഷ്പഗിരി എന്ന തളിപ്പറമ്പിലുള്ള CMI സഭയുടെ ഒരു ധ്യാന കേന്ദ്രമുണ്ട്. ധ്യാന കേന്ദ്രത്തിന്റെ മുകളിൽ ഗോഡ് എന്ന് എഴുതിയിട്ട് 4 വര താഴോട്ട് എഴുതിയിട്ട് ഓരോ വരയുടെ അറ്റത്തും ചന്ദ്രൻ, ഓമ്, കുരിശൊക്കെ വെച്ച്. ഇപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണ രേഖയ്ക്ക് ശേഷം ഈ രീതിയിലുള്ള ഒരു ശക്തമായ ചിന്ത കത്തോലിക്ക സഭയിലേക്ക് വന്നു. അത് വളരെയധികം വളച്ചെടുക്കട്ടെ. ഇന്നും അഗസ്റ്റിൻ പാംപ്ലാനി പോലുള്ള ആളുകളൊക്കെ ഒരു പരിധിവരെ ഇത്തരം കാഴ്ചപ്പാടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. ലിബറൽ തിയോളജിയുടെ വലിയ സ്വാധീനം കത്തോലിക്ക സഭയിലുണ്ട്. പക്ഷേ മരിച്ചുപോയ ബെനഡിക്ട് 16 മാർപ്പ കർത്താവായ യേശു എന്ന ചാക്രയിൽ ലിനത്തിലൂടെ അതിന്റെ വ്യക്തമായ വിശദീകരണം നൽകി. ക്രിസ്തുവാണ് ഏകരക്ഷകൻ, ക്രിസ്തുവിലൂടെ അല്ലാതെ ലോകത്ത് ആരും രക്ഷപ്പെടുന്നില്ല. ഹിന്ദു മതത്തിലോ ഇസ്ലാം മതത്തിലോ ആരെങ്കിലും രക്ഷയിലേക്ക് സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ ആ മതത്തിൽ വിശ്വസിച്ച് മരിച്ചാൽ അവൻ ധാർമ്മികമായി ജീവിച്ചു കഴിഞ്ഞാൽ അവനിലേക്ക് വരുന്ന രക്ഷ പോലും ക്രിസ്തുവിന്റെ കാൽവരിയിലെ ക്രൂശുമരണത്തിലൂടെയാണെന്ന് അസന്നിഗ്ധമായി കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് മാർപ്പാപ്പയുടെ നിലപാട്, ഇത് തന്നെയാണ് എൻ്റെ നിലപാട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. സ്തോത്രം. നമ്മൾ അടുത്ത ആളിലേക്ക് പോട്ടെ. അല്ല, ഉപചോദ്യം ഇല്ലേ? ഉണ്ട്, ഉപചോദ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കും. ഡിസംബർ ഇതപ്പോ ഒരു ഹൈപ്പത്തറ്റിക്കൽ ഉപചോദ്യമാണ്, പേഴ്സണൽ അല്ല. ഡിസംബറിന്റെ മക്കളാരെങ്കിലും LGBTQ കമ്മ്യൂണിറ്റിയിൽ പോയാലോ അല്ലെങ്കിൽ ഒരു മതം മാറി ഇസ്ലാമിൽ ജോയിൻ ചെയ്താൽ ഡിസംബർ എങ്ങനെ റിയാക്ട് ചെയ്യും? അവൻ പ്രായപൂർത്തിയായവനാണെങ്കിൽ അവന് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവന് കൊടുത്തിരിക്കുന്നത് ദൈവമാണ്, ഞാനല്ല. ഞാൻ അവനോടൊരു അപ്പൻ എന്ന നിലയിൽ അവനെ തിരുത്താൻ ശ്രമിക്കും. പക്ഷേ അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവന് എന്ത് തിരഞ്ഞെടുക്കണമെന്നുള്ളത്. അവൻ ആ വഴിക്ക് പോകും. ഞാൻ വളരെ ദുഃഖത്തോടെ അപ്പൻ എന്ന നിലയിൽ അവനെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കും. അവന് വേണ്ടി പ്രാർത്ഥിക്കും, വില കൊടുത്തു പോകും. ഞങ്ങൾക്കൊരു മാതൃകയുണ്ട്. സെന്റ് അഗസ്റ്റിൻ എന്ന കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ വിശുദ്ധനും സഭാപിതാവുമായ സെന്റ് അഗസ്റ്റിന് വേണ്ടി വിശുദ്ധ മോണിക്ക പുണ്യവതി 18 വർഷമാണ് പ്രാർത്ഥിച്ചത്. അതിനിടയിൽ സെന്റ് അഗസ്റ്റിന് വിവാഹം കഴിക്കാതെ വ്യഭിചാരത്തിൽ ഒരു കൊച്ചു വരെ ഉണ്ടായി. പക്ഷേ 18 വർഷത്തെ വില കൊടുത്തുള്ള പ്രാർത്ഥനയുടെ ഫലമായി സെന്റ് അഗസ്റ്റിൻ മനസാന്തരപ്പെടുകയും സഭയുടെ ഏറ്റവും വലിയ തിയോളജനായ സഭാപിതാവായി മാറുകയും ചെയ്തു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും അവന് വേണ്ടി, അത്രേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു സ്വത്രം. നമുക്ക് അടുത്ത ശ്രോതാവ് നമ്മുടെ തലോടിയാണ്. തലോടി. ഓക്കെ, താങ്ക് യു. കേൾക്കുന്നുണ്ടോ? ഡിസംബർ ബ്രദറെ, ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഡിസംബർ ബ്രദറെ, ഞാനായിട്ട് ക്ലബ് ഹൗസ് ഒരുപാട് കാലം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഡിസംബർ ബ്രദറിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയതായിരുന്നു ഗുജറാത്ത് കലാപം അനിവാര്യമാണ്, അത് നടക്കേണ്ടതായിരുന്നു എന്ന് ഡിസംബർ ബ്രദർ പറഞ്ഞു. ഡിസംബർ ബ്രദർ അന്നത്തെ വെറുപ്പിന്റെ പുറത്ത് പറഞ്ഞതാണോ, അതല്ല അവിടെയുള്ള ആ കലാപത്തിൽ കൊല്ലപ്പെട്ട ജനങ്ങളൊക്കെ കൊല്ലപ്പെട്ടവരാണ് എന്നുള്ളൊരു ഇത് വെച്ചിട്ട് തന്നെ പറഞ്ഞതാണോ, അല്ലെങ്കിൽ അത് അന്ന് പറഞ്ഞു പോയത് തെറ്റായി പോയി ഇന്ന് തോന്നുന്നുണ്ടോ? എന്താണ് ഡിസംബർ തന്റെ നിലപാട് ഗുജറാത്ത് കലാപത്തെ കുറിച്ച്? അനിവാര്യമാണെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും കേട്ടതായിരുന്നു. ഒരു ലോകത്തിൽ ഒരു മനുഷ്യനും കൊല്ലപ്പെടേണ്ടതാണെന്നോ കലാപം അല്ലെങ്കിൽ കലാപം ശരിയാണെന്നോ എനിക്ക് നിലപാടില്ല. പക്ഷേ ഇന്ന് ഇസ്രായേൽക്കാർ ഹമാസിനെ ആക്രമിക്കേണ്ടതാണ്. കാരണം സ്വന്തം ജനതയുടെ നിലനിൽപ്പിന് വേണ്ടി ഹമാസ് എന്ന ഭീകര പ്രസ്ഥാനത്തെ, നിങ്ങളെ ഭീകര പ്രസ്ഥാനമായിട്ടല്ല സ്വതന്ത്ര സമര സേനാനികളായിട്ട് കാണുന്നത്, ഇല്ലാണ്ടാക്കുക എന്നുള്ളത് അനിവാര്യമാണ്. കാരണം എന്താണ്? ലോകത്തെ അവസാനത്തെ ജൂതനെ പോലും ഇല്ലാണ്ടാക്കണം. ഇസ്രായേലിനെ ജോഗ്രഫിയിൽ നിന്ന് പോലും പൊളിറ്റിക്കൽ മാപ്പിൽ നിന്ന് പോലും ഇല്ലാണ്ടാക്കുന്നത് ഡിക്ലെയർ ചെയ്തുകൊണ്ട് അവരുടെ ഭരണഘടനയിൽ എഴുതി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി തന്നെ കൊല്ലാനായിട്ട് പതുങ്ങിയിരുന്ന് സകല ഫണ്ടിങ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹമാസ് എന്ന ഭീകര സംഘടനയെ ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഓരോ പൗരനോടും ഇസ്രായേൽ ഗവൺമെൻറ് കാണിക്കേണ്ട ഒരു ഇതാണ്. ഗുജറാത്തിൽ അനേകം സ്ഥലങ്ങളിൽ ഞാൻ ആ സമയത്ത് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഗുജറാത്തിലൊരു യൂണിവേഴ്സിറ്റിയിൽ ജോലിക്കാരനായിരുന്നു. അപ്പോൾ ജാംനഗർ തൊട്ട് ഗുജറാത്തിലെ അനേകം സ്ഥലങ്ങളിൽ മിനി പാകിസ്ഥാനുകൾ സൃഷ്ടിച്ചുകൊണ്ട് പോലീസിനോ മിലിറ്ററിക്കോ ആർക്കും കയറാൻ പറ്റാത്ത രീതിയിൽ ഒരു സ്വതന്ത്രമായ പോക്കറ്റുകൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അത്തരം പോക്കറ്റുകളിലേക്ക് എന്തെങ്കിലും ഒരു നിയമപ്രശ്നമായിട്ടോ ഒരു മിലിറ്ററിയോ അല്ലെങ്കിൽ അങ്ങോട്ട് എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ ചെന്ന് കഴിഞ്ഞാൽ അവർ കൂട്ടത്തോടെ അയാളെ ടാർഗറ്റ് ചെയ്യുകയും അത് വീണ്ടും ഫോഴ്സ് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ
സ്ത്രീകളും കുട്ടികളും അടക്കം അവിടെ വന്ന് പോലീസിനെ എതിർക്കുകയും അവിടെ ഇന്ത്യൻ ഭരണഘടനയെ അപ്രസക്തമാക്കുന്ന രീതിയിൽ അല്ല, ഗുജറാത്ത് കലാപത്തിനെ ഇടയ്ക്ക് ന്യായീകരിക്കുന്ന കയറരുത്. വൃത്തികേടുകളോട് ഞാൻ മറുപടി അനുവദിക്കണോ? പറയുമ്പോൾ ഇടയ്ക്ക് കയറരുത്. അല്ല, ഇത് ഒരു കലാപത്തെ ഞാൻ ന്യായീകരിക്കുക. സോറി കുരുമുളകിന്റെ സോറി കാര്യം സോറി ഞാൻ സോറി സോറി പറഞ്ഞതാണ് അല്ല ഇടയ്ക്കല്ലേ അഡ്സൻ ചേട്ടൻ ഇടയ്ക്കാറില്ല. ആ രീതിയിൽ അനേകം മിനി പാകിസ്ഥാനുകൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ജനാധിപത്യ രാജ്യത്തിന് അവിടെ പ്രവർത്തിക്കുന്നതിന് പല പരിമിതികളുണ്ട്. ഇന്ന് ഹമാസിനെ ഇല്ലാണ്ടാക്കാൻ ഇസ്രായേൽ പ്രവർത്തിച്ചപ്പോൾ UN അടക്കം ലോകത്തിലെ സകല പ്രോ ജിഹാദി പ്രസ്ഥാനങ്ങളും ഞാൻ ജീവിക്കുന്ന അയർലൻഡ് പോലും ഇസ്രായേലിനെതിരെ പ്രവർത്തിച്ചതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ഭീകരനായി പ്രഖ്യാപിച്ചത് 1200 ഇസ്രായേൽക്കാരെ കൊല്ലുകയും ഗർഭിണികളെ വരെ കൊന്നുകയറി ഇന്നും 100 കണക്കിന് പൗരന്മാരെ തടവ് വെച്ചിരിക്കുന്ന ഹമാസിന് വേണ്ടി കരയുന്ന യുണൈറ്റഡ് നാഷൻ പോലെയുള്ള അല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളും ഹൈജാക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിനാൽ ഹൈജാക്ക് ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ പോലെ തന്നെയാണ് അവിടെ ഗുജറാത്തിൽ ജനാധിപത്യം വളരാൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പ്രസക്തി ഉണ്ടാകണമെങ്കിൽ ഈ മിനി പാകിസ്ഥാനുകളെ തുടച്ചു നീക്കുക അനിവാര്യമായിരുന്നു. അവിടെ അതൊരു കലാപത്തിലൂടെ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയുടെ നിലനിൽപ്പിന് അനിവാര്യമായിരുന്നാണ് പറഞ്ഞത്. ആ നിലപാടിന് ഒരു മാറ്റവുമില്ല. അതേ സർക്കംസ്റ്റാൻസ് ഇനി മലപ്പുറത്തുണ്ടായാൽ മലപ്പുറത്തും ഉണ്ടാകണം. ഇന്ത്യൻ മിലിറ്ററി ഇറങ്ങി തുടച്ചു വെടിവെച്ച് കൊന്നു കളയണമെന്നാണ് എൻ്റെ നിലപാട്. അത് മിലിറ്ററി ആണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ ചെയ്തത് ഹിന്ദു വർഗീയവാദികളായി എന്ന് മാത്രം. താങ്ക് യു. ഓക്കെ ഞാനതിന് വനക്കം അതിനൊരു ഉപചോദ്യം കൂടിയാണല്ലോ. കാരണം ഞാനതിൽ ഇത് കേൾക്കുന്ന ആൾക്കാർ മനസ്സിലായിക്കോട്ടെ അതെ ഇവിടെ എന്താണെന്നുള്ളത്. അതെ ഓക്കെ, അതെ അപ്പൊ എന്റെ പോളിസി എങ്ങനെയാണ്? അപ്പൊ അടുത്ത ചോദ്യം, താങ്കൾ ഇവിടെ നേരത്തെ ഒരു കാര്യം വെച്ചു, മറ്റേ 20ഓളം ആളുകൾ രാജ്യം വിട്ടിട്ട് പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരാൾ പുറത്തു പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഗവൺമെന്റിന് അറിയാൻ പറ്റും. അപ്പൊ ഔദ്യോഗികമായിട്ട് ഗവൺമെന്റ് പുറത്തു വിട്ട ഈ വിദേശ രാജ്യത്തിലെ സിറിയയിൽ പോയിട്ട് ആടുമേക്കാൻ പോയി താങ്കൾ വെച്ച ആ 20 പേരുടെ പേര് ഡീറ്റെയിൽസുകൾ പുറത്തു വിടാൻ പറ്റുമോ? കാരണം ഇത് അറിയാതെ ഒരാൾ എല്ലാം ചുമ്മാ പറഞ്ഞാണെങ്കിൽ അങ്ങനെ പറഞ്ഞു, അതല്ലെങ്കിൽ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പറയാതെ നിങ്ങൾ പറയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എവിഡൻസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ? അതായത് ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ട എവിഡൻസ് ഇത്ര പേര് വിത്ത് പേരടക്കം, പേര് മേൽവിലാസം അടക്കം ഉള്ളത് ഒന്ന് പുറത്തുവിടാൻ പറ്റുമോ? ലിങ്ക് അല്ലെ മറ്റെന്തെങ്കിലും തരാൻ പറ്റുമോ? ഇവിടെ ഈ 20 എന്നുള്ളത് ഒരു കൃത്യം ഒരു കണക്കായിട്ട് നിങ്ങൾ എടുക്കണ്ട. പക്ഷേ കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ പോയിട്ടെന്നുള്ളതിന് അവരുടെ തന്നെ സാക്ഷ്യങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു സഹോദരി ലവ് ജിഹാദിപ്പെട്ടതിൻ്റെ കഥ പറയുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സെലക്ട് ചെയ്താൽ മതി. സോഷ്യൽ മീഡിയയിലൂടെ ആണ് നമ്മൾ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ അറിയുന്നത്. കേരള മാധ്യമങ്ങളൊക്കെ പൊളിറ്റിക്കൽ ജിഹാദിൻ്റെ പിടിയിലാണ്. ഔദ്യോഗിക മാധ്യമങ്ങൾ ഇനി ക്രിസ്ത്യൻ ആളുകളായ ദീപികയും മനോരമയും പോലും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അടിമകളാണ്. അപ്പം ഒരു മാധ്യമവും, കാരണം ഇവിടെ ബിസിനസ് മേഖല മുഴുവൻ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കയ്യിലാണ്. അവരുടെ പരസ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു ഇസ്ലാം വിരുദ്ധമായി ഏതെങ്കിലും ഒരു മനോരമയോ മാതൃഭൂമിയോ ഏതെങ്കിലും ഒരു മുഖ്യധാര മാധ്യമം ചിത്രീകരിക്കപ്പെട്ടാൽ അതോടുകൂടി അവർക്ക് പരസ്യം നഷ്ടപ്പെടുകയും അവർക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് MLA-മാരാണെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ കൃത്യമായ തെളിവുകളോടുകൂടി ആണ്. ഇതിൻ്റെ ലിസ്റ്റ് എണ്ണമൊക്കെ വേണമെങ്കിൽ ഈ റൂമിൽ എനിക്ക് തരാൻ പറ്റില്ല. താങ്കളുടെ റൂമിൽ സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ഒരു ദിവസം വന്ന് 1 by 1 ആയിട്ട് ഓരോരുത്തരുടെ പേരും അവരെവിടെയാണ് പോയതെന്നും അവർ അഫ്ഗാനിസ്ഥാനിൽ എങ്ങനെയാണ് കടന്നതെന്നും അവർ എവിടെയാണ് സിറിയയിൽ പോയതെന്നും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച MM അക്ബറിൻ്റെ പീസ് സ്കൂളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആളുകളുടെ തൊട്ട് ഞാൻ കൃത്യമായിട്ട് താങ്കൾക്ക് തെളിവുകൾ തരാം. ഓക്കെ, അത്ര എനിക്ക് മറുപടി. താങ്ക് യു തലോടി. അദ്ദേഹം ആ തുടർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ തുടർ ചർച്ചയിൽ വെളിപ്പെടുത്താമെന്ന് പറയുന്നു. അപ്പോൾ ആ തുടർ ചർച്ചയ്ക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്തത് വെറും മനുഷ്യനിലേക്ക് പോകാം. നന്ദി. എനിക്കൊരു അവസരം തന്നേന്. എനിക്ക് ടിസൺ ബ്രദറിനോട് ചോദിക്കാനുള്ളത്, ഈ സഭയിൽ, കത്തോലിക്ക സഭയിൽ നടക്കുന്ന രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ചാണ്. പ്രത്യേകിച്ചൊരു ഒരു ഉദാഹരണത്തിന് വേണമെങ്കിൽ പറയാം. ചില പള്ളികളിലൊക്കെ ഈ രൂപത്തിൽ നിന്ന് എണ്ണ അല്ലെങ്കിൽ വെള്ളം വരുന്നു. അത് ഒരു പക്ഷെങ്കിൽ എന്താ പറയുന്നത്, യേശുവിൻ്റെ തിരുശരീരത്തിൽ വരുന്ന രക്തമാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അത് എന്നിട്ട് വിശ്വാസികൾ കളക്ട് ചെയ്തിട്ട്, അതായത് അത് പള്ളിയുടെ നേതൃത്വത്തിലാണ് ഈ വിൽപ്പന പോലും നടത്തുന്നത്. അതായത് എണ്ണ പള്ളിയുടെ നേതൃത്വത്തിൽ വിൽക്കുകയാണ്. ഈ സഭയുടെ, കത്തോലിക്ക സഭയുടെ കീഴിൽ വരുന്ന പള്ളികൾ, ഉള്ള പള്ളികൾ വിൽക്കുകയാണ്. അതുപോലെ പിന്നെ ചില സംഘടനകൾ, കത്തോലിക്ക സഭയിൽ പെടുന്ന ചില സംഘടനകൾ ആക്റ്റീവായിട്ട് രോഗശാന്തി ശുശ്രൂഷ എന്നുള്ള പേരിൽ ഒരു സെക്കൻഡ്,
താങ്കൾ എനിക്ക് മോഡറേറ്റർമാരെ അനുവദിക്കില്ല, എത്ര ചോദ്യം ചോദിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു 3-4 കാര്യം ഒന്നിച്ച് പറഞ്ഞാൽ ഞാനിത് മറന്നുപോകും. അതെ അതെ ഇപ്പോൾ അതെ ഓരോരോ ഇത് 1-2 വിഷയമാണ്, ഇത് കാര്യം ഒറ്റ പറഞ്ഞിട്ട് വിഷയമാണ്, ഇത് ഒറ്റ അത് ടോപ്പിക്കാണ്. ചുരുക്കി ചോദിക്കണം, രോഗശാന്തി ചുരുക്കി ആ ഒറ്റ ചോദ്യമാണിത്. ആ ആ. ഞാൻ പറഞ്ഞു അത് വന്നത്, അത് അത് ഇത് അത് 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 കത്തോലിക്ക, ചോദ്യമായിട്ട് ഫ്രെയിം ചെയ്യണം കേട്ടോ. നമുക്ക് എന്നാ അറിയോ, നമ്മൾ അതെ ഹാൻഡ് ചോദ്യമാണ്, റൈസിങ് ഒരു ചോദ്യമാണ് വരുന്നത്, ചോദ്യത്തിലോട്ടാണ് വരുന്നത്. ഒരു സെക്കൻഡ് ഒരു അറിയിപ്പ് പറഞ്ഞോട്ടെ. നമ്മൾ അരമണിക്കൂർ മുമ്പേ ഹാൻഡ് റൈസിങ് ഓഫ് ചെയ്തിരുന്നു. മോഡറേറ്റേഴ്സ് ആരും ഈ ചോദ്യങ്ങളിലൊന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പാനലിൽ വന്നവർക്ക് നമുക്ക് എല്ലാവർക്കും അവസരം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കാതെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാതെ ചോദ്യം കറക്റ്റായിട്ടൊന്ന് ഫ്രെയിം ചെയ്ത് ചോദിക്കുക. വെറും മെൻഷൻ പ്ലീസ്. ഓക്കെ. അപ്പോൾ ഈ സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ രോഗശാന്തി ശുശ്രൂഷ, അവിടെ ഈ ശുശ്രൂഷ എന്ന പേര് നടത്തുന്ന, ശരിക്കും പറഞ്ഞാൽ ഇപ്പം ടിസം ബ്രദർ ഇവിടെ വെച്ചതുപോലെ, ഇവിടെ യേശു മാത്രമേ ഉള്ളൂ, മറ്റാരോടും അവിടെ ഈ പറഞ്ഞ കത്തോലിക്ക സഭയിൽ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞിടത്ത്, ഈ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന പലതും ഈ മേരി അല്ലെങ്കിൽ മാതാവിന്റെ ഒക്കെ ഇടനിലയിലാണ്, മധ്യസ്ഥത്തിലാണ്, അല്ല പല വിശുദ്ധന്മാരുടെ മധ്യസ്ഥത്തിലാണ് നടക്കുന്നത്. അപ്പൊ ഈ രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു പ്രഹസനത്തിനെ കുറിച്ചാണ് എനിക്ക് ബ്രദറിൽ നിന്ന് അറിയാനുള്ളത്. ഒരു പ്രഹസനമല്ല, ഇതിനകത്ത് കുറെ തട്ടിപ്പുകളുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്നു. തട്ടിപ്പ് ഞങ്ങളുടെ വിശ്വാസമാണ് പറയുന്നത്, താങ്കൾ ഏത് പൊസിഷനിലാണെന്ന് എനിക്കറിയില്ല. തട്ടിപ്പ് മാത്രമല്ല, പിശാചി ചെയ്യുന്ന പ്രവർത്തനമുണ്ട്. ഇപ്പോൾ മോശ വടിയിട്ടപ്പോൾ മോശയുടെ വടി പാമ്പായി, അതേസമയം ഈജിപ്തിലെ പുരോഹിതന്മാർ വടിയിട്ടപ്പോൾ അതും പാമ്പായി. അപ്പോൾ ഇവിടെ തിന്മയ്ക്കും ചില അടയാളങ്ങൾ കാണിക്കാൻ പറ്റും. ഇനി രോഗശാന്തി ശുശ്രൂഷ ഉണ്ടെന്ന് കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് മർക്കോസ് സുവിശേഷം 17-ാം അധ്യായത്തിൽ കൃത്യമായി പറയുന്നു, നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ രോഗം മാറും. അതിൻ്റെ അർത്ഥം എല്ലാവരുടെയും രോഗം മാറുമെന്നല്ല, ദൈവമാണ് തീരുമാനിക്കുന്നത് ആരുടെ രോഗം മാറ്റണം വേണ്ട എന്നുള്ളത്. പക്ഷേ ഒരു ക്രിസ്ത്യാനിയുടെ യഥാർത്ഥ വിശ്വാസിയുടെ ഉത്തരവാദിത്വമാണ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇതാണ് രോഗശാന്തി ശുശ്രൂഷ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കത്തോലിക്ക സഭയിൽ താങ്കൾ പറഞ്ഞ, ഇപ്പം എനിക്കറിയാവുന്ന സ്ഥലങ്ങൾ, മേജുഗോറ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ ഒരു മരിയൻ പ്രദേശമാണ്. അവിടെ ഒരു കുരിശയിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും അവിടെ പോയി നോക്കാൻ പറ്റും. ഇങ്ങനെ ചില അടയാളങ്ങൾ ദൈവം കാണിക്കാറുണ്ട്. പക്ഷെ കത്തോലിക്ക സഭയുടെ ഒരു ഇടവകയിലും ഇങ്ങനെയുള്ള എണ്ണ വിൽക്കുക, ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാറില്ല. ആളുകൾ അത് എടുത്തുകൊണ്ട് പോകാറുണ്ട്. അങ്ങനെ വിൽക്കുന്നുണ്ടെന്ന് പറയുന്നത് തികച്ചും തെറ്റായ ആരോപണമാണ്. തെളിവ് വെക്കണം. ഏത് ഇടവകയിൽ എവിടെ എങ്ങനെ വിൽക്കുന്നു എന്ന് താങ്കൾ തെളിവ് വെക്കണം. കത്തോലിക്ക ഇടവകയാണ്, മറ്റു ഡിനോമിനേഷനുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പം രോഗശാന്തി, എനിക്ക് രോഗശാന്തി കിട്ടിയിട്ടുണ്ട്. ഞാൻ കൈവച്ചപ്പോൾ എൻ്റെ ധ്യാനങ്ങളിൽ രോഗശാന്തികൾ ഉണ്ടാകാറുണ്ട്. ഇനി ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച സമയത്ത് 1.5 വർഷമായിട്ട് ഒരു നെർവിൻ്റെ പ്രോബ്ലമായി, കണ്ണിന് പ്രോബ്ലമായി നടന്ന ഒരു വ്യക്തിയുടെ രോഗം മാറുകയും മാറിയതിനു ശേഷം 6 മാസത്തിന് ശേഷം അവർ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അത് പെർമനൻ്റായി മാറി എന്ന് പറയാറുണ്ട്. ചില സമയത്ത് രോഗങ്ങൾ ഉണ്ടാകുന്നത് മറ്റു ചില കാരണങ്ങളാലാണ്. ആ കാരണം ധ്യാന സമയത്ത് അവരിൽ നിന്ന് മാറിപ്പോവുകയും വീണ്ടും അതേ അവസ്ഥയിലേക്ക് അവർ മടങ്ങി വരുമ്പോൾ വീണ്ടും ആ രോഗം മടങ്ങി വരാറുണ്ട്. മേലിൽ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയിട്ട് മേലിൽ സംഭവിക്കാതിരിക്കാൻ നീ പാവം ചെയ്യുന്നത് യേശുക്രിസ്തു പറയുമ്പോൾ, ആ സുഖപ്പെടുത്തിയ സമയത്ത് അവൻ്റെ രോഗം മാറി, അതേ പാവം അവൻ കണ്ടിന്യൂ ചെയ്താൽ വീണ്ടും ആ തളർവാദം അവനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ള സൂചനയാണ്. ഇതൊക്കെ വലിയ തിയോളജിക്കൽ ക്വസ്റ്റ്യനുകളാണ്. കേവലം ഒരു സൂപ്പർഫിഷ്യലായിട്ട് പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല. എനിവേ, ക്രിസ്ത്യാനിറ്റിയിൽ രോഗശാന്തി ഉണ്ട്. രോഗങ്ങൾ പലപ്പോഴും മതപരിവർത്തനം നടക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിലൂടെയാണ് താനും. താങ്ക് യു. ഓക്കെ, പെട്ടെന്ന് ചോദിക്കാം കേട്ടോ. നമുക്കെല്ലാം അറിയോ, ഒരുപാട് ആളുകൾ. പെട്ടെന്ന് ചോദിക്കാം, ഇപ്പൊ തീർക്കാം. മാർപ്പാപ്പയുടെ മുട്ടുവേദനയുടെ കാര്യം എന്തായി? മാർപ്പാപ്പയുടെ മുട്ടുവേദന, മാർപ്പാപ്പയുടെ ദൈവം പ്രാർത്ഥിച്ചിട്ട് ദൈവം ഇപ്പം വിശുദ്ധ ബൈബിളിൽ പൗലോസ്, ഞാൻ ചുരുക്കി പറയാം കേട്ടോ, പെട്ടെന്ന് പോവാണ്. വിശുദ്ധ ബൈബിളിൽ വിശുദ്ധ പൗലോസ് രോഗശാന്തി നൽകിയിട്ടുണ്ട്, മരിച്ചുപോയ ആളെ ഉയർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രീലാസ് തൻ്റെ ശിഷ്യനായ ശ്രീലാസിനോട് പറയാണ്, നിനക്ക് ഉദര രോഗത്തിന് ഉണ്ടെങ്കിൽ നീ അല്പം വീഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വൈദ്യനെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ വൈദ്യനെ തന്നിരിക്കുന്നത് ദൈവമാണ് എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായി നമ്മൾ പ്രവർത്തിക്കണം, ദൈവം സഹായിക്കും. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവം മിറക്കിളുകൾ പ്രവർത്തിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു സ്വാഭാവിക പ്രവർത്തനത്തിന്റെ ഭാഗമായി മിറക്കിൾ ഉപയോഗിക്കുക എന്നുള്ളതല്ല. അത് ക്രിസ്ത്യാനിറ്റിയുടെ ശൈലിയല്ല. ചില വ്യക്തികളിൽ വിശ്വാസം വളർത്തുന്നതിന് വേണ്ടി മറ്റു ചില ലക്ഷ്യങ്ങളോടും കൂടിയാണ് ദൈവം അതിസ്വാഭാവികമായി മിറക്കുകൾ സമർപ്പിക്കുന്നത്. അപ്പം മാർപ്പാപ്പയുടെ മുട്ടുവേദന ദൈവം എന്തുകൊണ്ട് മാറ്റിയില്ല എന്ന് ചോദിച്ചാൽ, മാർപ്പാപ്പയുടെ മാത്രമല്ല, പൗലോസിന്റെ ശിഷ്യനായ സീലാസിന്റെ മുട്ടുവേദന പൗലോസ് പോലും മാറ്റിയില്ല, വയറുവേദന. അതാണ് അതിനുള്ള ഉത്തരം. താങ്ക് യു. നമുക്ക് ഇനി ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ സമയം എടുക്കുന്നതിലേക്ക് വളരെ രസകരമാണ്. ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്.
അപ്പോൾ ആദ്യകാലങ്ങളിൽ ഡയബറ്റിക് വന്ന സമയത്ത് ഞാൻ ഒരു ദിവസം പോട്ടയിൽ ധ്യാനത്തിന് പോയി. ധ്യാന സമയത്ത് രോഗശാന്തി ശുശ്രൂഷ കഴിഞ്ഞിട്ട് സാക്ഷ്യം പറയാനായിട്ട് ചെന്നപ്പോൾ 100 കണക്കിന് ആളുകൾ വരിയായി പോയി സാക്ഷ്യം പറയുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം ഇത്രയും ഹോൾസെയിലായിട്ട് രോഗശാന്തി നീ നൽകുന്നതാണ്, എൻ്റെ ഡയബറ്റിക് എടുത്തു മാറണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഈ സുതിപ്പിൻ്റെ സമയത്ത് ദൈവം ഒരു സ്വരം ഞാൻ കേൾക്കുകയാണ്. ദൈവം എന്നോട് പറയുകയാണ്, നിനക്ക് ഞാൻ തന്ന രോഗം നിനക്ക് എന്തുകൊണ്ട് സഹിച്ചു? അതിനുശേഷം ഇന്ന് വരെ എൻ്റെ രോഗം മാറാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പം ദൈവ പദ്ധതിയുടെ ഭാഗമാണ് ഇതൊക്കെ. താങ്ക് യു. താങ്ക് യു. നമുക്ക് ഹമീദ്ക്കിലേക്ക് പോകാം. ഹമീദ്ക്ക. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. മഹാനായ ടിസം ബ്രദറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പൊ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ചോദിക്കാം എന്നാണ് വെക്കുന്നത്. ഒന്നാമത്, ഇദ്ദേഹം എത്ര മഹത്തരമായ കാര്യങ്ങളാണ് സമൂഹത്തിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയിട്ട്, അത് ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും ആരും കാണുന്നില്ല. മാത്രമല്ല, ഒരു കോമാളിയായിട്ടാണ് പൊതുവിൽ ഇദ്ദേഹത്തെ കാണുന്നത്. പക്ഷെ ഇദ്ദേഹത്തെയൊക്കെ നിങ്ങൾ അറിയാതെ പോകുന്നു. ഞാനൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അറിയാതെ നല്ല കാര്യങ്ങളാ അല്ലല്ല, പറഞ്ഞത്. നമുക്ക് അറിയാതെ പോകുന്നു എന്നുള്ളത്. പ്രഭാഷണത്തിലുള്ള പ്രഭാഷണമല്ല, ഞാൻ ഇങ്ങനെ പുകഴ്ത്തി പറയാണ്. അത് പറയേണ്ടതുണ്ട്. ഇദ്ദേഹത്തെ പറയാൻ കിട്ടില്ല. പറയാനുള്ള വേദിയല്ല, അല്ലല്ല, ചോദിക്കാനുള്ള വേദിയാണ്. അബ്ദുള്ള ഇടപെടല്ല. നമ്മൾ വേദി നമ്മൾ വളരെ സ്ത്രീകളോട് മാന്യമായിട്ട് സംസാരിക്കുന്നു. ഇദ്ദേഹം പറയുന്ന ഓരോ മണിമുത്തുകൾ മാതിരിയാണ്. എന്താണ്, ഗുജറാത്തിലെ കലാപത്തെ പോലെ മലപ്പുറത്തും വെടിവെച്ച് കൊല്ലണം, അതേമാതിരി യൂറോപ്പിലെ കാര്യം പറഞ്ഞു. അങ്ങനെ നിരവധി നല്ല നല്ല മണിമുത്തുകളെ പോലെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഞാൻ ചോദ്യത്തിലേക്ക് വരും. ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന എനിക്ക് ചോദിക്കാനുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇത്രയും മണിമുത്ത് പോലെ, ഇത്രയും മാന്യമായിട്ട്, ഇത്രയും സൽഗുണ സമ്പന്നനായ ആളെ ജനങ്ങൾ തിരിച്ചറിയാതെ പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തെ കേൾക്കാനാണ് ഇവിടെ ഇത്രയും ആളുകൾ തടിച്ചു കൂടിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ ഈ കോമഡി ആക്കുന്നതിന് പകരമായിട്ട് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തണം. പ്രത്യേകിച്ച് താങ്കൾക്ക് ഇതിന്റെ കോണ്ടസ്റ്റ് മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനുള്ള ഉപകാരമുണ്ട്. ഇനി ഒരു ചോദ്യം താനിൽ ചോദിക്കണ്ട. അമീത് ബ്രോ, നമ്മളിവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് താഴോട്ട് മാറ്റിക്കേ. ഇവിടെ നിനക്ക് ചോദ്യം ചോദിക്കാൻ അറിയത്തില്ല. ചോദ്യം ഞാൻ മാറ്റിയിട്ടുണ്ട്. ചോദിക്കാം. ഞാൻ താഴോട്ട് മാറ്റി. അദ്ദേഹത്തിന് ചോദ്യം ചോദിക്കാൻ അറിയത്തില്ല. എത്ര സമയം വെയിറ്റ് ചെയ്തിരുന്നിട്ടും അദ്ദേഹത്തിന് ചോദ്യം ചോദിക്കാൻ, ഒരു ചോദ്യം എങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് നമുക്ക് നമ്മളെന്താ ക്ലബ് ഹൗസിലെ പുതിയ ആളുകളാണ്. നമുക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാത്തവരാണ്. ഇങ്ങോട്ടൊന്നും ഇതെന്താ പറയുക, കുളക്കടവിൽ കൊണ്ടുപോയിട്ട് കുട്ടി കാണിക്കില്ലേ? ഓക്കെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇത്തരം പറഞ്ഞാലേ, ഞാൻ അദ്ദേഹത്തിന്റെ ട്രോളുകള് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുന്ന ആശയങ്ങൾ ശരിക്കും കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നുണ്ട്. അതിൻ്റെ റിയാക്ഷനായിട്ട് ഞാൻ പറയുന്നതിന് ആശയപരമായി കൗണ്ടർ പറയാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പം പിന്നെ എന്നെ ട്രോളുക, എന്നെ വട്ടനാക്കുക, എന്നെ പരിഹാസഹാത്രമാക്കുക, ഇത്ര ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. ഹമീദ് ഖാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നുമില്ലെങ്കിൽ ക്ലബ് ഹൗസിൽ മാന്യമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ടിസംബർ. നമുക്ക് അടുത്തത് ഹഡ്സൺ ചേട്ടനല്ലേ? ഗുഡ് ഈവനിങ് ടിസൺ. എനിക്ക് ചോദിക്കാനുള്ളത്, ടിസൺ ഇപ്പോൾ ഒരല്പം മുന്നേ സംസാരിച്ച വളരെ ടോക്സിക് ആയിരുന്നു. വെടിവെച്ച് കൊല്ലേണ്ടതാണ്, പക്ഷെ അത് പട്ടാളക്കാരായിരുന്നു ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞത് ഒരു സാമൂഹിക പ്രവർത്തകനോ അല്ലെങ്കിൽ താങ്കളൊരു ഇവാഞ്ചലിസ്റ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോ പറയേണ്ട ഒരിതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ എന്തായാലും അതിലോട്ടല്ല പോകുന്നത്. ഈ ടിസൺ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കൂടുതലും ഇസ്ലാമിനെ വിമർശിച്ചിട്ടാണ്. വളരെ കടുത്ത വിമർശനമാണ് ടിസൺ മുന്നോട്ട് വെച്ചത്. ടിസൺ മനസ്സിലാക്കുന്നുണ്ടോ, ഇതേ ആക്ഷേപങ്ങൾ, ഇതിനേക്കാളും കടുത്ത ആക്ഷേപങ്ങൾ ക്രിസ്ത്യാനികളെക്കുറിച്ച് സംഘപരിവാറോട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ ആക്രമണം ക്രിസ്ത്യാനികൾ നേരിട്ടുകൊണ്ട്, കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, പിന്നെ ഈ മിഷണറിയെ തീയിട്ട് കൊല്ലുക, വളരെ ക്രൂരമായിട്ട് ആണ് അതൊക്കെ ചെയ്തത്. അപ്പം അത് മാത്രമല്ല, ഇവിടെ ഇവാഞ്ചലിസ്റ്റ് പ്രവർത്തനങ്ങളെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഇത് സംഘപരിവാർ തന്നെ ടിസന് കൃത്യമായിട്ട് അറിയാം. എപ്പോഴും കോൺഗ്രസിൻ്റെ ഭരണകാലത്തൊക്കെ ഒരുവിധം സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഈ ഇവാഞ്ചലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ നൽകിയ
വാഗ്ദാനം എന്നുള്ള ലെവൽ. ഇവാഞ്ചലിസ്റ്റ് പ്രവർത്തനം കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് ആണ്. എപ്പോഴും ഇതിന് വളം വെച്ച് കൊടുക്കുന്നു എന്നുള്ള പഴി കേൾക്കേണ്ടി വരുമ്പോഴത്തേക്കും കോൺഗ്രസ് പലപ്പോഴും ഇതിനൊക്കെ സംരക്ഷണം നൽകുന്ന ഒരു നിലപാട് സ്വീകരിക്കാറുണ്ട്. തെറ്റാണെന്ന് അറിഞ്ഞിട്ട് തന്നെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺവേർഷനൊക്കെ ഒരു രാജ്യത്തിൻ്റെ ഈ ഇത് സാംസ്കാര തുലനതയെ തന്നെ തെറ്റിക്കുന്ന ഒരു സമ്പ്രദായമാണ് വ്യാപകമായിട്ടുള്ള കൺവേർഷൻ നടന്നു കഴിഞ്ഞാൽ. അത് ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്നതാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വേണ്ട, ചോദ്യം ചോദിക്കുക ഹസനെ. സ്റ്റേറ്റ്മെന്റ് അല്ല, ചോദ്യം സമയമില്ല. തന്നെയാണ്. അപ്പൊ ആ ഇത്രയൊക്കെ കോൺഗ്രസ് വളരെ സെക്കുലർ ആയിട്ട് ഉള്ള നിലപാടൊക്കെ എടുക്കുമ്പോഴത്തേക്കും ആ നിലപാടുകൾ കൃത്യമായിട്ട് അറിയാവുന്ന ഇവാഞ്ചലിസ്റ്റുകൾ പലപ്പോഴും വളരെ മോശമായിട്ട് കോൺഗ്രസിനെ ആക്രമിക്കാൻ മുന്നോട്ട് വരാറുണ്ട്. അത് അവരുടെ നിലനിൽപ്പിന്റെ കാര്യമായിരിക്കാം. പക്ഷെ കോൺഗ്രസ് തളർന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നിങ്ങളെപ്പോലെയുള്ളവരെ തന്നെ അല്ലേ എന്നുള്ളൊരു ചോദ്യം. അപ്പൊ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ ഇല്ലേ ടിസനെ പോലെയുള്ള ആൾക്കാർക്ക്? താങ്കളൊരു പൊളിറ്റിക്കൽ ചോദ്യമാണ്. എൻ്റെ മറുപടി താങ്കൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് നശിച്ചുപോയ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അടിമകളായി മാറിയ പപ്പിമോനെ പോലെയുള്ള രാഹുൽ ഗാന്ധിയെ പോലെയൊക്കെയുള്ള മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ഒരു മാന്യത പ്രതീക്ഷിക്കുന്നു. അല്ലല്ല, അതൊക്കെ താങ്കളുടെ റൂമിൽ മതി, താങ്കളുടെ റൂമിൽ മതി. ഗുണ്ടായിസൊക്കെ അല്ലല്ല, അത് അദ്ദേഹം മറുപടി പറഞ്ഞോളൂ. അത് കേൾക്കാൻ സഹിഷ്ണുത ഉണ്ടെങ്കിൽ ഇരുന്നാൽ മതി. അത് അങ്ങനെയാണെങ്കിൽ എന്നെ താഴോട്ട് മാറ്റി. താഴോട്ട് മാറ്റോ. അപ്പോൾ ഞാൻ ഇതിനൊരു മറുപടി പറയാം. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ വേണ്ടത്, യഥാർത്ഥ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മതേതരത്വത്തെയും ഒക്കെ ബഹുമാനിക്കുന്നു. പക്ഷേ സോഷ്യലിസത്തിൻ്റെ അപ്രോച്ച് ഒരു പരാജയമാണ് എന്നും മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിന് മുമ്പ് നമ്മുടെ മരിച്ചുപോയ മുൻ പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തിൽ ലിബറലിസം വരികയും ഇന്ത്യ എക്കണോമിക്കലി എത്രമാത്രം ഇമ്പ്രൂവ് ആയി, നെഹ്റു ഒക്കെ കൊണ്ടുവന്ന മിശ്ര സമ്പദ് വ്യവസ്ഥ രാജ്യത്തിന് ഒരു പരാജയമാണെന്ന് ഇന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു. എങ്കിൽ പോലും കോൺഗ്രസിൻ്റെ ഒരു ഗാന്ധിസത്തോട് ചേർന്ന് പോകുന്ന ഒരു മതേതര കാഴ്ചപ്പാട്, എല്ലാവരെയും ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും മനോഹരമായ ഇതാണ് എല്ലാ മതങ്ങൾക്കും തുല്യസ്ഥാനം. അത് 4 പേരുള്ള മതമാണെങ്കിലും 40 കോടിയുള്ള മതമാണെങ്കിലും തുല്യമായ സ്ഥാനം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇപ്പോൾ ഇനി യൂറോപ്പൊക്കെ അങ്ങനെയാണ്. ഒരു പരിധി വരെ ഈ ജിഹാദികളൊക്കെ പോകുന്നതിന് മുമ്പ് യൂറോപ്പിൽ തന്നെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി ഇരിക്കുന്നത് വത്തിക്കാൻ്റെ നേരെ മുന്നിലാണ്. അന്നത്തെ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ അതിന് പെർമിഷൻ കൊടുത്തു. അപ്പം അതാണ് മതേതരത്വം. എല്ലാവർക്കും അവരുടെ മറ്റുള്ളവരെ ഹനിക്കാതെ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും. ഇപ്പം ഞങ്ങൾ ക്രിസ്ത്യാനികൾ, ഇന്ത്യയിലെ 135 കോടി മനുഷ്യരും ക്രിസ്ത്യാനികളാകാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. അതാണ് ഞങ്ങളോട് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് മറ്റൊരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിച്ചിട്ടല്ല, ആശയപ്രചരണത്തിലൂടെ അയാൾ സ്വതന്ത്രമായി വിശ്വസിച്ച് അയാൾ സ്നാനം സ്വീകരിക്കണം. അല്ലാതെ അയാളെ ബലം പ്രയോഗിച്ചോ ജിഹാദിലൂടെയോ ലവ് ജിഹാദിലൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണം കൊടുത്തോ റൊട്ടി കൊടുത്തോ മറ്റെന്തെങ്കിലും കെണിയിൽപ്പെടുത്തിയിട്ടല്ല, സ്വന്തമായ ബോധ്യത്തിലൂടെ ആശയപരമായി മാറണം. ഇതാണ് ക്രിസ്ത്യാനിറ്റി. ഇനി ക്രിസ്ത്യാനികളെല്ലാം അങ്ങനെ പ്രവർത്തിക്കുന്നവരാണോ? അതൊന്നും എനിക്ക് നിലപാടൊന്നുമില്ല. ചില ഇവാഞ്ചലിസ്റ്റുകളൊക്കെ ചില ആളുകൾ ഇത് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ക്രിസ്ത്യൻ ഐഡിയോളജി അങ്ങനെയാണ്. അല്ലാതെ ഇപ്പം റൊട്ടി കൊടുത്തിട്ട് ഒരാൾ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ, ഒരു ആദിവാസിയെ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ അത് തികച്ചും തെറ്റാണ്. അങ്ങനെ ആയതുകൊണ്ട് ഒരു കാര്യമില്ല. അവൻ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ ക്രിസ്ത്യാനിയല്ല, പക്ഷെ റൊട്ടി വാങ്ങാൻ വേണ്ടി ക്രിസ്ത്യാനിയാണെന്ന് മാത്രമേ ഉള്ളൂ. അവൻ ക്രിസ്തുവിനെയല്ല അവൻ ആരാധിക്കുക, അല്ലെങ്കിൽ അവൻ്റെ മലദൈവത്തെ ആയിരിക്കും അവൻ ആരാധിക്കുക, ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടക്കുകയും ഈ അവസ്ഥയുള്ളൂ. കാരണം റൊട്ടി കിട്ടുന്നുണ്ട്. അപ്പം ഇതല്ല ക്രിസ്ത്യാനിറ്റി. അപ്പോൾ ഇവിടെ ഈ ഹഡ്സന് കൊടുക്കാനുള്ള മറുപടി, ഇന്നത്തെ കോൺഗ്രസ് ദേശവിരുദ്ധമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ദേശീയതയ്ക്കോ ഇന്ത്യൻ ജനാധിപത്യത്തിനോ ഇന്ത്യ രാജ്യത്തിനോ ഗുണകരമായ ഒരു നിലപാടുള്ള പ്രസ്ഥാനമല്ല. ഇതിനെ ഭരിക്കുന്ന സോണിയാഗാന്ധിയുടെയും കുടുംബവാഴ്ചയുടെ കാലഘട്ടമാണ്. നിങ്ങൾക്കറിയാം, വളരെ പ്രമുഖനായ കഴിവുള്ള ഒരു നേതാവാണ് ആര്? ശശി തരൂർ. അത് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ശശി തരൂരിനെ പോലെയോ കഴിവും വ്യക്തിത്വവുമുള്ള നല്ല നല്ല നേതാക്കന്മാരെ ഒതുക്കാതെ പപ്പിമോൻ എന്ന് ഞാൻ വിളിച്ച രാഹുൽ ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ ശിങ്കിടികളായ, എണീറ്റ് നിൽക്കാൻ 4 പേര് അപ്പുറവും ഇപ്പുറവും പിടിച്ചു നിന്ന് നേരെ നിൽക്കാൻ കഴിവില്ലാത്ത, ഇന്ത്യയിലെ ഇത്രയും വലിയ ഒരു പാർട്ടിയെ നയിക്കാനായിട്ട് 85 വയസ്സുള്ള ഒരു കിളവനെ പിടിച്ച് പാർട്ടി പ്രസിഡന്റ് ആക്കുകയും സോണിയാഗാന്ധിയും ഒക്കെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ പപ്പിമോൻ വേറൊരു ഒരുത്തൻ്റെ ആണ്, നമ്മുടെ നാട്ടിലെ ഒരു നേതാവിൻ്റെ അടിമയാണ്.
ഒക്കെ പറയുന്നത് കേട്ട് ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി കണ്ണുപോലും കാണാത്തവനോട് ഒപ്പിടാൻ പറയുമ്പോൾ ഒപ്പിട്ട് കൊടുക്കും. ചിലപ്പോൾ ഇപ്പം തമ്പിൾ ഫ്രഷനായിരിക്കും വെക്കുന്നത്. കാരണം ഒപ്പിടാൻ പേന പിടിക്കാൻ പോലും പറ്റാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. കാരണം പ്രായമായതുകൊണ്ടല്ല, അത് അദ്ദേഹം മോശപ്പെട്ട ആളുകളുണ്ടല്ല. അപ്പം ഇത്രയും കഴിവുള്ള പ്രമുഖരായ വ്യക്തികളെ പോലും തെരഞ്ഞെടുക്കാതെ ഇന്ന് കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ ഒരു പരാജയപ്പെട്ട പാർട്ടിയാണ്, പിരിച്ചുവിടപ്പെടേണ്ട ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു. ഇനി ദുഃഖകരം എന്ന് പറയട്ടെ, അമേരിക്കൻ താല്പര്യങ്ങളുടെ, ലെഫ്റ്റ് ലിബറൽ താല്പര്യങ്ങളുടെ, ഡീപ് സ്റ്റേറ്റിൻ്റെയും ഒക്കെ പിടിയിലാണ് കേരളത്തിൻ്റെ ഈ കുടുംബം, കോൺഗ്രസ് കുടുംബം തലപ്പത്തിരിക്കുന്ന ചക്രവർത്തിയായ സോണിയായും ഗാന്ധി കുടുംബം എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇതാണ് ഇതിനകത്തെ പ്രശ്നം. അതുകൊണ്ട് കോൺഗ്രസിനെ ഇനി ഒരിക്കലും ഇന്ത്യയിലെ ഒരു പൗരന് വിശ്വസിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതണ്ട. ഇവൻ ഇപ്പോൾ ഹഡ്സൺ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വേണ്ടി അല്ല സംസാരിക്കുന്നത്, പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി ആണ് അദ്ദേഹം പലപ്പോഴും കോൺഗ്രസിന് വേണ്ടി കുറയ്ക്കുന്നത് എന്നാണ് എൻ്റെ ഓക്കെ അഭിപ്രായം. ഓക്കെ, നമ്മൾ അടുത്ത ആളിലേക്ക് പോവാം അല്ലേ? ഓക്കെ ഒരു സെക്കൻഡ് ജസ്റ്റ് ഒരു അറിയിപ്പ് പറഞ്ഞോട്ടെ. നമുക്ക് എന്തായാലും നമ്മുടെ പ്രോഗ്രാം ഇവിടെ റെഗുലറായിട്ട് പോകുന്നതാണ്. 2.5 മണിക്കൂർ മുതൽ മാക്സിമം 3 മണിക്കൂർ വരെ ആയിരുന്നു. 3 മണിക്കൂർ വരെ കഴിഞ്ഞു. അതുകൊണ്ട് ഇനി പാനലിൽ വന്നിരിക്കുന്ന ഹാൻഡ് റൈസിംഗ് നേരത്തെ ക്ലോസ് ചെയ്തതാണ്. അതുകൊണ്ട് ഇനി പാനലിൽ വരുന്നവർക്ക് എല്ലാവർക്കും ഒരു ചോദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. സമയപരിമിതി കൊണ്ടാണ് എല്ലാവരും അത് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും ഒരു ചോദ്യം തന്നെയുമല്ല, മോഡറേറ്റേഴ്സ് ആരും തന്നെ ചോദ്യങ്ങളിൽ പങ്കെടുത്തിട്ടുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഓരോ ചോദ്യം മാത്രമാണ്. അത് സമയപരിമിതി മൂലം മാത്രമാണ് അങ്ങനെ പുനഃക്രമീകരിച്ചത്. ഏവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് അടുത്തത് ഡേവിസ് ഉണ്ടോ? അതെ, എനിക്കൊരു ചോദ്യമുള്ളത്, നമ്മൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു, ക്രിസ്തുവിനെ അല്ലെങ്കിൽ കുരിശ്, ഈ ചിത്രങ്ങളിൽ കൂടി തന്നെയല്ലേ നമ്മൾ ആശയം കൈമാറുന്ന തലമുറകൾക്ക്? ഇപ്പോൾ എവിടെയും ഈ കുരിശ് എന്നുള്ള ആ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ ക്രൂശില് മരിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഒരാളെ എങ്ങനെ മനസ്സിലാക്കുന്നു? ഇല്ല, അതിപ്പോ എന്താ പറയാ, അതിപ്പം പല മാർഗങ്ങളുണ്ട്. ഇപ്പം പെന്തക്കോസുകാർ അവര് എന്ത് ചെയ്യുന്നില്ല, കുരിശ് ഉപയോഗിക്കുന്നില്ല. അവർ വാക്കുകളിലൂടെ പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ കത്തോലിക്കർ കുറച്ചും കൂടെ സിമ്പിളാക്കാൻ വേണ്ടി അതിൻ്റെ ചിത്രരൂപത്തിൽ പ്രതീകങ്ങൾ ഉപയോഗിക്കുകയും ആ പ്രതീകങ്ങളുടെ രൂപത്തിൽ ഇത് കണ്ടോ ഈ കുരിശ് യഥാർത്ഥത്തിൽ 2000 വർഷം മുമ്പ് ക്രിസ്തു കുരിശിൽ കയറി മരിച്ചതിന് ആണ് നിങ്ങളെ ഓർപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പല മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ താങ്കളുടെ ചോദ്യത്തിന് ഞാനിപ്പോ എന്താ ഉത്തരം പറയാ? ഓക്കെ, താങ്ക് യു. താങ്ക് യു ഡേവിസ്. നമുക്ക് അടുത്ത കാൾസഖാവിലേക്കാം. ഹലോ അർജുൻ. ആരാണ് ഇടപെട്ടത്? ഞാൻ ചോദിച്ചില്ല. താങ്കളിലേക്ക് വരാം. കാൾസഖാവിന് ശേഷം ഞങ്ങളെ വിളിച്ചിരുന്നു. താങ്കൾ അന്നേരം മൈക്ക് എടുത്തിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാൾസഖാവിന് ശേഷം താങ്കളിലേക്ക് വരാം. കാൾസഖാവ്. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കാം ആദ്യം. ഹലോ, കേൾക്കാം. ശരി. എന്റെ ചോദ്യം ടിസനോട്. ടിസൻ, ഈ ആഗോള കത്തോലിക്ക സഭ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഹെഡായിട്ടുള്ള ആള് പോപ്പ് പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്, ഈ കോളനിവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഈ ക്രിസ്ത്യൻ മതത്തിന് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവര് ഒരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങളും ലോകത്ത് നടത്തിയിട്ടുണ്ട്. അതിൽ മാപ്പ് പറഞ്ഞിട്ടുമുണ്ട് അയാള്. അപ്പൊ ടിസൻ ഈ മനസ്സിലാക്കേണ്ട ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഉള്ള ഭരണകൂടത്തിന് ഏറ്റവും വെറുപ്പുള്ള വിഭാഗം എന്ന് പറയുന്നത് ഇസ്ലാമിനെക്കാളും ഈ പറയുന്ന പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിസ്റ്റ് പെന്തക്കോസ്റ്റുകളാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എത്തിപ്പെടാത്ത മേഖലകളിൽ പോയിട്ട് ഇവര് ഫോഴ്സ്ഫുള്ളി മതപരിവർത്തനം നടത്തും. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ ടിസൺ ഏതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ടിസൺ എങ്ങനെയാണ് ബ്രദർ ആയത്? ടിസൺ കാത്തലിക് ഡിനോമിനേഷനിൽ വരുന്ന ആളാണോ? അപ്പോ കാത്തലിക് ഡിനോമിനേഷനിൽ വരുന്ന ആളല്ലെങ്കിൽ ടിസനെ പോലുള്ള ആൾക്കാര് ഇറ്റ്സ് ഡേഞ്ചർ ആണ് ഇന്ത്യയില്. കാരണം നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ചോദ്യം ഇതാണ്, നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഡിനോമിനേഷൻ നടത്തുന്ന ആൾക്കാരാണ്, സ്തോത്രം വിളിച്ച് ഈ പാവപ്പെട്ട ആൾക്കാരെ. അപ്പൊ അതൊരു കൾച്ചറൽ ട്വിസ്റ്റ് ഉണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഡേഞ്ചർ അല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഓക്കെ, ചോദ്യം വ്യക്തമാണ്. ഈ ഫേക്ക് കേൾക്കുന്നുണ്ടോ? ഇപ്പം കേൾക്കാവോ? ഈ ഫേക്ക് ഒരു
ഒരു കഥയുണ്ടാക്കിയിട്ട് അതിനകത്ത് ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാം. ഈ ഫോഴ്സ്ഫുള്ളി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബലമായിട്ട് പിടിച്ചു കെട്ടി ക്രിസ്ത്യാനിയാക്കുക, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അവർ ചിലപ്പോൾ മാക്സിമം പോയാൽ പ്രലോഭിപ്പിക്കും. എന്ന് പറഞ്ഞാൽ വല്ല ബ്രെഡ് കൊടുത്തോ പണം കൊടുത്തോ വീട് കൊടുത്തോ മറ്റെന്തെങ്കിലും രീതിയിൽ പ്രലോഭനങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യനെ ഇസ്ലാം പണ്ട് കാലത്ത്, ഇന്ന് ഇസ്ലാമിന് സാധിക്കത്തില്ല, പണ്ട് കാലം ഒരു ഇസ്ലാമിക രാജ്യങ്ങളിൽ ചിലപ്പോൾ സാധിക്കുമായിരിക്കും, പക്ഷെ ഒരിക്കലും ഇന്ത്യയിൽ ഒരു മുസ്ലിമിനോ ഒരു ഫോഴ്സ്ഫുള്ളി മതം മാറ്റാനൊന്നും പറ്റത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറ്റത്തില്ല. പിന്നെ ഗർവാപ്പസി എന്ന പോലെ ഹിന്ദു RSSന്റെ സംഘപരിവാർ സംഘടനകൾ ചില സ്ഥലങ്ങളിൽ ഈ ചില വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ, ആദിവാസികളെ പോലെയുള്ള ആളുകളെ ഫോഴ്സ്ഫുള്ളി തിരിച്ച് മതം മാറ്റാനൊക്കെയുള്ള ശ്രമം നടത്താറുണ്ട്. പക്ഷെ അവർ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ വിശ്വസിച്ചവരാണെങ്കിൽ അവരെ അവർ ചിലപ്പോൾ എന്തെങ്കിലും കാണിക്കാനൊക്കെ പറ്റും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരായിരിക്കും. അപ്പം ഇവാഞ്ചലിസ്റ്റുകളാണെങ്കിലും ഇന്ത്യയിൽ എവിടെയും എന്ത് ചെയ്യുന്നില്ല, ഫോഴ്സ്ഫുള്ളി മതം മാറ്റാൻ അവരെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം മനസ്സ് മാറാതെ മതം മാറത്തില്ല. മനസ്സ് മാറണമെങ്കിൽ ആ മനസ്സുള്ളവൻ അത് തീരുമാനിക്കണം. പിന്നെ അതിനകത്ത് ചില സ്വാധീനങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് താങ്കൾ വെച്ച സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിന്നെ സംഘപരിവാർ ചെയ്യുന്നത് പറയുമ്പം നിങ്ങൾ ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങൾ എടുക്കുക. ജിഹാദികൾ ഇന്ന് മോദി ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ബോംബെയിലും കാശ്മീരിലും ഈ ബാംഗ്ലൂരും കേരളത്തിൽ പോലും എത്രമാത്രം ബോംബുകൾ പൊട്ടി, നിരപരാധികൾ കൊല്ലപ്പെട്ടു. അപ്പം എന്നാൽ സംഘപരിവാർ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചില പള്ളികൾ തകർക്കപ്പെടുന്നു, ചിലപ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ ഗ്രഹാംശനെ ചുട്ടുകൊല്ലുന്നു, അല്ലെങ്കിൽ റാണി മരിയെ കുത്തിക്കൊല്ലുന്നു. ഇതിൽ 130 കോടി ജനങ്ങൾ വസിക്കുന്നില്ല. ഇതിൽ തന്നെ ഇത് സംഘപരിവാറാണെന്ന് പറയാൻ പറ്റും. സംഘപരിവാറിന്റെ ഭാഗമല്ലാത്ത എത്രയോ അതിതീവ്ര ചാണക സംഖ്യകൾ നമ്മൾ വിളിക്കുന്ന ആളുകൾ ഇന്ത്യയിലുണ്ട്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം ഇവിടെ നടക്കുന്ന ക്രിസ്ത്യാനിറ്റിക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ മുഴുവൻ RSSന്റെ ഭാഗമായ ആളുകൾ ചെയ്യുന്നതാണ് എന്ന നിലപാട് എടുക്കാൻ പറ്റില്ല. RSS ഉദാഹരണം പ്രഖ്യാപിതമായ ജാതി വ്യവസ്ഥയെ തള്ളിക്കളയുന്നവരാണ്, എന്നാൽ ചാണക സംഖ്യകൾ ജാതി വ്യവസ്ഥയെ മുഴുവൻ പിടിക്കുന്നവരാണ്. അപ്പം ഇത് താങ്കൾ ഈ വെക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒരു അജണ്ടയുടെ ഭാഗമായി ഉണ്ടാക്കുന്ന ഫേക്ക് കഥയിൽ നിന്നും വരുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ തള്ളിക്കളയാണ്. അതുകൊണ്ട് സംഘപരിവാറിന് ഓക്കെ. അല്ല അത് ചോദ്യം അല്ലല്ല, ആ ചോദ്യം തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞ അറിയിപ്പ് അതൊരു ചോദ്യമായിരുന്നു എന്റെ. പുള്ളി ഏത് ഡിനോമിനേഷനിലാണ് വരുന്നതെന്ന് പറഞ്ഞില്ല. എന്റെ താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാനൊരു കത്തോലിക്ക സഭയുടെ വിശ്വാസിയാണ്, സീറോ മലബാർ സഭയിലെ അംഗമാണ്. സീറോ മലബാർ. താങ്ക് യു കാൽസക്കാവ്. നമുക്കെന്താ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് കേട്ടോ സഖാവെ, മറ്റൊന്നും കൊണ്ടല്ല. സമയപരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. 3 മണിക്കൂറായിരുന്നു അദ്ദേഹവും പറഞ്ഞ സമയം. ആ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് മോഡറേറ്റേഴ്സും ചോദിച്ചിട്ടില്ല. നമുക്ക് ക്വിക്കായിട്ട് അടുത്ത ആളിലേക്ക് പോവാം. സിംബ ഒരു ചോദ്യമാണ്. എന്താ പറയുക, പെട്ടെന്ന് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാതെ ചോദ്യത്തിലേക്ക് വരണം പ്ലീസ്. താങ്ക് യു. അല്ല ടിസൺ ബ്രദർ, നിങ്ങൾ പറഞ്ഞതെല്ലാം നല്ല രീതിയിൽ കേട്ടത് കൊണ്ട് മാത്രം ചോദിക്കാണ്. ഇവിടെ നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. കൂടാതെ മതങ്ങളാണ് ശരിക്കും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കുറച്ചുകൂടെ ഒരു വളരെ നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് എല്ലാവർക്കും കിട്ടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി, ക്രിസ്തു മതത്തിന്റെ ആശയങ്ങൾ മനുഷ്യ ഹൃദയങ്ങളിൽ സ്ഥാപിക്കപ്പെടുമ്പോഴാണ് ആ സമൂഹം നല്ലതായിത്തീരുന്നത്. ഇന്ന് ലോകത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ ഏറ്റവും ശക്തമായി വളരുകയും ഭൗതിക അർത്ഥത്തിൽ തന്നെ സാംസ്കാരികമായ ഉന്നതമായ നിലവാരം പുലർത്തുകയും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന രാജ്യങ്ങൾ നിങ്ങൾ എടുത്താൽ അത് ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്. അപ്പം യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയും ക്രിസ്ത്യാനിറ്റിയുടെ മൂല്യങ്ങളും, ഇനി മതവിശ്വാസികളല്ലാത്ത ഒരു നിരീശ്വരവാദിയാണെങ്കിൽ പോലും കമ്മ്യൂണിസത്തിന്റെ മൂല്യങ്ങളല്ല, ക്രിസ്ത്യാനിറ്റിയുടെ മൂല്യങ്ങൾ പിന്തുടരുമ്പോഴാണ് ആ സമൂഹം നല്ലതായി തീരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതർത്ഥം ക്രിസ്ത്യാനിറ്റി ആരെയും അടിച്ചേൽപ്പിക്കേണ്ടതല്ല. ഇത് വ്യക്തിയിൽ വരേണ്ട സ്വതന്ത്രമായ മാറ്റമാണ്. അതിനുള്ള ആശയപ്രചരണമാണ് വേണ്ടത്. താങ്ക് യു സിംബ. നമുക്ക് അടുത്ത ക്വിക്കായിട്ട് അഡ്വക്കേറ്റ് പുളിക്കൻ. കേൾക്കാമോ? കേൾക്കാം. ഞാൻ ടിസൺ പറഞ്ഞ അവതരണത്തിൽ നിന്ന് മാത്രം ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. ടിസൺ പറഞ്ഞിരുന്നു
വിശ്വാസത്തിൽ നിന്നും യുവാവായിരുന്നപ്പോൾ മാറി. പിന്നെ അദ്ദേഹം യു ടേൺ ആയി ഒരു ദൈവത്തെ ഒരു പിതാവ് എന്ന രീതിയിൽ അറിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ അതിനെക്കുറിച്ച് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടി വിപുലമായി പറഞ്ഞാൽ നന്നായിരുന്നു. അതുമല്ല, അതിനുശേഷം പറഞ്ഞു ധാരാളം ഹിന്ദു പുരാണങ്ങളും ആധ്യാത്മിക പുസ്തകങ്ങളും വായിച്ചിരുന്നു എന്നും ആ പുസ്തകങ്ങളെക്കുറിച്ചും ആ അനുഭവങ്ങളെക്കുറിച്ചും കൂടി പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇത് പറയണമെങ്കിൽ ഒത്തിരി ഉണ്ട്. ഞാനത് ഇവിടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് ഒത്തിരി നീണ്ടുപോകും. എങ്കിലും ഒരു മിനിറ്റ് കൊണ്ട് എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. മനുഷ്യ ബുദ്ധിക്ക് ഫിലോസഫിക്കലി തിയോളജിക്കലി എത്തിപ്പെടാൻ പറ്റുന്നതിൻ്റെ പരിപൂർണതയാണ് ഹിന്ദു മത ദാർശനികത. അതിനപ്പുറത്തേക്ക് അത് എക്സാക്റ്റ് എന്നാലും അവസാനം ചില ചോദ്യങ്ങൾ അവസാനിക്കും. ഒരു മനുഷ്യൻ്റെ ഫിലോസഫി അതിൻ്റെ പോയി കഴിഞ്ഞാൽ അവസാനം എത്തുക അദ്വൈതം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അദ്വൈതം എന്ന കാഴ്ചപ്പാടിലാണ്. പക്ഷെ അവിടെയും അദ്വൈതത്തിൽ ഒരു പ്രശ്നമുണ്ട്. അദ്വൈതത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിന് ഒരാവശ്യവുമില്ല, സമഷ്ടിയാണ്. ആവശ്യമില്ലാത്ത ദൈവത്തിൽ നിന്ന് എന്തുകൊണ്ട് ദ്വൈതമുണ്ടായി അല്ലെങ്കിൽ ചലനമുണ്ടായി, സൃഷ്ടിയുണ്ടായി എന്നുള്ള ചോദ്യത്തിന് അദ്വൈതത്തിന് ഉത്തരമില്ല. അപ്പം മനുഷ്യബുദ്ധിക്ക് എൻ്റെ ആ എക്സ്ട്രീം ലെവലിൽ സ്ഥൂലം ചെയ്യപ്പെട്ട ബുദ്ധിയുടെ പൂർണ്ണതയിൽ നമുക്ക് ഹിന്ദു ദർശനത്തിൽ അത് കാണാൻ പറ്റും. എന്നാൽ ക്രൈസ്തവ ദർശനികത എന്ന് പറയുന്നത് ഞങ്ങൾ അവകാശപ്പെടുന്നത് ദൈവിക വെളിപാടാണെന്നുള്ളതാണ്. ഈ ദൈവിക വെളിപാടായാണ് അവകാശപ്പെടുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് വലിയൊരു സബ്ജക്റ്റാണ്. അതിനെക്കുറിച്ച് അവിടെ അനുഭവമാണ്. ഇപ്പം നമ്മൾ ഈ ഇത്രയും കഷ്ടപ്പെട്ട് ഇതെല്ലാം പറഞ്ഞ് ഒരു കാര്യം സത്യമാണെന്ന് അറിഞ്ഞു, നമുക്കതിന് റിസൾട്ട് ഇല്ലെങ്കിൽ എന്താ കാര്യം? അപ്പം ഞാൻ എന്തിനാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്? എൻ്റെ ആവശ്യം എന്താണ്? എൻ്റെ അപ്പനെയും അമ്മയെ എനിക്ക് ഒരു ബെനഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കാര്യമുള്ളൂ. അപ്പം നമ്മൾ ദൈവവിശ്വാസി ആയിരിക്കുന്നതിന് ഒരു ബെനഫിറ്റ് നമ്മൾ പോകുന്നത്. എന്താണ് ബെനഫിറ്റ്? ഓരോ മതങ്ങളും ബെനഫിറ്റുകൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, സ്വർഗത്തെക്കുറിച്ചുള്ള വിവരണമുണ്ട്. അതൊക്കെ മരിച്ചു കഴിഞ്ഞ് സംഭവിക്കുന്ന കാര്യമാണ്. മരിച്ചു കഴിഞ്ഞ് ഇത് സംഭവിക്കും എന്നുള്ളതിന് നമുക്ക് എന്താ ഉറപ്പ്? അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നത് പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആവുകയാണെങ്കിലാണ് ദൈവദർശനം അല്ലെങ്കിൽ കിട്ടും. ഹിന്ദു മതത്തിലാണെങ്കിൽ ദൈവദർശനം കിട്ടും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ഇസ്ലാം മതത്തിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണയില്ല. എനിവേ ക്രിസ്ത്യാനിറ്റിയിൽ അത് വ്യക്തമായി പറഞ്ഞു, നിന്റെ അപ്പനെ അമ്മയേക്കാൾ അധികം സ്നേഹിക്കുന്ന ഒരു സ്വർഗസ്നായ പിതാവാണ് നിനക്കുള്ളത്. മക്കൾ അപ്പത്തെ ചോദിച്ചാൽ തേളിനെ കൊടുക്കുവോ? നിങ്ങൾ ആകാശത്തിലെ ഭൂമിയിലെ ലില്ലികളെ നോക്കുക, പക്ഷികളെ നോക്കുക. അതിനേക്കാൾ അധികമായി എത്രയോ അധികം നിങ്ങളെ സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന ഒരു പിതാവായ ദൈവമാണ് നിങ്ങൾക്കുള്ളത്. ഇതാണ് ക്രിസ്തു ദൈവസങ്കല്പം. ഇത് എൻ്റെ ജീവിതത്തിൽ റിയലായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എൻ്റെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് ഒരു എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ള തങ്ങളുടെ ശൂന്യതയെയും അസ്തിത്വത്തെക്കുറിച്ചുമുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി അവൻ ഉണ്ടാക്കുന്ന ദൈവത്തെ പോലെ തന്നെയാണ്. ഏതാണ്? ഒരു കല്ല് നാട്ടി വിട്ടിട്ട് അതിനെ കല്ല് ദൈവമെന്നും ഒരു മരത്തെ കണ്ടു കഴിഞ്ഞാൽ അത് മരദൈവമെന്നും ഒക്കെ വിളിക്കുന്നതിന് തുല്യമാണ്. അതിനപ്പുറത്തേക്ക് ഇന്നും നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികൾ അങ്ങനെയാണ്. അവൻ ക്രിസ്ത്യാനിയായി ജനിച്ചു, ക്രിസ്തുവിൻ്റെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നു. അവനോട് ചോദിക്കുകയാണ്, വിശുദ്ധ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് നിന്റെ അപ്പനെ അമ്മയേക്കാൾ അധികം സ്നേഹിക്കുന്ന ഒരു സ്വർഗസ്വനായ പിതാവാണ് നിനക്കുള്ളത്. ഇത് നിനക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെന്ന് ചോദിച്ചാൽ എത്ര ക്രിസ്ത്യാനികൾ ഉണ്ട് എന്ന് കള്ളത്തരമല്ലാതെ സത്യസന്ധതയോടെ പറയാൻ പറ്റും. അത് പറയുമ്പോൾ മാത്രമാണ് ക്രിസ്ത്യാനിറ്റി യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയായി മാറുന്നത്. അല്ലെങ്കിൽ മറ്റൊരു മതത്തെ പോലെ ഒരു മതം എന്ന് മാത്രമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാനത് അനുഭവിക്കുന്നുണ്ട്. താങ്ക് യു. അത് സഹോദര, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 1 വർഷം പറഞ്ഞാൽ പോലും തീരാത്തത്ര കാര്യങ്ങൾ ഓരോ ദിവസവും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ദൈവപരിപാലനയുടെയും ദൈവ ഇടപെടലിൻ്റെയും ദൈവത്തിൻ്റെ നയിക്കലിൻ്റെയും കാര്യങ്ങൾ. അതിൽ അനേകം കാര്യങ്ങൾ ഞാൻ ക്ലബ് ഹൗസിൽ എൻ്റെ റൂമിൽ പല അത്ഭുതകരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ മാത്രം കാര്യമല്ല, യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാകുന്ന എല്ലാവർക്കും ഉള്ള കാര്യമാണ്. താങ്ക് യു. താങ്ക് യു. നമുക്ക് അടുത്ത് എനിക്ക് എൻ്റെ ഒരു PTR ഓർഡറിൽ കാണുന്നത് സോജപ്പനും ഷാജിയേട്ടനുമാണ്. മറ്റാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബ്ലിക്ക് ചെയ്യണേ. സോജപ്പൻ. ടിസൻചേട്ടന് നമ്മൾ ക്ലബ് ഹൗസിൽ കാണുമ്പോൾ ക്ലബ് ഹൗസിൽ ടിസൻചേട്ടന് ദേഷ്യമുള്ള പല നിരീശ്വരവാദികളെയും മാതൃഭോഗികൾ വിളിക്കുന്നത് കണ്ടിട്ടുണ്ട്.
താങ്കളുടെ കൂടെയുള്ള കത്തോലിക്ക സഹോദരങ്ങളെയും താങ്കൾ പലപ്പോഴും അവർ താങ്കളെ ഹെററ്റിക് ആയിട്ട് കാണുന്നത് കൊണ്ട് താങ്കൾ അവരെ മാതൃഭോഗികൾ എന്ന് പലതവണ ഈ സിഹി സക്കറിയ ഉൾപ്പെടെയുള്ള പലരെയും വിളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും താങ്കൾ സ്പ്രെഡ് ചെയ്യുന്ന ക്രിസ്ത്യാനിറ്റി തന്നെയാണോ? ശരിക്കും താങ്കൾ ഒരു യേശുവിന്റെ അനുയായിയാണോ? ശരിക്കും ഒരു കാത്തലിക് ആണോ? ഇതാണ് എന്റെ ചോദ്യം. ഞാൻ ഒരു യുക്തിവാദിയെ മാതൃഭോഗി എന്ന് വിളിച്ചിട്ടില്ല. ഇനി പണ്ട് മാതൃഭോഗികൾ എന്ന് പ്രിൻസ് പീസ് യുക്തിവാദികളെ മൊത്തം അടച്ചു പറഞ്ഞപ്പോൾ അന്ന് പ്രിൻസ് പീസുമായിട്ട് ഞാൻ കോൾ ഔട്ട് ചെയ്ത് റൂമിട്ടിട്ടുള്ളതാണ്. ഞാൻ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ മാതൃഭോഗിയാണ് എന്ന് ബോധ്യം വന്നു. ഇപ്പം മനുപ്രസാദ് എന്നൊരു വ്യക്തി, ഒരു യുക്തിവാദി എന്ത് ചെയ്തിട്ടുണ്ട്, മാതൃഭോഗം തെറ്റല്ല, അല്ലെങ്കിൽ എന്നെ ഇതാണ് ഇൻസിസ്റ്റ് തെറ്റല്ല എന്ന് പറഞ്ഞൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു പ്രോഗ്രാമിൽ, യുക്തിവാദികളുടെ ഒരു പ്രോഗ്രാമിൽ ആശയം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ 99% യുക്തിവാദികൾ അത് അംഗീകരിക്കത്തില്ല. ഇനി അത് തെറ്റല്ല ആകുന്നത് മതവിശ്വാസം കൊണ്ട് മാത്രമല്ല, സാമൂഹ്യമായ നന്മയുടെ ഭാഗമായിട്ടും സൈക്കോളജിക്കൽ ആയ കാര്യങ്ങൾ വെച്ചും തന്നെ ഈ കുടുംബ ബന്ധങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചൊക്കെ നമുക്ക് സയന്റിഫിക് ആയിട്ട് യുക്തിഭദ്രമായിട്ട് സ്ഥാപിക്കാൻ പറ്റും. അപ്പം അത് തെറ്റാണെന്ന് പറയാൻ മതവിശ്വാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതങ്ങ് പോട്ടെ. അപ്പോൾ ഞാൻ പറയാത്തൊരു കാര്യം ജിജിക്കാരനായ താങ്കൾ എൻ്റെ മേൽ ആരോപിച്ചത്. ഇനി സിഫി സക്കറിയ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഞാനത് യൂട്യൂബിൽ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൽത്തറ എന്ന റൂമിൽ ഞാൻ അവരുടെ തെറിവിളിയെ വിമർശിച്ചതിൻ്റെ പേരിൽ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ, അത് ഞാനായിട്ടൊന്നും പറഞ്ഞില്ല, അവർ വിളിച്ച തെറിവുകൾ കട്ട് ചെയ്തെടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത് ഇത്തരം ആളുകൾ കത്തോലിക്ക വിശ്വാസികളാണ്, നിങ്ങൾ കരുതരുത്, ദൈവനിന്ദകരാണ് എന്ന ഒരു സൂചന നൽകിയതിൻ്റെ പേരിൽ മണിക്കൂർ റൂമിട്ട് നമ്മുടെ നമ്മളിപ്പം തായി യായും ലായും കൂട്ടിയൊക്കെ ആളുകൾ തെറിയൊക്കെ വിളിക്കും. പക്ഷെ അങ്ങനെ വിളിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അങ്ങനത്തെ ചിന്തയൊന്നുമില്ല, അത് ആ ദേഷ്യത്തിന്റെ പുറത്തങ്ങ് വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ മണിക്കൂർ റൂമിട്ട് ഈ മാതൃഭോഗത്തെ വർണ്ണിച്ച് ആസ്വദിച്ച്, ഒരു പോണോഗ്രാഫി ബ്ലൂ ഫിലിം കാണുന്നത് പോലെ ആസ്വദിച്ച് എന്നെ ഒരാള് എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കണമെങ്കിൽ അവന്റെ ഉള്ളിൽ മുഴുവൻ ഇതാണ് കിടക്കുന്നത്. ഒരു ക്രിസ്ത്യാനി പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ വ്യഭിചാരി എന്ന്, സ്ത്രീയെ പാപകരമായി നോക്കുന്നവൻ വ്യഭിചാരി എന്നാണ് കാണുന്നത്. ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പാപകരമായി വ്യഭിചാരം ദാഹത്താൽ നടക്കുന്നവനാണെങ്കിൽ, കണ്ണുകൊണ്ട് വ്യഭിചാരം ചെയ്യുന്നവനാണെങ്കിൽ ഞാൻ വ്യഭിചാരി തന്നെയാണ്. അപ്പം സമൂഹത്തെ പേടിച്ചോ കുടുംബത്തെ പേടിച്ചോ ഒരു വ്യക്തി മാതൃഭോഗം ചെയ്തില്ലെങ്കിൽ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ മാതൃഭോഗിയാണ്. അപ്പം മാതൃത്വത്തോട് അല്പമെങ്കിലും, അമ്മ എന്ന വാക്കിന് ഒരു അല്പമെങ്കിലും വില നൽകുന്നുണ്ടെങ്കിൽ മറ്റെന്തിതറിവ് പറഞ്ഞാലും സിവി സക്കറിയ പറഞ്ഞതുപോലെയൊന്നും, അല്ലെങ്കിൽ ആൽത്തറ സാബു ഒന്നും പറഞ്ഞതുപോലെ, അനാമകിയൊന്നും പറഞ്ഞതുപോലെ, അനാമകിയൊന്നും പറഞ്ഞിട്ടില്ല, കൂട്ടത്തിലെന്ന് അവൻ്റെ കൂടെ ഇരുന്ന് കേട്ടവരെ പോലെ ഒരിക്കലും സംസാരിക്കത്തില്ല. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ആശയപരമായിട്ട് ആ കാഴ്ചപ്പാട് ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ്. അതുകൊണ്ട് ആ വ്യക്തിയെ മാത്രമാണ്, ഞാൻ ആ കൂട്ടത്തിലെ ചില ആളുകളെ മാത്രമാണ് ഞാൻ അങ്ങനെ വിളിച്ചിട്ടുള്ളത്. ഇതാണ് അതിനുള്ള മറുപടി. താങ്ക് യു. അത് തെളിവ് എൻ്റെ യൂട്യൂബ് ചാനലിൽ കൃത്യമായിട്ട് കിടപ്പുണ്ട്. ഇനി ഇത് വൃത്തികേടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ മണിക്കൂറുകൾ റൂം എൻ്റെ കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്. വ്യക്തിപരമായ താല്പര്യമുള്ളവർക്ക് വേണം ഞാൻ പേഴ്സണലായിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു. നമുക്ക് ഷാജിയേട്ടൻ ശേഷം മോഡറേറ്റേഴ്സിലേക്ക് വരാം. ഷാജിയേട്ടൻ. ഓക്കെ, നമസ്കാരം. കേൾക്കാവോ? ഞാൻ പറഞ്ഞ കേൾക്കാം. ടിസം ഭായി നമസ്കാരം. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഞാനിത് മൊത്തം പ്രോഗ്രാം ഞാൻ കേട്ടില്ല. എങ്കിലും താങ്കളുടെ ഇത്രയും നാളത്തെ ഒരു നിലപാട് വെച്ചുകൊണ്ട് ഞാനൊരു വിശ്വാസപരമായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഇവിടുത്തെ പ്രോഗ്രാം എന്തായാലും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. താങ്കൾക്ക് ഇഷ്ടമുള്ള ചോദ്യം ചോദിക്കുക, ഏത് ചോദ്യം ചോദിക്കുക. ഈ ചുമ്മാ ഒരു താഴ നിലവാരത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ ചർച്ച ചെയ്താൽ മതി. എന്നെ എത്ര ചോദ്യം വേണം താങ്കൾ ചോദിക്കും. ഷാജിയേട്ടൻ ഗൗരവത്തിൽ ചോദിക്കുന്ന ആളാണ്. ഓക്കെ, ഷാജിയേട്ടൻ ചോദിക്കും. താങ്ക് യു. ഡിസൻ ഭായി, ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ഞാൻ എന്താണ് ഈ ക്ലബ് ഹൗസിൽ ഞാൻ കണ്ടിട്ടുള്ള നിലപാടുകളിൽ യാതൊരു, അതായത് ബിബ്ലിക്കലി എന്താണ് ബൈബിള് പറയുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും നല്ലൊരു ക്രിസ്ത്യാനിയായിട്ടാണ് താങ്കളെ ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ ആശയപരമായിട്ട് എതിർപ്പാണ് എനിക്ക് കേട്ടോ. എനിക്ക് നിങ്ങളോട് ആശയപരമായിട്ട് എതിർപ്പുണ്ട്. പക്ഷെ സത്യസന്ധമായിട്ട് നിങ്ങളൊരു ക്രിസ്ത്യാനിയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ബിബ്ലിക്കലി. അതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, ഈ യേശു ക്രിസ്തു വെള്ളത്തിന്റെ മുകളിൽ കൂടെ സഞ്ചരിച്ചു നടന്നു എന്ന് പറയുന്നതും, മുഹമ്മദ് ബുറാക്കിൽ കയറി എന്താണ്
ആകാശത്ത് പോയി അല്ലെങ്കിൽ ഗ്രാവിറ്റി ഭേദിച്ച് പോയി എന്ന് പറഞ്ഞൊരു കഥയും തമ്മിലുള്ള യുക്തിഭദ്രതയില് ഏതാണ് ശ്രേഷ്ഠമായത്? ഇത് രണ്ടും യുക്തിയിൽ ഒതുങ്ങുന്ന കാര്യമല്ല ഷായിച്ചേട്ടാ. ഇത് മിറക്കിളാണ്. മനുഷ്യന്റെ കോമൺ സെൻസിലോ യുക്തിയിലോ നിൽക്കുന്ന ഒരു കാര്യമല്ല. മുഹമ്മദ് നബി ബുറാക്കിന്റെ പേരിൽ പറന്നു എന്ന് അവർ പറയുമ്പോൾ അത് അവരുടെ വിശ്വാസത്തിന്റെ തലമാണ്. യേശു ക്രിസ്തു വെള്ളത്തിന്റെ മേലെ നടന്നു എന്ന് പറയുന്നതും വിശ്വാസമാണ്. ഇവിടെ ഇസ്ലാമിനെ നമ്മൾ വിമർശിക്കുന്നത് അതിൻ്റെ ധാർമ്മികതയും അത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെയും തലത്തിലാണ്. അല്ലാതെ അതിനകത്ത് നടക്കുന്ന അതിൻ്റെ യുക്തിരാഹിത്യമാണ്. അത് അവതരിപ്പിച്ച യുക്തിരാഹിത്യവും അനേകം കാര്യങ്ങൾ അതിനകത്തുണ്ട്. അല്ലാതെ മുഹമ്മദ് നബി ബുറാക്കിന്റെ പുറത്ത് പോയോ ഇല്ലയോ, ഞങ്ങളുടെ ദൈവം പോയി അവരുടെ ദൈവം പോയില്ല, അല്ലെ അവരുടെ പ്രവാചകൻ പോയി ഞങ്ങളുടെ പ്രവാചകൻ പോയില്ല എന്ന് പറയുന്നതല്ല യഥാർത്ഥമായ വിമർശനം. ഞാൻ ഇന്നുവരെ ബുറാക്കിന്റെ പുറത്ത് പോയി ഇന്നോ പോയില്ല എന്ന് ഞാൻ പറയാറില്ല. താങ്ക് യു താങ്ക് യു താങ്ക് യു. താങ്ക് യു ഷായിട്ട. നമുക്ക് എല്ലാവരെയും വന്ന് നമുക്കിനി നമ്മുടെ മോഡറേറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നാണ് ഇനി ഇതെന്താ ലോഡ് ആയതുകൊണ്ടാണ് തോന്നുന്നത്. നമ്മൾ മൈക്ക് അൺമ്യൂട്ട് ആക്കുമ്പോഴേ ഹലോ സ്വാമി പെട്ടെന്ന് സ്വാമി ചോദിക്കും. ആ ഓക്കെ. ഡിസംബർ നമ്മള് ഈ മൊറാലിറ്റി എന്നൊക്കെ പറയുമല്ലോ, അപ്പൊ ഓരോരുത്തരുടെ ടോളറേഷൻ ഒക്കെ പറയുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ നിങ്ങളുടെ ചരിത്രം ഒന്നും നിങ്ങൾക്കറിയില്ല, ചരിത്രമാണെങ്കിലും ബൈബിൾ കഥയാണെങ്കിലും അത് വെച്ച് ചോദിക്കണം. ഈ 2000 കൊല്ലം മുമ്പ് ഈ പറയുന്ന ഇതിന്റെ ആദ്യത്തെ വിശ്വാസമുള്ള ആൾക്കാരൊക്കെ കല്ലെറിഞ്ഞു കൊല്ലലും പിന്നെ അങ്ങനെയൊക്കെ നടന്നിരുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അവർക്ക് അവരുടെ മേലിൽ റോമാക്കാർ ഭരിച്ചുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു ഒരാള് ഇങ്ങനെ വാദം കേൾക്കാനും ഒക്കെ ഒരു പ്രോസിക്യൂഷൻ ഒരു ഇപ്പോഴത്തെ രീതിയിലുള്ള ഒരു കോർട്ട് പോലെ ലാസ്റ്റ് അങ്ങേര് തന്നെ വിട്ടുകളയണല്ല. അപ്പൊ അവരന്ന് വേറെ ഏതോ ദൈവങ്ങളൊക്കെ ആരാച്ച ആൾക്കാരെ ഈ റോമക്കാര് അവരുടെ ഒരു ജഡ്ജി പിലാത്തോസ് അതുപോലെ ഇവർക്കില്ല. ആ സമയത്ത് കല്ലെറിഞ്ഞു കൊല്ലുന്ന ആൾക്കാരെ അവരുടെ അണ്ടറിലായതുകൊണ്ട് മാത്രം ചെയ്യണേ. അപ്പൊ ഈ ടോളറൻസ് അവർക്ക് അന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ റോമ ഇതില് ഈ ക്രിസ്ത്യാനിറ്റി ആകണില്ല. അത് കഴിഞ്ഞ് ഈ ക്രിസ്ത്യാനിറ്റിക്ക് ഈ ടോളറൻസ് പോയിട്ടുണ്ടോ? അവരുടെ പോലും അന്നത്തെ 2000 കൊല്ലം മുമ്പുള്ള ആ റോമക്കാരുടെ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു മൊറാലിറ്റിന്ന് ക്രിസ്ത്യാനിറ്റി അത് പല ആൾക്കാരെയും ഇത് ചെയ്തിട്ടുണ്ടോ? അതായത് ഈ എന്താണ് വിച്ചാണെന്നൊക്കെ പറഞ്ഞ് കത്തിച്ചുകളയല്, പിന്നെ ശാസ്ത്രത്തെ ഇത് സൂര്യനെ ചുറ്റണ എന്ന് പറയുമ്പോ അയാളെ കൂടി തിരുത്തി പറയിപ്പിക്കല്, അങ്ങനെയൊക്കെ. താങ്കൾ വെച്ച സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. കാരണം ഈ യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യത്തിന്റെ ഒരു നിയമവ്യവസ്ഥയുടെ സൃഷ്ടി ശരിക്കും തോറയിലാണ് ആരംഭിക്കുന്നത്. സെൻഹദ്രീൻ സംഘത്തിന് സാക്ഷികളില്ലാതെ അവർ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. പക്ഷേ സാക്ഷികളില്ലാതെ ഇന്ന് പലപ്പോഴും നമ്മുടെ ജുഡീഷ്യറിയിലും ഒക്കെ വരുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ പല കമ്മീഷനുകളിലൊക്കെ കള്ളത്തരം വരുന്ന പോലെ അതിൽ തിന്മ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ജൂത ഐഡിയോളജിയിൽ തോറയിലൊക്കെ കൃത്യമായ നിയമവ്യവസ്ഥയും അത് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചില കാര്യങ്ങളൊക്കെ അതിശോക്തിപരമാണ് താനും. അപ്പം ഇവിടെ ശരിയായ രീതിയിൽ ഒരു അല്ലെങ്കിൽ രണ്ട് സാക്ഷികൾ വേണം, ഇങ്ങനെയുള്ള ഇന്ന് കോടതിയിലൊക്കെ ഉള്ളതുപോലെയൊക്കെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് തോറയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നിയമപരമായിട്ട്. പക്ഷെ അതൊരു കൃത്യം പിന്നെ അവരുടെ തൽമൂദുകളിലേക്ക് പോയാൽ അത് കുറേയും കൂടെ ക്ലാരിറ്റിയോടെ നിയമവ്യവസ്ഥയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു നിയമ സംവിധാനം ശരിക്കും ആരംഭിക്കുന്നത്, കൃത്യമായി സംവിധാനം ക്ലിയർ ആയിട്ട് ആരംഭിക്കുന്നതിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു തെളിവാണ് ഈ പഴയ നിയമം. എന്നാൽ അതിനു മുമ്പ് ഇല്ലായിരുന്നു വെച്ചുകൊണ്ട് വേറെ ചില സമൂഹങ്ങളിലൊക്കെ നിരവധി, അത് പക്ഷേ എലൈറ്റ് ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെയാണ്. പക്ഷേ തോറയിൽ എത്തുമ്പോൾ അത് ഒരു വിദേശിക്ക് പോലും തുല്യ സ്ഥാനം നൽകുന്ന രീതിയിലൊക്കെ വരുന്നുണ്ട്. അത് പോട്ടെ, അത് വേറൊരു വലിയ സബ്ജക്റ്റാണ്. ഇനി താങ്കൾ ചോദിച്ച കാര്യം 100% ക്രിസ്ത്യാനിറ്റിക്ക് മാറ്റമൊന്നും വന്നില്ല, ക്രിസ്ത്യാനികൾക്ക് മാറ്റം വന്നു. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പ്രബോധനവും അതിനുശേഷം എഴുതപ്പെട്ട വിശുദ്ധ ബൈബിളുമാണ്. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ ക്രിസ്ത്യാനികൾ സഭയുടെ ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്ന ഒരു കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ നയിക്കുന്ന പുരോഹിത വർഗം വലിയ തിന്മയിലേക്ക് പോയ കാലഘട്ടമൊക്കെ ഉണ്ട്. അത് എല്ലാവരുമല്ല, അതിൻ്റെ നേതൃത്വത്തിലുള്ള നല്ലൊരു ശതമാനം ആളുകൾ ഇൻക്വിസിഷനും അതുപോലെ ക്രിസ്തുവിൻ്റെ വഴിയിൽ വിട്ടുപോയ ഒരു കാലഘട്ടമുണ്ട്. അത് ക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ യൂദാസ് പോയതുപോലെ നിങ്ങൾ
ഈ ലേഖനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ തന്നെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട അപ്പൻ്റെ ഭാര്യയെ വെച്ച് നടക്കുന്ന ക്രിസ്ത്യാനിയെ പോലും നമുക്ക് അവിടെ പൗലോസൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത് കാണാൻ പറ്റും. അത് അന്നുമുണ്ട് ഇന്നുമുണ്ട്, എല്ലാ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വരെ ഉണ്ടാവും. താങ്ക് യു. ക്രിസ്തു മതം മൊത്തത്തിൽ, കത്തോലിക്ക സഭ മൊത്തത്തിൽ, സഭാ നേതൃത്വം ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പോയ ഒരു കാലഘട്ടമുണ്ട്. താങ്ക് യു. താങ്ക് യു. നമുക്കിനി മോഡറേറ്റേഴ്സിന്റെ അവസരമാണ്. എനിക്കൊരു ചോദ്യമുണ്ട്. നമുക്ക് മോഡറേറ്റേഴ്സ് ഒന്ന് ബ്ലിങ്ക് ചെയ്യാമോ ചോദ്യം ചോദിക്കേണ്ടവർ? ഒരു സെക്കൻഡ്. ഡിസംബർ നമുക്കിനി എത്ര സമയം കൂടി അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് പറയാം, അതനുസരിച്ച് ഒന്ന് പ്ലാൻ അല്ല, ചെയ്യാം. ഇത് ഇന്ന് ഞാൻ ഇന്ന് ഇതിനായിട്ട് മാറ്റി വെച്ചതാണ്. പിന്നീട് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു ദിവസം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വരാം. പക്ഷെ ഇന്ന് എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഇതിനു വേണ്ടി തന്നെ ഞാൻ ഈ വൈകുന്നേരം അങ്ങ് മാറ്റി വെച്ചതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളുക, ഞാനിവിടെ ഇരിക്കും. ഓക്കെ. നമുക്ക് മോഡറേറ്റേഴ്സിന്റെ എല്ലാ റൗണ്ട് വരാം. മോഡറേറ്റേഴ്സ് ഒന്ന് ചോദിച്ചു തുടങ്ങിക്കോളൂ. ഞാൻ ചോദിക്കട്ടെ? രാജ സാർ പറഞ്ഞു. ഓക്കെ. ഡിസംബർ ഇപ്പം കർത്താവ് യേശു ക്രിസ്തു ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക, അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ സദ്വാർത്തയുമായിട്ടാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലോകത്തില് സമാധാനം ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ എല്ലാവരും പ്രതീക്ഷിച്ചു കാണും. പക്ഷെ ഒരുപാട് ആളുകൾ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറുകയും ക്രിസ്ത്യാനിറ്റി ലോകമെങ്ങും പരക്കുകയും ചെയ്തപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ലോകത്ത് യുദ്ധങ്ങളുടെ എണ്ണം കൂടി. ഇപ്പം നമ്മൾ പറയുമ്പോൾ അമേരിക്കയായിരുന്നു നിങ്ങളുടെ കാര്യം പറയുമെങ്കിലും ക്രിസ്ത്യാനികളായ ആൾക്കാർ നിരവധിയായ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു. കോടിക്കണക്കിന് ആൾക്കാരെ, ഇപ്പൊ ഹിരോഷിമ ഉൾപ്പെടെ കോടിക്കണക്കിന് ആൾക്കാരെ ക്രിസ്ത്യാനികൾ കൊന്നു. ഇപ്പോഴും അമേരിക്ക എല്ലാം ക്രിസ്ത്യാനികളാണല്ലോ, അവരിപ്പോഴും കൊന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തില് ഈ ക്രിസ്ത്യാനിറ്റി എന്നുള്ളത്, യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സുവിശേഷമാണോ അതോ ചെകുത്താന്റെ സുവിശേഷമാണോ? ഈ സുവിശേഷം യഥാർത്ഥ സുവിശേഷമാണോ അതോ ദുർവിശേഷമാണോ? ഈ ക്രിസ്ത്യാനിറ്റിക്ക്, മാനവരാശിക്ക് എന്തെങ്കിലും ഗുണമുള്ള ഒരു മതമാണോ ഈ ക്രിസ്തു മതം? അതാണ് എന്റെ ചോദ്യം. യഥാർത്ഥത്തിൽ ഈ മാനവരാശിക്ക് ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ ഇനി അതിന്റെ വിശ്വാസ തലമായ ദൈവം എന്ന തലം ഉപേക്ഷിച്ച് അതിന്റെ ആശയതലങ്ങൾ, ഗിരിപ്രഭാഷണങ്ങൾ എടുത്താൽ പോലും ഈ മാനവരാശിക്ക് ഒരേ ഒരു രക്ഷയുടെ മാർഗം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. ജനാധിപത്യം എവിടെയാണ് ഉണ്ടായത്? ജനാധിപത്യ മൂല്യങ്ങൾ, ഇസ്ലാമിന്റെ ആശയങ്ങളാണ് ഈ ലോകം മുഴുവനെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? കമ്മ്യൂണിസമാണ് ഈ ലോകം മുഴുവൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ നോക്കിയാൽ മതി. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, ചൈന, ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം, മനുഷ്യാവകാശ ലംഘനങ്ങൾ. നോർത്ത് കൊറിയ, റഷ്യ, പണ്ടുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം, ക്യൂബ. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഏത് ആശയമാണ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കുക? യുക്തിവാദം. ഏത് ആശയമാണ്? യുക്തിവാദിയായ ആളുകൾക്ക്, സ്വതന്ത്ര ചിന്തകർക്ക് ഏത് രീതിയിലും പോകാം. മനുപ്രസാദ് പറഞ്ഞ അമ്മയെ പോയിച്ചാലും തെറ്റില്ല എന്ന് ഇഗ്നൂസിന്റെ കോഴിക്കോട് നടന്ന പ്രോഗ്രാമിൽ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. അവനെ ആർക്ക് കുറ്റം പറയാൻ പറ്റും? അവന്റെ ധാർമ്മികതയിൽ നിന്നുകൊണ്ട് അത് ശരിയാണ്. അപ്പൊ ഇവിടെ സമൂഹത്തിന് ഏറ്റവും ഉത്തമമായ മാതൃക യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള മാറ്റമാണ്. പക്ഷേ ദുഃഖകരം പറയട്ടെ, മനുഷ്യർ വളരെ സ്ലോ ആണ് ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും മനുഷ്യനത് സ്വീകരിക്കുന്നതിൽ ഏകദേശം ആധുനിക കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേനും പയ്യെ മാറ്റം വന്ന് കുറേ മാറ്റം വന്നുണ്ട്. ഇന്നുണ്ടായ ജനാധിപത്യ മൂല്യങ്ങൾ പലപ്പോഴും സ്വതന്ത്ര ചിന്ത, ഈ ഫ്രാൻസിലൊക്കെ നടന്ന സ്വതന്ത്ര ചിന്ത, അവിടെ ദൈവത്തെ ഉപേക്ഷിച്ച് സ്വതന്ത്ര ചിന്തയുടെ ഒരു സമത്വത്തിൻ്റെ ഒക്കെ ഒരു ചിന്ത വിപ്ലവമൊക്കെ വന്നു. ഇതൊക്കെ ക്രിസ്ത്യൻ ആശയങ്ങളുടെ ഒരു തുടർച്ചയാണ്. അപ്പം യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ക്രിസ്ത്യാനിറ്റിയാണ് യഥാർത്ഥ മാർഗം എന്നാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ ഇനി ആ ദൈവത്തിൻ്റെ ആ ഭാഗത്തെ ഉപേക്ഷിച്ചാൽ പോലും വിശുദ്ധ ബൈബിളിലൂടെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ നമ്മളെ പഠിപ്പിച്ച സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിലൂടെ സമൂഹം, ഓരോ മനുഷ്യനും മാറുമ്പോഴാണ് ലോക സമാധാനം ഉണ്ടാകുന്നത്. അത് മാറാത്തതാണ്. ആ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തെ ശരിയായി ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ഈ ലോകത്ത് യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ കുറേയൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്, പയ്യെ മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനൊരിക്കലും ചിന്തിക്കുന്നില്ല ആധുനിക ലോകം അത്ര ക്രൂരമായിരുന്നു. ഓരോ ദിവസവും യുദ്ധങ്ങളാണെങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും യുദ്ധ കുറ്റവാളികളോട് എടുക്കുന്ന നിലപാടുകൾ, എല്ലാ കാര്യങ്ങളിലും സമൂഹം കുറേയും കൂടെ മാനവികതയും പക്വതയും ആർജിച്ചു വരികയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു രാജ സാർ. നമുക്ക് അടുത്ത ഇൻസൈൻ ഉണ്ടോ?
ചോദിച്ചോളൂ. ആ ഫ്രീ ഉള്ളവർ ചോദിച്ചോളൂ. നമ്മൾ പേര് വിളിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരായിട്ട് മൈക്ക് കൊടുക്കാം. ഞാൻ പറഞ്ഞു ഞാൻ ലാസ്റ്റ് ചോദിക്കാം. ഞാൻ ബൈക്കിലാ, ഞാൻ ലാസ്റ്റ് ചോദിക്കാം. ഓക്കെ. ഓക്കെ. അപ്പൊ ഫ്രീ ഉള്ളവർ ആരാണ്? ജോസേട്ടൻ. നമസ്കാരം ടിസൺ ഭായി. രണ്ട് കാര്യമാണ്. ഒന്ന്, താങ്കൾ പറഞ്ഞിട്ടുണ്ട്, ഒരു വർഷത്തിന് മുമ്പുള്ള വീഡിയോ ആണ്, അതായത് TF എന്ന് പറയുന്ന തീവ്രം. വേണമെങ്കിൽ ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ പറ്റുമെങ്കിൽ കേൾപ്പിക്കാം, തെളിവ് വേണമെങ്കിൽ തരാം, അല്ല ലിങ്ക് കൂടെ ഇടാം. TF എന്ന് പറയുന്ന തീവ്രവാദി പ്രസ്ഥാനം, അതിൽ അനിൽകുമാർ അയ്യപ്പൻ ഈ പറയുന്ന കത്തോലിക്ക സഭയുടെ പാമ്പ്ലാനി അച്ഛനെ അടിക്കുമെന്നോ എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നോർമലി പറയുന്നത് കേട്ടിട്ടുണ്ട്. 6 വർഷത്തേക്ക് കത്തോലിക്ക സഭയ്ക്ക് എതിരായിട്ട് മാത്രം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു. അവരുടെ കൂടെ താങ്കൾ സ്ഥിരം അപ്പം ഇരിക്കുന്നതും അവരോടൊപ്പം അനുവദിച്ചുകൊണ്ട് ഇരിക്കുന്നതും മിക്കവാറും കാണാറുണ്ട്. ആ സ്റ്റേറ്റ്മെന്റും കാരണം ഇവിടെ നമുക്കറിയാം, ഇവിടെ എന്താണ് പറങ്കികൾ എന്നൊക്കെ അല്ലെങ്കിൽ മാതാവിനെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടൊക്കെ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുള്ളത്. പക്ഷെ ഇന്നും താങ്കൾ അവരോടൊപ്പം തന്നെയാണ്. അത് കത്തോലിക്ക സഭയ്ക്ക് അനുകൂലമായിട്ടാണോ എതിരായിട്ടാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. നിലപാടിൽ ഉറച്ചിരിക്കുന്നു. താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത് ചില പ്രത്യേക രീതിയിലാണ്. ഇവിടെ താങ്കൾക്ക് ഇതിൻ്റെ സൈക്കോളജിക്കലായ അല്ലെങ്കിൽ കാര്യങ്ങൾ താങ്കൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് ആശയങ്ങൾ കടന്നു പോകുന്നതിന് ഇമേജുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ക്രിസ്തു തൻ്റെ വചനപ്രഘോഷം ആരംഭിക്കുന്നതിന് മുമ്പ് 64 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് നാട് നീളെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അയച്ചതിന് ശേഷമാണ് ക്രിസ്തു തൻ്റെ വചനം. എന്താണ് അങ്ങനെ? ക്രിസ്തുവിന് തന്നെ കുറിച്ചുള്ള ഒരു ഇമേജ് ഓൾറെഡി സമൂഹത്തിൽ സൃഷ്ടിക്കുകയാണ്. അപ്പം നമ്മളൊരു എതിരാളിയെ നേരിടുമ്പോൾ, അനിൽകുമാർ അയ്യപ്പൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് കത്തോലിക്കരുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും ഒരു ഇമേജ് ഉണ്ടായിരുന്നു. അവൻ കത്തോലിക്ക വിരുദ്ധനായി കത്തോലിക്ക സഭയെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ഇമേജ് തകർത്ത് കളയുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. അല്ലാതെ അവൻ പറയുന്ന ആശയങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് അവൻ ഇട്ട് തരുന്ന പല്ലിവാല പിടിച്ചുകൊണ്ട് ചാടിക്കളിക്കുക എന്നുള്ളതല്ല ഒരു യുദ്ധതന്ത്രം എന്ന് പറയുന്നത്. ആശയ യുദ്ധത്തിൽ നമ്മൾ എന്താണ് അനിൽകുമാർ അയ്യപ്പൻ മുന്നോട്ട് വെക്കുന്നത്? അനിൽകുമാർ അയ്യപ്പൻ എന്ത് ഉദ്ദേശത്തിലാണ് ആശയങ്ങൾ പറയുന്നത്? അവൻ്റെ ആശയങ്ങൾ സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതാണ് അവൻ്റെ ആശയങ്ങൾ സമൂഹത്തിനുള്ളിൽ കടക്കാതിരിക്കാൻ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? അനിൽകുമാർ അയ്യപ്പനെ കുറിച്ച് കത്തോലിക്കരുടെ ഇടയിലുള്ള ചില പോസിറ്റീവായ ഇമേജുകൾ തകർത്ത് കളയുക. അതിൻ്റേതായ അപ്പോൾ നമ്മളവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ വ്യത്യസ്തമായിരിക്കും. അത് നുണയൊന്നും നമ്മൾ ഒരു ക്രിസ്ത്യാനിക്ക് നുണ പറയാൻ പറ്റത്തില്ല. പക്ഷേ ചില സമയത്ത് അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കേണ്ട സമയത്ത് അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയും. ഇനി ചെറിയ രീതിയിൽ പറയേണ്ട കാര്യങ്ങൾ വലുതാക്കി പറയും. അപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന പല രീതികളും അതുകൊണ്ടാണ് ഞാൻ ഒറ്റയാനായി പ്രവർത്തിക്കും പോലും എൻ്റെ പ്രവർത്തനങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുന്നതും അതിൻ്റെ കോൺസിക്വൻസുകൾ നമുക്ക് കാണാൻ പറ്റുന്നു. അത് നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റില്ല. അതൊന്ന് ചിലർക്ക് മനസ്സിലാവും, സൂക്ഷിച്ച് നോക്കുന്നവർക്ക് മനസ്സിലാവും. പക്ഷേ യൂത്ത് ഫൈറ്റേഴ്സ് കത്തോലിക്ക സഭയ്ക്കെതിരെ തിരിഞ്ഞപ്പോൾ അവരെ ഞാൻ ടാർഗറ്റ് ചെയ്തതിൽ ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ ഒരു പരിധിവരെയെങ്കിലും എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അവരൊന്ന് അടങ്ങി, അവർ മര്യാദക്കാരായി, അവർക്ക് കിട്ടിയ വിളിയായ ഇസ്ലാമിക വിമർശനവുമായി ബന്ധപ്പെട്ടൊക്കെ അവർ പോവുകയാണ്. ഞാനിപ്പം അവരുടെ കൂട്ടത്തിലൊന്നും ഇരിക്കാറൊന്നുമില്ല. താഴെ പോയി ഇരിക്കാറുണ്ട്. കാരണം അജി എന്ന് പറയുന്ന അവരുടെ ഒരു കൂട്ടു സഹോദരൻ തനി ജിഹാദികൾക്ക് ഉടപിടിക്കുന്ന രീതിയിൽ മുഹമ്മദ് പറഞ്ഞു ഞങ്ങളുടെ അള്ളാഹുവാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞപ്പം അജി പറഞ്ഞു അല്ല, ഞങ്ങളുടെ അള്ളാഹുവാണ് നിങ്ങളുടെ ദൈവം, ഞങ്ങളുടെ അള്ളാഹുവിനെ മുഹമ്മദ് അടിച്ചു മാറ്റി എന്ന് പറഞ്ഞു. പറഞ്ഞത് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ രീതിയിലൊക്കെ പോയപ്പോൾ ഞാൻ താഴെ പോയിരുന്ന് അവർ പറയുന്ന ആശയങ്ങൾ അവർ കുറച്ചും കൂടെയൊക്കെ ഇസ്ലാമിക കാര്യങ്ങൾ അവർ സ്കോളേഴ്സാണ്. അപ്പോൾ അവർ തെളിവുകളൊക്കെ പോലെ ശാസ്ത്രീയമായി അവതരിപ്പിക്കുമ്പോൾ അത് താഴെ പോയിരുന്ന് കേൾക്കാൻ ഞാൻ പോയിരിക്കാറുണ്ട്. അല്ലാതെ ഞാൻ അവരുമായിട്ട് ഡയറക്റ്റായിട്ട് നിലവിൽ സഹകരിക്കാറൊന്നുമില്ല. പക്ഷേ എനിക്കൊരു വ്യക്തിയോടും ഇതിനിടയ്ക്ക് ആരോ ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു വ്യക്തിയോടും എനിക്ക് ഷിബു പീഡിക്കലിനോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. വ്യക്തിപരമായ വൈരാഗ്യം എനിക്കൊരു വ്യക്തിയോട്. പക്ഷേ ചില സമയത്ത് ചൂടാകുന്ന കേട്ട് കഴിഞ്ഞാൽ, ദേഷ്യപ്പെടുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും എന്തോ അടങ്ങാത്ത പകയായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അല്ല, അത് നമ്മളെന്താ പറയുക, ഇമോഷണൽ അറ്റാക്ക്, ഇമോഷണൽ ടാർഗറ്റിങ്, സമൂഹത്തിലേക്ക് കൊടുക്കുന്ന മെസ്സേജിൻ്റെ ഒക്കെ ഭാഗമായി നടത്തുന്ന പല കാര്യങ്ങളാണ്. പക്ഷേ ഷിബു എന്ന വ്യക്തിയുടെ ആശയത്തോട് 100% എൻ്റെ തല പോയാൽ പോലും എൻ്റെ ജീവൻ കൊടുത്ത് ഞാൻ എതിർക്കും. ജിഹാദികളെ എൻ്റെ ജീവൻ കൊടുത്ത് ഞാൻ എതിർക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ നടക്കുന്നത്. അപ്പം പക്ഷേ ഒരു ജിഹാദിയോടും എനിക്ക് ഒസാമ ബിൻ ലാദനോട് എനിക്കൊരു വെറുപ്പുമില്ല, എനിക്ക് സ്നേഹം മാത്രം. പിതാവെ ഇവൻ ചെയ്യുന്നത് അറിയുന്നില്ലല്ലോ, ഇവനോട് ക്ഷമിക്കണം, ഈ ഒരു മനോഭാവമാണ് എനിക്കുള്ളത്. ഇതാണ് ക്രിസ്ത്യാനിറ്റി. താങ്ക് യു.
ഒരു ചെറിയ ചോദ്യം കൂടെ ചോദിച്ചോട്ടെ? സിമ്പിളാണ്. ഇത് ഒരു താങ്കൾ കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടെയുള്ള 2 ലേഡി ഉണ്ടായിരുന്നു, കത്തോലിക്ക സഭയിലെ മെമ്പർ തന്നെയായിരുന്നു. പേര് പറയുന്നത് ഇവിടെ ഐഡിയിൽ വരുന്ന മെറ്റിൽഡ. ഇപ്പോഴും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ആ വീഡിയോ കിടപ്പുണ്ട്. അവരെ വളരെ മോശമായിട്ട് വേശ്യാസ്ത്രീ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച ഒരു സംഭവം ഉണ്ടായി. അതിന്റെ കാരണം എന്തായിരുന്നു ഒന്ന് ജസ്റ്റ് പറയാം. കാരണം ഇവിടെ അവരെ പലരും പറയുന്നുണ്ട് വേശ്യാസ്ത്രീ എന്ന് ഒരിക്കലും വിളിച്ചിട്ടില്ല. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കുക. ഞാൻ ഒരിക്കലും അവരെ വേശ്യാസ്ത്രീ എന്ന് വിളിച്ചിട്ടില്ല. ഓഡിയോ വേണേ കേൾപ്പിക്കാം. കേൾപ്പിച്ചോളൂ അവരെ കേൾപ്പിച്ചോളൂ കേൾപ്പിച്ചോളൂ. കേൾപ്പിക്കാൻ കുഴപ്പമില്ല. പെർമിഷൻ കിട്ടുകയാണെങ്കിൽ നോ പ്രോബ്ലം. അത് ഞാൻ ഓൾറെഡി ആണ്. അവരെ അന്ന് ഒരുപാട് തരത്തിൽ അധിക്ഷേപിച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാണ്? താങ്കൾക്ക് മറുപടി തരാം. എന്നാ പിന്നെ താങ്കൾ അത് വിട്ടു. അല്ലല്ല അത് താങ്കൾ വിടണ്ട. ഞാൻ ഇതിന് മറുപടി തരണം. താങ്കൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാണ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്നും എൻ്റെ യൂട്യൂബ് ചാനലിൽ അത് കിടപ്പുണ്ട്. ഒരു വേശ്യാസ്ത്രീയെക്കാളും മോശപ്പെട്ടവളാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. വേശ്യ എന്നല്ല വിളിച്ചത്. കാരണം അവർ വേശ്യാവൃത്തി ചെയ്യുന്നവളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ലോകത്തിൽ വേശ്യകളാണ് ഏറ്റവും മോശപ്പെട്ടവരെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ചില പല സാഹചര്യങ്ങൾ കൊണ്ടും ചില സ്ത്രീകൾ വേശ്യാപ്പണിക്ക് പോകുന്നു. അവർ ചിലപ്പോൾ അവരുടെ നിസ്സഹായത കൊണ്ടായിരിക്കാം, അവരുടെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞത് ഒരു വേശ്യാസ്ത്രീയെ സമൂഹം എങ്ങനെ കാണുന്നു അതിലും മോശപ്പെട്ട സ്ത്രീയാണ് എന്നാണ് പറഞ്ഞത്. അത് അന്ന് മാത്രമാണ്, ഇന്ന് അങ്ങനെയാണെന്നല്ല. ഒരു വ്യക്തിയെക്കുറിച്ചും ആ പറയുന്ന സമയത്ത് ഉള്ള അവരുടെ നിലപാടനുസരിച്ചാണ്. അതിനുശേഷം അവർ നന്നാകല. ക്രിസ്തു പാപികളെ തേടിപ്പോയവനാണ്. ഏറ്റവും വലിയ പാപിനിയായ സ്ത്രീയെ മാനസാന്തരം മഗ്ദലന മറിയത്തെ മാനസാന്തരപ്പെടും. ഇന്ന് മഗ്ദലന മറിയം ഞങ്ങൾക്കൊരു വിശുദ്ധയാണ്. പക്ഷെ അന്ന് ഏറ്റവും വലിയ പാപിയായ സ്ത്രീയായിരുന്നു. അപ്പം ആ സമയത്ത് അവരെ ടാർഗറ്റ് ചെയ്യാൻ കാരണം ഷുബു പീഡിയക്കൽ എന്ന കത്തോലിക്ക സഭയുടെ ദൈവമായ ഞങ്ങളുടെ സ്വർഗസ്വനായ പിതാവായ ആയ ദൈവത്തെ ഒന്നാം പ്രമാണത്തെ വയ്ക്കുന്ന ഷുബു പീഡിയക്കലിനെ കൂട്ടിരുത്തി മോഡാക്കി സുവിശേഷം പറയാൻ അവർ ശ്രമിച്ചത് കൊണ്ടാണ്. രാവിലെ ഒരു റൂമിൽ പോയിരുന്ന് കൊന്തയെല്ലും, എന്നിട്ട് ബൈബിളും വായിക്കും, എന്നിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏറ്റവും വലിയ സഭാശത്രുവായ ദൈവനിന്ദകനായ ഗോറിയസ് കോസ്മന്റെ ആളുകളെ വിളിച്ചിരുത്തി റൂം നടത്തും. അപ്പോഴാണ് ഞാൻ ഇതിനെയാണ് ഇരട്ടത്താപ്പെന്നൊന്നും ഇതിന് പറയാൻ പറ്റില്ല. ഇത്രയും വൃത്തികെട്ടവൾ എന്നേ പറയാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അവരെ വേശ്യ എന്നല്ല പറഞ്ഞത്, വേശ്യയെക്കാളും മോശപ്പെട്ടവൾ എന്നാണ് ഞാൻ വിളിച്ചത്. താങ്ക് യു. താങ്ക് യു ഡിസംബർ. ഓക്കെ ഓക്കെ. എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിലവിൽ ഏറ്റവും ഇപ്പം കേരളം കത്തി നിൽക്കുന്നത് ഈ പറയുന്ന ബോച്ചെ ഹണിറോസ് ഇഷ്യൂ ആണ്. അത് ടിസൺ സാറിന്റെ നിലപാട് ബോച്ചയുടെ പ്രസ്താവനകളോടാണോ ഹണിറോസിന്റെ ഭാഗത്താണോ? സിമ്പിൾ ചോദ്യം. ബോച്ചെ പറഞ്ഞത് 100% തെറ്റാണ്. ബോച്ചയുടെ നിലപാടും തെറ്റാണ്. പക്ഷെ ഹണി റോസ് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ഈ ചെറിയവനുള്ള ഒരുവന് പാപകാരണമാകുന്നതിനേക്കാൾ ഭേദം അവൻ കഴുത്തിൽ തിരുകല്ല് കെട്ടി താക്കുന്നതാണ്. ഹണി റോസ് എന്ന് പറയുന്ന സിനിമാ നടി, അവളുടെ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി, അവളുടെ വീടിൻ്റെ ഒരു പ്രോഗ്രാം മനോരമയോ ആരോ ചെയ്ത് കിടക്കും. അവിടെ അവളുടെ വീടിൻ്റെ സ്വീകരണ റൂമിലൊക്കെ യേശു ക്രിസ്തുവിൻ്റെ പടം വെച്ചിട്ട് അതിനെ വർണ്ണിക്കുന്നുണ്ട്. കണ്ടോ, യേശുവിൻ്റെ പടമാണ്, അങ്ങനെയാണ്, ഇങ്ങനെ യേശുവിൻ്റെ കുരിശു രൂപമൊക്കെ വെച്ചിട്ട്. അവൾ ക്രിസ്ത്യാനിയാണെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും വലിയ പാപം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കഴുത്തിൽ തിരികൽ കെട്ടി താക്കേണ്ടവളാണ്. എന്താണ്? അവളുടെ വസ്ത്രധാരണത്തിലൂടെ അവൾ അനേകരെ വ്യഭിചാരത്തിലേക്ക്, അവളെ നോക്കി ഹൃദയം കൊണ്ട് പാപം ചെയ്യുന്ന വഴിയിലേക്ക് അവൾ നയിക്കുകയാണ് ചെയ്യുന്നത്. അവൾ എന്താണ് ചെയ്യേണ്ടത്? അവൾ ഞാൻ ക്രിസ്ത്യാനി അല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അത് ചെയ്തുകൊള്ളുക. പക്ഷേ ഒരേ സമയം ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവൾ അല്ലെങ്കിൽ വിശ്വാസപരമായി വലിയ തെറ്റാണ് ചെയ്യുന്നത്. അത്ര എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. ഓക്കെ. നമുക്കിനി അടുത്ത ചോദ്യം ആരാണ്? എനിക്കൊരു ചോദ്യമുണ്ട്. അല്ല, ജിസൻ ചേട്ടാ നമസ്കാരം. നമ്മൾ തമ്മിൽ ഒത്തിരി പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അതായത് ഈ യഹോവയെ പറയുമ്പോഴോ അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ പറയുമ്പോഴോ ഈ മാതാവിന്റെ കാര്യമോ എന്താണെങ്കിലും വിശ്വാസപരമായിട്ട് ഒരു കാര്യം ആൾക്കാർ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജിസൻ ചേട്ടൻ അത് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല. ജിസൻ ചേട്ടൻ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇസ്ലാം സമൂഹത്തിൽപ്പെട്ട ഒരാള് അവരുടെ വിശ്വാസത്തെ പറയുമ്പം അവര് പൊട്ടിത്തെറിക്കുവാണെങ്കിൽ ജിസൻ ചേട്ടൻ അവരെ ജിഹാദി എന്ന് വിളിക്കുന്നതിൽ എന്താ അർത്ഥമായിരിക്കുന്നത്? അവരെ ജിഹാദി എന്ന് വിളിക്കുന്നു, ജിസൻ ചേട്ടൻ ജിഹാദി അല്ലെന്നും പറയുന്നു. ഇതൊരു വലിയ ഇത് നിങ്ങൾ കാണിക്കുന്ന മോശമല്ലേ? ഇതിന് സിമ്പിളായിട്ട് ഒരു മറുപടി തരാം. പക്ഷേ താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് 100 അത്ര കറക്റ്റ് ഒന്നും അല്ല. എങ്കിലും വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. അവർ കടന്ന് ആശയപരമായിട്ട് പൊട്ടിത്തെറിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അരയ്ക്ക് ബോംബ് പറ്റി പൊട്ടിത്തെറിക്കുക,
കണ്ട ബെൻസ് ലോറിയും വണ്ടിയൊക്കെ ആൾക്കാരുടെ മണ്ടയിലേക്ക് പിടിച്ചു കയറ്റുക, വീട്ടിലിരിക്കുന്ന കർക്കത്തി എടുത്ത് കഴുത്ത കയറി വെട്ടുക, AK-47 നടക്കുന്ന താലിബാന് ഫണ്ട് ചെയ്യുക, അരിയും മലരും കുന്തിരിക്കവും കൊണ്ട് നടക്കുക, 24 മണിക്കൂറിനുള്ളിൽ തട്ടുക, തട്ടി കാണിക്കുക, ഇതൊക്കെ വരുമ്പോഴാണ് പ്രശ്നം. തീവ്രവാദം, ആശയപരമായ തീവ്രവാദം നമുക്ക് അനുവദനീയമാണ്. അത് ആശയപരമായി നിലനിൽക്കണം. ഇപ്പം നമ്മൾ ക്രിസ്ത്യാനിറ്റിയെ ഇപ്പം മുജാഹിദ് ബാലുശ്ശേരി അതിരൂക്ഷമായിട്ട് വിമർശിച്ചു. ഞങ്ങൾ അതേ രൂക്ഷതയിൽ തന്നെ മറുപടിയും കൊടുത്തു. പക്ഷെ അവിടെ നിൽക്കണം. അതിനപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ് അത് തീവ്രവാദമായി മാറുന്നത്. അതാണ് നമ്മൾ എതിർക്കുന്നത്. ഇപ്പം കഴിവുള്ളൊരു ഇപ്പം നമ്മുടെ റൂമിൽ വന്ന് ഇൻസൾട്ട് ചെയ്യാൻ ആശയപരമായി എതിർക്കുന്നവർക്കെല്ലാം നമ്മൾ മുന്നിടും. പക്ഷേ ആശയപരമായി എതിർക്കുക എന്നതിനേക്കാൾ ഉപരി ഇന്നിപ്പോൾ സിഫി വന്നതുപോലെ തെറി വിളിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ അവനെ ടോളറേറ്റ് ചെയ്യാറില്ല. അതേ സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മോശമായിട്ട് ഷിബു മീഡിയക്കിൽ പറഞ്ഞതിനേക്കാൾ മോശമായിട്ട് പറഞ്ഞൊരു വ്യക്തിയാണ് ഹരിപ്പാല. പക്ഷെ ഒരു പരിധിവരെ ആശയപരമായിട്ട് അയാൾ സംസാരിച്ചത് കൊണ്ടാണ് അയാളുമായിട്ട് സംവാദം നടത്തുകയും മറുപടി കൊടുക്കാൻ ഞാൻ തയ്യാറാകുകയും ചെയ്തു. ഞാൻ മറുപടി കൊടുത്ത് എൻ്റെ ഒരു പരിമിതി മൂലം വേണ്ടത്ര എഫിഷ്യൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. പക്ഷേ എനിക്കതിന് മറുപടി വിശ്വാസം ഉള്ളിലുണ്ട്, എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റുകയും ചെയ്യും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ വെറുതെ കളിയാക്കാനും തെറി വിളിക്കാനും വരുന്നവന്മാരെ ഞാൻ എന്ത് ചെയ്യാറില്ല. പിന്നെ പലപ്പോഴും ഇസ്ലാമിക ഭാഗത്തുനിന്ന് വരുന്നവർ അർബൻ ജിഹാദികളാണ്. എന്ന് പറഞ്ഞാൽ താലിബാനെ പോലെ, ISIS-നെ പോലെ, പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി ആശയപ്രചരണം നടത്തുന്ന ആളുകളാണ്. അവരെ ഞാൻ ഒരു തരത്തിലും ടോളറേറ്റ് ചെയ്തില്ല. താങ്ക് യു. ഒരു ചെറിയ ചോദ്യം കൂടെ, ഒരു ചോദ്യം കൂടെ, ഒറ്റ മെയിൻ ചോദ്യമാണ്. കാരണം താങ്കൾ എന്തായാലും ഒരു മിനിറ്റ് താങ്കൾ എന്തായാലും ഈ കാത്തോലിക് വിശ്വാസത്തിന്റെ പടയാളിയായിട്ട് നിൽക്കുമ്പോൾ താങ്കൾ അതിൽ നിന്ന് ഭിന്നമായി നിൽക്കുന്ന പെന്തക്കോസ്ത് വിഭാഗത്തെ കുറിച്ചും അവരുടെ ദൈവരാജ്യത്തിൽ അവർക്കുണ്ടാകാവുന്ന സ്ഥാനങ്ങളെ കുറിച്ചും താങ്കളുടെ വീക്ഷണം ഒന്ന് പറയാമോ? എൻ്റെ വിഷയമല്ല, കത്തോലിക്ക സഭയുടെ വിശ്വാസം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ കത്തോലിക്ക സഭയുടെ വിശ്വാസം അനുസരിച്ച് ഞാനൊരു കേവലം ഒരു മനുഷ്യനാണ്, ഞാനൊരു സഭാവിശ്വാസിയാണ്. സഭയുടെ പ്രബോധനമാണ് അതിനകത്ത് ഞാൻ ഫോളോ ചെയ്യേണ്ടത്. അതിൽ 2-ാം വത്തിക്കാൻ പ്രമാണ രേഖയിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറയാൻ നിൽക്കണേ വിശദമായിട്ട് പറയണം. ഇപ്പം ഞാനൊരു കത്തോലിക്കനായത് ഓക്കെ, ഞാനൊരു അഗ്നോസ്റ്റിക് ലെവലിൽ നിന്ന് ദൈവവിശ്വാസത്തിലേക്ക് വന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്കൊക്കെ പോയ ഒരു വ്യക്തിയാണ്. എങ്കിലും നല്ലൊരു ശതമാനം മതവിശ്വാസികൾ ആ മതത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് അതിൽ വിശ്വസിച്ചു പോകുന്ന ആളുകളാണ്. നല്ലൊരു ശതമാനം പെന്തക്കോസുകാരും അതിൽ ജനിച്ചു വളർന്നുകൊണ്ട് അത് വിശ്വസിച്ചു പോകുന്ന ആളുകളാണ്. പക്ഷെ ഞങ്ങളുടെ വിശ്വാസം പരിശുദ്ധാത്മാവ് തങ്ങളുടെ വചനവ്യാഖ്യാനം അവർ 100% തെറ്റല്ല. ഒരു പെന്തക്കോസുകാരനെ ക്രിസ്ത്യാനി എന്ന് തന്നെയാണ് കത്തോലിക്ക സഭ വിളിക്കുന്നത്. പക്ഷേ പൂർണ്ണത എത്തിയവരല്ല. അപ്പം നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്നാണ് വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം അവരെ ഘട്ടം ഘട്ടമായി പരിശുദ്ധാത്മാവ് പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് നയിക്കുമ്പോൾ അവർ അവസാനം കത്തോലിക്ക വിശ്വാസത്തിൽ എത്തിച്ചേരും. ആ യാത്രക്കിടയിൽ എപ്പോഴെങ്കിലും ദൈവം അവരെ നയിക്കുന്ന സമയത്ത് അതിനെ മറുതലിച്ചു കഴിഞ്ഞാൽ ആ കാരണത്താൽ തന്നെ അവരെന്ത് ചെയ്യും? ദൈവത്തെ എതിർത്തവരായിത്തീരും. പക്ഷെ അത് നമുക്ക് 100% പറയാൻ പറ്റില്ല. അത് എന്താണ്, ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. അവരുടെ മനസാക്ഷിക്കും ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് പെന്തക്കോസുകാർ മൊത്തം നരകത്തിൽ പോകുന്നൊന്നും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുമില്ല, എനിക്കത് പറയാനും പറ്റത്തില്ല. പക്ഷേ ഒരു കത്തോലിക്ക വിശ്വാസി പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് ബോധപൂർവം പോയി കഴിഞ്ഞാൽ, സഭയുടെ വിശ്വാസം പഠിക്കാതെ പോയി കഴിഞ്ഞാൽ അത് സത്യവിശ്വാസത്തെ ഉപേക്ഷിച്ച് അപൂർണ വിശ്വാസത്തിലേക്ക് പോകുന്നതായതുകൊണ്ട് അത് ദൈവനിഷേധമായി മാറും. അയാൾ നരകത്തിൽ പോകാനാണ് സാധ്യതയെന്ന് കത്തോലിക്ക സഭയുടെ ചില ടീച്ചിങ്ങുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. താങ്ക് യു. ഇതിന്റെ ഒരു വിശാല അർത്ഥത്തിൽ വരുമ്പോൾ ഒരു സ്വന്തം ഒരു 2 നിരീശ്വരവാദി മാതാപിതാക്കളുടെ ഒരു കുഞ്ഞു വരുന്നു. അവൻ ചെറുപ്പം തൊട്ടേ അവനെ അവർ പഠിപ്പിച്ചു വരുന്നത് കട്ടയായ നിരീശ്വരവാദമാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവന് പ്രായപൂർത്തിയൊക്കെ ആകുന്നതിന് മുമ്പ് അവനങ്ങ് മരിച്ചു. ചില സാഹചര്യങ്ങൾ അവനൊരു ഈശ്വര വിശ്വാസത്തിൻ്റെ ചിന്തയിലേക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരു സാഹചര്യം അവന് കരുതുന്നതിന് മുമ്പെയാണ് അവനങ്ങ് മരിച്ചെന്ന് വിചാരിക്കുക. അവൻ നരകത്തിൽ പോകുന്നൊന്നും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ല. കാരണം അവൻ്റെ കുറ്റം കൊണ്ടല്ല അവൻ നിരീശ്വരവാദിയായി മാറിയത്. അപ്പോൾ അതേ സ്ഥാനത്ത് അവൻ്റെ ആത്മീയ യാത്രയിൽ അവൻ സത്യസന്ധനാണെങ്കിൽ സത്യത്തിൻ്റെ ആത്മാവ് അവനെ ഘട്ടം ഘട്ടമായി ഈശ്വര വിശ്വാസത്തിലേക്ക് നയിക്കും. ഈ നയിക്കുന്ന സമയത്ത് അവൻ്റെ മനസാക്ഷിയെ വഞ്ചിച്ച് അവൻ കപടത കാണിച്ചെങ്കിൽ മാത്രമേ അവൻ നരകത്തിൽ പോകുള്ളൂ. അല്ലെങ്കിൽ അവൻ്റെ ജീവിതകാലത്തിൽ എപ്പോഴെങ്കിലും അവൻ ഈശ്വര വിശ്വാസത്തിൽ എത്തിക്കും, അല്ലെ ദൈവം അവനെ എത്തിക്കും, അവൻ സത്യസന്ധനാണെങ്കിൽ. താങ്ക് യു.
ഓക്കെ, ഡിസംബർ ഞാൻ എല്ലാവരുടെ നമസ്കാരം. ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ? അല്ല, ഒരു സെക്കൻഡ് ആച്ച, സോറി, ഒരു സെക്കൻഡ് പി ജെ, ഒരു സെക്കൻഡ്, ഞാൻ ഈ ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ തരാം. ജസ്റ്റ് ചേട്ടാ, നിങ്ങൾ ഈ നിരീശ്വരവാദികളെ അല്ലെങ്കിൽ നിരീശ്വരവാദം പറയുന്നവരെ ഒത്തിരി വളരെ മോശമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. എന്നോടും നമ്മൾ തമ്മിൽ ഒത്തിരി ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ റൂമിൽ നിന്ന് ഔട്ടാക്കിയിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ എന്റെ ചോദ്യം, ഈ നിരീശ്വരവാദം പറയുന്നവരെല്ലാം മോശക്കാരാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടോ? പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പറയാറുണ്ട് നിരീശ്വരവാദി അതിന് എന്നെ ഈ തന്നെ ഒരു പോയിന്റിന് മറുപടി പറയാം. കാരണം ഇത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ മോസ്റ്റിനോട് ഞാൻ ഇടപെടുന്നത് മോസ്റ്റ് അല്ല, സീറോ മോസ്റ്റിന് സീറോ സീറോ. അല്ല, സീറോയ്ക്ക് ഒരു MR. ശരിക്കും പറഞ്ഞാൽ താങ്കൾക്ക് ഒരു പച്ചയായ നിരീശ്വരവാദം അറിയത്തില്ല. താങ്കൾക്ക് ഒരു ആശയപരമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നിരീശ്വരവാദി. ഞാനൊരു യുക്തിവാദിയായ ദൈവവിശ്വാസിയാണ്. യുക്തിവാദികളോട് സംസാരിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നതും യുക്തിവാദം അങ്ങനെയുള്ള ആശയങ്ങളിലാണ്. കാരണം ഇന്റലക്ച്വലി ആണ് എനിക്ക് കൂടുതൽ. താങ്കൾക്ക് അതിൻ്റെ ഒരു നിലപാട്, താങ്കൾ പലപ്പോഴും വന്ന് സംസാരിക്കുന്നത് ഒരുതരം കൂതറ വർത്താനം എന്ന് പറയല്ലേ. അതുകൊണ്ടാണ് താങ്കളോട് ഞാൻ മോശമായിട്ട് ഇടപെടുന്നതും താങ്കളെ റിമൂവ് അടിക്കുന്നതും ഒക്കെ. ഇതാണ് അതിനുള്ള മറുപടി. ഇനി അടുത്ത ചോദ്യം ചോദിച്ചോളൂ. ഓക്കെ, അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലബ് ഹൗസിലുള്ള മിക്ക നിരീശ്വരവാദികളെ നിങ്ങൾ റിമൂവ് അടിച്ചിട്ടുണ്ട്, റൂമിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത് കൂതറയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ എങ്കിലും ഇല്ല, ഞാൻ ഈ ഇപ്പൊ ഉദാഹരണം മനുഷ്യൻ പറഞ്ഞാൽ പറയട്ടെ, ചോദ്യം തീർക്കട്ടെ. ഇല്ല, അവിടെ ഓരോ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ കൂതറ നമ്മളെ നിരീശ്വരവാദികളെ ഞാൻ കൂതറ അടിച്ചിട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ LJ ഞാൻ ഇന്ന് വരെ റിമൂവ് അടിച്ചായിട്ട് ഓർക്കുന്നില്ല. എത്രയോ മാന്യമായി സംസാരിക്കുന്ന, എന്നാൽ ആശയപരമായി സംസാരിക്കുന്ന എത്രയോ നിരീശ്വരവാദികളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നെ പണ്ടാർത്തുള്ള റിമൂവ് മണിക്കൂറുകൾ അടിച്ചിട്ടൊന്നുമില്ല, എന്നെ ഇതുവരെ റിമൂവ് അടിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളെ ഗസ്റ്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് നമ്മൾ അങ്ങനെ വല്ലാണ്ട് ക്വസ്റ്റ്യൻ കുഴപ്പം ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് അതിന് മറുപടി പറയാൻ അവസരം ഓക്കെ, തന്നാൽ മതി. താങ്ക് യു. അല്ല, ഞാനൊരു ചോദ്യം ഒറ്റ ചോദിച്ചോട്ടെ? കാര്യം കൂടെ ഞാൻ ആ ചോദ്യം കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയേക്കാം. അതായത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം ജസ്റ്റിൻ എന്നോട് ചോദിച്ചു, നിനക്കൊരു ബുക്കുണ്ടോ എന്ന് ചോദിച്ചു. അതായത് ഒരു മനുഷ്യന് ഒരു ബുക്ക് വേണോ അവനൊരു മോറലായിട്ട് ജീവിക്കാൻ? ഈ ഒരു ചോദ്യം ചോദിച്ചതിന് നിങ്ങൾ അവിടെ തന്നെ റിമൂവ് അടിച്ചു ഇറക്കി വിട്ടു. അല്ല, അതിനൊന്നും അല്ല ഇറക്കി വിട്ടത്. ഒരു ചോദ്യം ചോദിച്ചാൽ ഒന്നെങ്കിൽ അതിന് ഉത്തരം പറയണം, അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം. അതിന് തിരിച്ച് മറുചോദ്യമല്ല ചോദിക്കുന്നത്. ആ ഉത്തരം പറഞ്ഞിട്ട് മറുചോദ്യം ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. താങ്കൾ അവിടെ ഞങ്ങൾ ഒരു 25 തവണ ചോദ്യം ചോദിച്ചു, താങ്കൾക്ക് ഉത്തരം പറയല, പക്ഷെ മറുചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. വെറും വേസ്റ്റ്. അതുകൊണ്ടാണ് റിമൂവ് അടിച്ചത്. ഓക്കെ ബ്രൂസേ, നമുക്ക് എല്ലാവരിലേക്കും ഇവിടെ പോകാം. എന്റെ ചോദ്യത്തിന് ആൻസർ കിട്ടിയില്ല ആചാ. അല്ല ബുക്ക് അത് വേണമെന്നുള്ള ചോദ്യത്തിന് അത് ആൻസർ കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ബ്രൂസേ അത് മതി, അത് കുഴപ്പമില്ല. നേരത്തെ ഉണ്ടായിരുന്നതാണ് ടിൻസന് കൂടെ ചാൻസ് അല്ലാതെ കൊടുക്കണം. ടിൻസൻ അതെ താങ്കൾ നമുക്ക് എൻ്റെ കൂടെ എനിക്ക് മോശം വന്നത് എൻ്റെ റൂമിൽ സ്ഥിരം വരുന്ന ആളാണ്. താങ്കളെ ഞാൻ റിമൂവ് അടിച്ചത് ചോദിച്ച ചോദ്യത്തിന് ഒരു ആശയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയണം. തിരിച്ചെന്നിട്ട് താങ്കൾ എന്നോട് ചോദിക്കണം, അപ്പം ഞാൻ ഉത്തരം പറയണം. പക്ഷേ ഷാർപ്പായ ചോദ്യം താങ്കളിലേക്ക് വന്നപ്പം താങ്കൾ എന്ത് പറഞ്ഞാലും ഉത്തരം പറയാല, തിരിച്ച് മറുചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അല്ല, അവിടെ ചർച്ച അങ്ങനെയാണെങ്കിൽ നടക്കുന്നത്. ആ അതുകൊണ്ടാണ് ബുക്ക് താങ്കളെ വേണോ ഞാൻ എന്നുള്ള ചോദ്യത്തിന് ആൻസർ തരാമോ? ഇല്ലെങ്കിൽ വേണ്ട, വിട്ടേക്ക്, ഞാൻ നിർത്തി. എന്താ ബ്രോ, അങ്ങനെ ഇപ്പൊ ആൻസർ കൊടുക്കണം നിർബന്ധമില്ല. ഇവിടെ താങ്കളാണ് ചീഫ് എന്താ ഗസ്റ്റ്. ചോദ്യം എന്താണ്? എന്നാ ചോദിക്കുക, ചോദിക്കുക. ഇല്ല സീറോ ഇല്ല ഉത്തരമൊക്കെ ഇല്ല, പറയാം. ചോദ്യം അടുത്ത ആളിലേക്ക് പോട്ടെ. സാക്ഷി പറഞ്ഞു. ഇതാണ് പ്രശ്നം. രണ്ട് കളി കള്ളക്കളി. എനിക്ക് അടുത്ത ചീഫ് ആൾ ഉത്തരം ഗസ്റ്റിനോട് കൊടുക്കും. ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരം തരുമോ? ഒരു സെക്കൻഡ് ഞാൻ കുറെ നേരെ ഈ സീറോന്റെ മുന്നേ ചോദിക്കണമെന്നാണ് ഞാൻ. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക് കുറച്ച് ഇങ്ങനെ ക്ഷമ കുറവാണ്. സോ ഫസ്റ്റ് ടൈമാണ് ഞാൻ നിങ്ങളെ സംഭവം മൊത്തം കേൾക്കുന്നത്. ഈ കേട്ടിടത്തോളം തോന്നിയത് അത്യാവശ്യം CH-ലുള്ള പോരാളികളായ നിരീശ്വരത്തിനെക്കാട്ടും കുറച്ചുകൂടി ഒരു റിയാലിറ്റീനെ പറ്റിയൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. സോ ചോദിച്ചാൽ നിങ്ങൾ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ ഈ മതം മാറ്റം എന്നുള്ളത്. അത് ഞാനൊരു പൊളിറ്റിക്കൽ രീതിയിൽ ചോദിക്കാമെന്ന് കൂട്ടിക്കോ. എനിക്ക് അതിലേ ഒരു സംശയമുള്ളൂ. ഈ പ്രലോഭനം വഴി അത് നിങ്ങൾ ഡിനോമിനേഷൻ ഒന്നും എടുക്കണം കേട്ടോ. പൊതുവെ ഒരു ക്രിസ്ത്യാനിറ്റി എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. കാരണം ഡിനോമിനേഷൻ എടുക്കണം. കാരണം നമുക്കറിയാം ആരൊക്കെയാണ് എങ്ങോട്ടൊക്കെയാണ് മാറ്റുന്നതൊക്കെ നമുക്കറിയാം. പക്ഷെ പൊതുവെ ചോദിക്കുക, ഒരു പ്രലോഭനത്തിൽ ഈ മതം മാറ്റം നിങ്ങൾ ആശയം പറഞ്ഞ് മാറുന്നത് ഫൈൻ. ഈ പ്രലോഭനത്തിലുള്ള മതമാറ്റം നേരത്തെ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞു, ചില പ്രലോഭനത്തിൽ മതം മാറ്റിയേക്കാം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ചോദിക്കുക. അപ്പം അതിനെപ്പറ്റി എന്താ ഈ മതം മാറ്റത്തെ പറ്റി എന്താ ഒപ്പീനിയൻ? അതൊരു ആശയമൊക്കെ അല്ലാതെ അതിന് അപ്പുറത്തേക്ക് പോകുന്നതിന് നിങ്ങൾ എതിർക്കുന്നുണ്ടോ അതോ ഇല്ലേ എന്നുള്ളൊരു സാധനം അറിയാനാ. ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. പ്രലോഭനത്തിലുള്ള ഏത് തരത്തിലുള്ള പ്രലോഭനവും
സമ്മർദ്ദവും രോഗശാന്തി കൊടുത്തിട്ട് ചില ചില ആളുകൾ എനിക്കറിയാം, ചില ചില രോഗശാന്തി വരമുള്ള ആളുകളുണ്ട് ഞങ്ങളുടെ ഇടയിൽ. അവർ കൈവച്ച് ഒക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രോഗശാന്തി കിട്ടും. ഈ രോഗശാന്തി കൊടുത്തിട്ട് അത് കാണിച്ച് മതം മാറ്റുന്നത് പോലും തെറ്റാണ്. ഒരാൾ ക്രിസ്തു മതം സ്വീകരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ കേട്ട് അത് ശരിയാണെന്ന് അവൻ്റെ മനസാക്ഷിയിൽ തോന്നി ഈ ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് അവൻ മതം മാറേണ്ടത്. അല്ലാതെ മറ്റേത് തരത്തിലുമുള്ള മതം മാറ്റവും തെറ്റാണ്. ഇങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷ പ്രാപിക്കും. അപ്പം വിശ്വസിക്കാതെ സ്നാനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ആകുന്നവന് രക്ഷ പ്രാപിക്കില്ലെന്ന് മാത്രമല്ല, അവൻ സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കുന്ന ഒരു കള്ളനായി മാറുകയും ചെയ്യും. അപ്പം ഒരു ബ്രെഡിൻ്റെ പേരിലോ മറ്റെന്തിൻ്റെ പേരിലോ ഒരു പ്രലോഭനത്തിൻ്റെ ഭാഗമായി മതം മാറുന്നവൻ വിശ്വസിച്ച് മതം മാറുന്നവനല്ല, മറ്റ് ചില താല്പര്യങ്ങളുടെ പേരിൽ മതം മാറുന്നതാണ്. അത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം 100% തെറ്റായ കാര്യമാണ്. ഇപ്പോൾ ഒരു കത്തോലിക്ക സഭയിൽ ഒരാൾ കത്തോലിക്കനാണെന്ന് പറഞ്ഞാൽ അവനൊരു 1 വർഷത്തിന് മുകളിൽ ഒരു പ്രൈമറി സ്റ്റേജ് ഉണ്ട്. അവൻ യഥാർത്ഥത്തിൽ വിശ്വസിച്ചു എന്ന് ബോധ്യം വന്നെങ്കിൽ മാത്രമേ അവനെ ബാപ്റ്റിസം കൊടുക്കുകയുള്ളൂ. ഈ രീതിയിലാണ് സ്വീകരിക്കേണ്ടത്. താങ്ക് യു. ഓക്കെ, ഇതിനൊരു ചെറിയൊരു ഉപചോദ്യം കൂടി ചോദിക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ പൊതുവെ നടക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം നേരത്തെ ആരോഗ്യനെ പറഞ്ഞു ഈ സംഘപരിവാർ എന്നുള്ളത്. ഞാൻ പൊളിറ്റിക്സ് വെച്ചിട്ട് തന്നെ ചോദിക്കുക, ഞാനൊരു സംഘപരിവാർ അനുകൂലിക്കുന്ന ആളാണ്, അത് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. സോ ഇവിടെ പൊതുവെ ഈ പ്രശ്നം വരുന്നത് ഈ പ്രലോഭിച്ച മതമാറ്റം, ഈ ആശയ മതമാറ്റം ഒന്നും പ്രത്യേകിച്ച് ആർക്കും മനസ്സിലാവുന്നില്ല. ഈ പ്രലോഭിച്ചുള്ള മതമാറ്റങ്ങളും ഈ പറഞ്ഞ എന്തെങ്കിലും ഓഫർ, ഞാൻ അതിനൊരു കോമഡി ആയിട്ട് പാൽപ്പൊടി പഞ്ചസാര എന്നാണ് പറയാറ്. ഈ പാൽപ്പൊടി പഞ്ചസാര, അപ്പം ഇങ്ങനത്തെ ഒരു മതമാറ്റം ചെയ്യുന്നതിനെതിരെ ആളുകൾ പ്രതികരിക്കുമ്പോൾ താങ്കളുടെ ഒരു അഭിപ്രായം എന്തായിരിക്കും? മീൻസ് അതിനെതിരെ പ്രതികരിക്കണം പറഞ്ഞു തന്നാലും ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കാന്ന് കൂട്ടിയാൽ മതി. ഇപ്പോൾ ഒരു പാൽപ്പൊടി പഞ്ചസാര എന്ന് ഞാൻ അതിനെ കോമഡി ആയിട്ട് പറയാറ്. അങ്ങനെ ഒരു മതം മാറ്റം ഒരു വിഭാഗം, ഞാൻ പറയാം ഡിനോമിനേഷൻ ഒന്നും എടുക്കണ്ട, പൊതുവെ പറഞ്ഞാൽ മതി. ഞാൻ അതൊരു താങ്കളെ കുറെ ചെയ്യുമ്പോൾ നേരമായി പറയുന്നത്, മറുപടി തരാം, വളരെ ഈസി ആയിട്ട് മറുപടി തരാം. അപ്പൊ താങ്കൾ അതിനെതിരെ ആരെയും പ്രതികരിച്ച താങ്കളുടെ ഒരു അല്ല, അഭിപ്രായം ഞാൻ മറുപടി തരാം, എടുത്താൽ മറുപടി കേൾക്ക്. താങ്കൾ ഈ പാൽപ്പൊടി മാത്രം പറഞ്ഞത് താങ്കൾ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു വ്യാജ പ്രചരണമാണ്. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് സാധാരണഗതിയിൽ ഈ ചില പെന്തക്കോസ് പാസ്റ്റർമാരുടെ കാര്യം എനിക്കറിയത്തില്ല, അവരുടെ കാര്യം ഞാൻ പറഞ്ഞത്, ശരിയായ ഇവാഞ്ചലിസ്റ്റുകൾ ചെയ്യുന്നത് ഒരു സമൂഹത്തിലേക്ക് ചെന്നാൽ അവിടെയുള്ള അധസ്ഥിതർക്ക് ഗുണം ചെയ്യുന്ന പ്രവൃത്തിയാണ് ചെയ്യുക. ഇപ്പം അവരവിടെ സ്കൂൾ തുടങ്ങും, അവിടെ പാവപ്പെട്ട ഭക്ഷിക്കാൻ ഇല്ലാത്തവന് പാൽപ്പൊടി കൊടുക്കും, ഗോതമ്പ് കൊടുക്കും, പട്ടിണി കിടക്കുന്നവന് അത് കൊടുക്കും, അവനെ എഴുത്തും വായനയും പഠിപ്പിക്കും. ഇതാണ് എന്താണ് മെഡിക്കൽ ഫെസിലിറ്റികൾ ഉണ്ടാക്കി കൊടുക്കും. അവനെ ഒരു സാമൂഹികമായി ശക്തരാക്കി മാറ്റുന്ന പണിയാണ് ആദ്യം ചെയ്യുക. അല്ലാതെ വിശന്ന് ചാകാൻ കിടക്കുന്നവനോട് യേശു ക്രിസ്തു ദൈവമാണെന്ന് യേശുവിൽ വിശ്വസിക്കുക, വെള്ളത്തിൽ മുങ്ങട എന്ന് പറയുന്നതല്ല ക്രിസ്ത്യാനിറ്റി. വിശന്ന് ചാകാൻ കിടക്കുന്നവൻ ആദ്യം വിശപ്പിനുള്ള ഭക്ഷണം കൊടുക്കും, അതിനുശേഷം ആ സ്നേഹത്തിൽ നിന്ന് അവനോട് സുവിശേഷം പറയും. പലപ്പോഴും വടക്കേ ഇന്ത്യയിലുമൊക്കെ സംഭവിക്കുന്ന ഇതാണ്. അവർ ചെല്ലുന്ന ഹള്ളികളിലും ഗ്രാമങ്ങളിലും ആദിവാസി മേഖലകളിലുമൊക്കെ വലിയ അവികസിത അവസ്ഥകളും അവിടുത്തെ ജമാന്താരുടെ അടിമകളായി പണിയെടുക്കുന്നതുമൊക്കെയായ ജാതി വ്യവസ്ഥയുടെയൊക്കെ പിടിയിൽപ്പെട്ട് കിടക്കുന്ന അനേകം ആളുകളാണ് ഉണ്ടാകുക. അവരുടെ ഇടയ്ക്ക് ചെയ്യുന്ന ഇവാഞ്ചലിസ്റ്റുകൾ അവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കും, വിറ്റാമിൻ കൊടുക്കും, മെഡിക്കൽ ക്ലിനിക്കുകൾ നടത്തും, വിദ്യാഭ്യാസം കൊടുക്കും. അങ്ങനെ അവർ ക്രിസ്തുവിൻ്റെ സ്നേഹം അവരുടെ ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കും. സ്വാഭാവികമായും ആ സമൂഹം കുറച്ചും കൂടെ ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സുവിശേഷം അവരോട് പറയും, അവർ അത് ഇഷ്ടപ്പെട്ട് ക്രിസ്ത്യാനികളായി മാറുകയും ചെയ്യും. ഇതിനെ പാൽപ്പൊടി വിതരണമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പറയും, നിങ്ങൾക്ക് എന്നാ കൊടുത്താൽ പോരെ. ഇപ്പൊ ഇവാഞ്ചലിസ്റ്റുകൾ പാൽപ്പൊടി കൊടുക്കുന്നുണ്ടെങ്കിൽ RSSകാർക്ക് കൊണ്ടുപോയി പാൽപ്പൊടിയും ഗോതമ്പൊക്കെ കൊടുത്താൽ പോരെ, പ്രശ്നം തീരത്തില്ലേ? അപ്പൊ അതവർ ചെയ്യത്തുമില്ല. വടക്കേന്ത്യയിലൊക്കെ ഉള്ള ഇപ്പോഴും ജമ്മികളുടെ അടിമകളായി ഗുജറാത്തിലുമൊക്കെ കിടക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഇന്നും അവരുടെ ജമ്മി സ്ഥലങ്ങളിൽ പണിയെടുത്ത് അവരുടെ അടിമകളായി ജീവിക്കുകയും ചെയ്യും. എന്നിട്ട് ആരെങ്കിലും അവരെ എഴുത്തും വായനയും പഠിപ്പിച്ച് ഈ വിദ്യാഭ്യാസത്തിലേക്കും ആധുനിക പൗരത്വത്തിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവർ പാൽപ്പൊടി കൊടുക്കുന്ന മതമാറ്റ ലോബിയായി ചിത്രീകരിക്കുകയും ചെയ്യും. ഇത് ഒരു വലിയ അജണ്ടയുടെ ഭാഗമാണ്. ഇതൊന്നും ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ചോദ്യമൊന്നുമില്ല. ഓക്കെ, ക്ലിയർ ആണ്. താങ്ക് യു. നമുക്കിനി നമുക്കെന്നാ ഒരു നമ്മുടെ പാനലിൽ മുമ്പ് വന്നിട്ട് ചോദ്യം ചോദിക്കാത്ത കുറച്ച് ഗസ്റ്റുകളും കൂടെ ഉണ്ട്. നമുക്ക് അവരിലേക്ക് ഒരു റൗണ്ട് പോയിട്ട് നമുക്ക് മോഡറേറ്റേഴ്സിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ടിൻസൺ ഉണ്ട്, അതുപോലെ PJ ഉണ്ട്, ജോൺ സാറുണ്ട്. ടിൻസൺ കേൾക്കുന്നുണ്ടോ? അജൻജി ടിൻസൺ ഇല്ലെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ.
ടിസൻ ബ്രദറെ, ഞാൻ താങ്കളെ ഒരുപാട് പ്രാവശ്യം ശ്രദ്ധിക്കാറുള്ള ആളാണ്. താഴെ ഇരുന്ന് താങ്കളുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ മൂലം സി എച്ചിൽ നിന്ന് ഒരുപാട് യുക്തിവാദികൾ തിരികെ ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് തിരികെ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, താങ്കൾക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും താങ്കളുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഈ യുക്തിവാദികൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാ യജ്ഞം നടത്തിക്കൂടെ? കൂടുതൽ യുക്തിവാദികൾ ഒരുപക്ഷെ അവരവരുടെ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകാൻ അത് സഹായമാകില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ആരെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ അവർക്ക് വേണ്ടി എല്ലാം നന്നായി പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ പ്രാർത്ഥനയിൽ അതുണ്ട്. അത് എൻ്റെ ഞാനൊരു പ്രയർ ശുശ്രൂഷ അല്ലല്ലോ നടത്തുന്നത്. അപ്പം ഞാൻ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും എൻ്റെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴുമൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ തെറി പറയുകയും എതിർക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുക. ജിഹാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ട് അതതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. താങ്ക് യു. വളരെ നന്ദി വിൻസി വിൻ ടിസൻ പാസ്റ്റർ. എനിക്ക് ഉപചോദ്യമില്ല. താങ്കൾക്ക് എല്ലാ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. താങ്ക് യു വിൻസി. നമുക്കെന്നാൽ ടിൻസനെ വിളിച്ചിരുന്നു, ടിൻസൺ കേൾക്കുന്നില്ല. എങ്കിൽ നമുക്ക് പി ജെ ബ്ലിക്ക് ചെയ്തിരുന്നു. പി ജെ സാർ. ടിസൺ ബ്രദറെ നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഹണി റോസ് ഒരു സിനിമ അഭിനയ ഒരു കരിയറായിട്ട് സ്വീകരിച്ച വ്യക്തിയാണ്. അപ്പോൾ ഓരോ സാഹചര്യങ്ങൾക്കും ഓരോ കരിയറിനും അണങ്ങുന്ന വസ്ത്രധാരണം അല്ലേ ചെയ്യേണ്ടത്? ടിസൺ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ടിസൺ ബ്രദർ സൂട്ടും കോട്ടും ഇട്ട് വരുന്നുണ്ടല്ലോ. അതുപോലെ ഹണി റോസ് ഒരു മൂവി ആക്ട്രസ് ആണ്. അപ്പോൾ ആ വ്യക്തി അതിന് അനുയോജിച്ച ഒരു കരിയർ, അതിൽ വിജയിക്കണം എന്ന് ആഗ്രഹമുള്ള നല്ല ബുദ്ധിബോധമുള്ള ഒരു സ്ത്രീയാണ്. സാക്ഷി നോ എന്ന് കാണിച്ചുകൊണ്ട് ആ ക്വസ്റ്റ്യൻ വിടുകയാണ്. അതൊരു ഹിപ്പോക്രസിയിലും ചോദിക്കാനാണ് വന്നത്. ഇവിടെ മെയിൻ മോഡറേറ്റർ. അല്ല, നല്ല ചോദ്യമാണ്. അത് നിങ്ങൾ എന്താണ് അപ്പൊ അതിലൊരു ഹിപ്പോക്രസി ഇല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അത് അത് ആരും എക്സ്പോസ് ചെയ്തൊന്നും കാണിച്ച് ഞാൻ കണ്ടില്ല. പക്ഷെ അത് കാണുന്നവരുടെ കണ്ണില് എപ്പോഴും ലൈംഗികപരമായിട്ട് മോശമായി കാണുന്നതുകൊണ്ടല്ലേ അത് മോശമായിട്ട് തോന്നുന്നത്. അല്ലാതെ ഹണി റോസ് വന്ന് ചട്ടയും മുണ്ട് എടുത്തുകൊണ്ട് വരണം എന്നാണോ ടിസൺ ഉദ്ദേശിക്കുന്നത്? അതോ ഏതാണ് ക്രിസ്ത്യൻ പാരമ്പര്യം അനുസരിച്ച്, അതോ പർദ്ദ ഇട്ടുകൊണ്ട് വരണോ, എങ്ങനെയാ വേണ്ടതെന്നൊന്നും അഭിപ്രായപ്പെട്ട ഇതൊരു ഹിപ്പോക്രസി അല്ലേ? പിന്നെ ഇവിടെ നേരത്തെ പറയുന്നത് കേട്ടു ഗുജറാത്തിലെ, ഇതൊക്കെ ഒരു ഹിപ്പോക്രസി അല്ലേന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. പല ഹിപ്പോക്രസി അല്ല, ഇരട്ടത്താപ്പ് ഹിപ്പോക്രസിയാണ്. ഗുജറാത്തില് അവരെ കൊന്നതുപോലെ മലപ്പുറത്തെ മുസ്ലിങ്ങളെ വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്നത് താങ്കളല്ലേ യഥാർത്ഥ ടെററിസ്റ്റ് ഈ സോഷ്യൽ മീഡിയയിൽ? നിങ്ങളുടെ തോക്ക് കിട്ടിയാൽ നിങ്ങൾ കൊല്ലൂല്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അല്ലെ നിങ്ങളുടെ ആഹ്വാനം കേൾക്കുന്നവരെങ്കിലും? താങ്കളെ ഒന്ന് നിർത്താവോ? ഇയാള് വെറുതെ ചുമ്മാ നരേഷൻ പണിയാൻ വേണ്ടി വരും. ഇവിടെ നരേഷൻ ഒന്നും അല്ല. താങ്കൾ പറഞ്ഞതിന് ചോദ്യം പൂർത്തിയാക്കി മാത്രമാണ് ഞാൻ താങ്കൾ കുറെ ചോദ്യങ്ങൾ ചുമ്മാ ഒരു ഞാനൊരു മിനിറ്റ് ചോദ്യവും നിങ്ങൾ ഒരു മണിക്കൂറാണല്ലോ. ഞാൻ പറയാം. ടിസൻഡി എന്താ പറയാ, ചോദിക്കുന്ന ആളുകൾക്ക് ചോദ്യം കംപ്ലീറ്റ് ചോദിക്കാനുള്ള ഒരു അവകാശമുണ്ട്. വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഞാൻ മലപ്പുറത്ത് ഞാൻ പറഞ്ഞത് എന്താണ്? ഒരു പോപ്പുലർ ഫ്രണ്ടിനെ ഇന്ത്യൻ മിലിറ്ററി ഇറങ്ങി അതിനെ തകർത്ത് കളയണമെന്നാണ് പറഞ്ഞത്. മലപ്പുറത്ത് ഒരു അരയ്ക്ക് ബോംബും പൊട്ടി തീവ്രവാദ പ്രവർത്തനത്തിന് മലപ്പുറത്ത് ഒരു ബാങ്കിൽ കയറി പൊട്ടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെ ഒരു കൂട്ടം ഒരു 10-20 തീവ്രവാദികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവനെ വെടിവെച്ച് കൊള്ളണ്ട, അവൻ മുസ്ലിമാണ്, ഞമ്മന്റെ ജാതിയാണ്, അതുകൊണ്ട് അവൻ അങ്ങനെ പൊട്ടിക്കട്ടെ എന്ന് പറയണമെന്നാണോ പി ജെ പറയുന്നത്? പി ജെ, നിന്റെ അഭ്യാസമൊക്കെ നീ അങ്ങോട്ട് മടക്കി പോക്കറ്റ് വെച്ചാൽ മതി. നീ തീവ്രവാദിയാണെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി നിന്റെ മേൽ മിസൈൽ ഇട്ട് നിന്നെ പൊട്ടിച്ച് ഇന്ത്യയെ നശിപ്പിക്കാൻ നടക്കുന്ന ഇന്ത്യയെ മുഹമ്മദ് എന്ന ആ കള്ളപ്രവാചകന്റെ ഉത്തരവാദിത്തബോധമുള്ള ഒരു വ്യക്തി ഇങ്ങനെയാണോ സോഷ്യൽ മീഡിയയിൽ? ഞാൻ പറയാത്ത കാര്യം വ്യായിൽ തിരികെ എനിക്കെതിരെ നുണ പറയുന്ന നിന്നോട് ഞാൻ പറയാം, നീ ഒരു ഒന്നാന്തര അർബൻ തീവ്രവാദിയാണ്. നിന്നെ വ്യക്തമാണ്, മറുപടി വ്യക്തമാണ്. പി ജെ അദ്ദേഹം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആൻഡോ, നീ ആദ്യം പിടിച്ചിട്ടുള്ളത് ഈ ജിഹാദികളുടെ ഏറ്റവും വലിയ കാലം എന്താണ് ഞാൻ ഒരിക്കലും മലപ്പുറത്തെ തീവ്രവാദികളെ മുഴുവൻ പിടിക്കില്ല. മലപ്പുറത്ത് ഒരു അവിടെ കയറി നശിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇതാണ് ഇവന്മാരുടെ പണി. ജിഹാദികള് നുണ പറയുക. മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നതാണ്, കല്ല് വെച്ച നുണ പറയുക.
ടിസൻ ഒരു അദ്ദേഹം പറഞ്ഞ സെക്കൻഡ് അത് ഒരു സെക്കൻഡ് ആ, ആ ഇവിടെ പിന്നെ എന്താണ് പറഞ്ഞോ. ചോദിക്കുന്ന ആളുകൾ ടീനു അവിടെ ചോദിക്കുക. റെക്കോർഡ് ചെയ്തു, ടീനു പാസ് റെക്കോർഡ് ചെയ്ത പോലെ അല്ല പരിശുദ്ധാത്മാവ് എന്നും പറയുന്ന ഒരു ദിവസം റെക്കോർഡ് ചെയ്ത് ഞങ്ങളെ കേൾപ്പിക്കണം. പി ജെ ഒരു സെക്കൻഡ് നമ്മളെന്താ ഈ എടാ തുടക്കത്തില് പരിശുദ്ധാത്മാവല്ല, നിന്റെ സ്വയംഭോഗി മുഹമ്മദ് എന്ന് പറയുന്ന കള്ളപ്രവാചകനില്ലേ, അവന്റെ ടിസം പരിപാടിയാണ് ഈ ബ്രദർ ടിസം ബ്രദർ പരിശുദ്ധാത്മാവിനെ ടിസം ചൊരിയാൻ ബ്രദർ പറ്റും. നമുക്ക് ഒരു സെക്കൻഡ് ഞാൻ വാദികളുടെ കാതിൽ ഇടപെടുന്നുണ്ട്. നിന്നൊക്കെ നീ അല്ല പരിശുദ്ധാത്മാവിനെ ചൊരിയാൻ പറ്റില്ല, നാണം അല്ല, കെട്ടവൻ. ടിസൻ നിന്റെ ട്രിഗർ പെണ്ണുപിടിയോ ആവാതെ കള്ളപ്രവാചകൻ പരിശുദ്ധാത്മാവിന്റെ മുഹമ്മദ് മൊത്തം നബിയുടെ അടുത്ത് പോയിട്ട് നീ ചൊറിഞ്ഞോട് പറഞ്ഞാൽ എന്റെ അടുത്ത് ചൊറിയാൻ വരണ്ട. ടിസം ബ്രദർ ടിസൻ ടിസം ഒരു ബ്രദർ സെക്കൻഡ് ടിസം ബ്രദർ നമ്മളെ വൈൻഡപ്പ് ചെയ്യാറായ സമയത്ത് നമുക്ക് കുറച്ച് വൈകാരികമായി അല്ല, പോകേണ്ടതില്ല. അവൻ ചൊറിയാൻ വന്ന ഉം, അതിന് ഉം, മറുപടി കൊടുക്കുക, അവനൊക്കെ ഉം, കൊടുക്കേണ്ട കൊടുത്തു അല്ല വിട്ടില്ലെങ്കിൽ അല്ല ഉം. ടിസൻ ഒരു സെക്കൻഡ് അതെന്താ അറിയോ, ഈ ചോദ്യം ചോദിക്കുന്ന ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയുന്നത് കേട്ടെ ഒരു സെക്കൻഡ് മോഡ് എന്നുള്ള രീതിയിൽ പറയാം. ഈ ചോദിക്കുന്ന ആളുകൾ പല രീതിയിൽ നിങ്ങളെ മീൻസ് അറിയാലോ, അപ്പൊ നിങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങളെ പല രീതിയിൽ എന്താ പറയുക, അപ്പൊ ഈ പറഞ്ഞ വൈകാരികമൊന്നും വലിയ കുറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് നമ്മളെ മൂഡ് പോലെയും സാഹചര്യം പോലെയാണ്. പക്ഷെ അവർ പല രീതിയിൽ ശ്രമിക്കുമ്പോൾ ഞാനിവിടെ താങ്കൾ അതിന്റെ മിതമായ രീതിയിൽ ഉത്തരം പറയാൻ ശ്രമിക്കുക എന്നുള്ളൂ. എല്ലാവരും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. കാരണം ആളുകൾ പല ഓക്കെ രീതിയിലും പലതും കേക്ക് ശ്രമിക്കും. സഹോദരൻ, ഇവിടെ നിങ്ങൾ കേക്ക്, ഞാൻ വിചാരിക്കാതെ ഇവിടെ ഇത്ര മണിക്കൂർ ഇവിടുന്ന് സംസാരിക്കാന്നുള്ള ഗ്യാരണ്ടിയിലൊന്നും വന്ന ആളല്ല. കൊടുക്കേണ്ട സ്ഥലത്ത് ഞാൻ കൊടുക്കും. അർഹിക്കുന്നവന് അർഹിക്കുന്ന രീതിയിൽ മറുപടി കൊടുക്കും, അത്രേ ഉള്ളൂ. സിഫിക്ക് കൊടുത്ത്, അനാമികയ്ക്ക് കൊടുത്ത്. അന്നേരം ദൈവം ക്രിസ്തു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കല്ലേ അല്ല, ടീച്ചറെ, ഓക്കെ അത് ഓക്കെ തന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. എന്നെ ഓക്കെ ഇവിടെ ഓക്കെ ഓക്കെ എന്നെ സംസാരിക്കാൻ വിളിക്കുക, ഞാൻ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതല്ല. നിങ്ങൾ അതെ അതെ ക്ഷണിച്ചിട്ട് വന്നതാണ്. ഞാൻ എന്റെ മറുപടി അതെ സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കേട്ടാൽ ചേട്ടാ, മതി. നമുക്കിത് നല്ലതായിട്ട് വൈൻഡപ്പ് ചെയ്യാന്നേ, നമ്മൾ അതെ അടിവെച്ച് അതെ അതെ പിരിയണ്ട. അതെ ആ, അതെ അതെ ചേട്ടാ അതെ ഒരു മിനിറ്റ്. അടുത്ത ആളിലേക്ക് അതെ അടുത്ത ആളിലേക്ക് പോകാം. അടുത്ത ആളിലേക്ക് അവർക്ക് അടുത്ത പറയാനുള്ളത് ആളിലേക്ക് പറയാം, ജോണേട്ടൻ അവർക്ക് ജോണേട്ടനാണ് താല്പര്യമുണ്ടെങ്കിൽ ജോണേട്ടനാണ് ചോദിച്ചാൽ അടുത്ത ഉത്തരം ചോദ്യം. പറയും എന്ന് മാത്രം ഓക്കെ. പറയാം. വേറെ ആരും ഒരു അങ്ങനെ സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് സർ, ഒരു സെക്കൻഡ് അദ്ദേഹം അത് വേണമെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്തു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്താണെങ്കിലും മിലിറ്ററി ഇറങ്ങണം എന്നുള്ള ഒരു പരാമർശമായിട്ട് നടത്തിയാണ് എന്റെ ഓർമ്മ. അത് വേണേൽ നമുക്ക് റിപ്ലൈ അല്ല, വരുമ്പോൾ അതിനു പരിശോധിക്കാം. മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, ഗുജറാത്തിൽ ചില പോക്കറ്റുകൾ പാകിസ്ഥാൻ പോലെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ ചില മിനി പാകിസ്ഥാനുകൾ സൃഷ്ടിച്ചിരുന്നു. അവിടെ ചില സമയത്ത് പോലീസൊക്കെ എന്തെങ്കിലും നിയമപരമായ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ സ്ത്രീകളും കുട്ടികളും അടക്കം അവിടുത്തെ ജിഹാദി ടീമുകൾ ഒന്നിച്ച് എതിർക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ഗവൺമെന്റ് മിഷണറിക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു ചില കോളനികളായി അവിടുത്തെ ചില പോക്കറ്റുകൾ മാറിയിരുന്നു. ഇതുപോലെ മലപ്പുറത്താണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അവിടെ ഇന്ത്യൻ മിലിറ്ററി ജനങ്ങളല്ല ചെയ്യേണ്ടത്. കാരണം അവിടെ ഗുജറാത്ത് ചെയ്ത ജനങ്ങളാണ്, അത് ജനങ്ങളല്ല ചെയ്യേണ്ടത്. ഇന്ത്യൻ മിലിറ്ററി ഇറങ്ങി അത്തരം ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കാത്ത പ്രദേശങ്ങളെ ഇനി യുദ്ധം ചെയ്തിട്ടാണെങ്കിലും വെടിവെച്ചിട്ടാണെങ്കിലും തകർത്ത് കളയണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ കേട്ടത്. നമുക്കിവിടെ അത് പരിശോധിക്കാം. അത് അദ്ദേഹം വേറെ രീതിയിലാണ് അവതരിപ്പിച്ചത്. നമുക്കത് പരിശോധിക്കാം. താങ്ക് യു. നമുക്ക് ഇനി സംസാരിക്കാൻ ബാക്കിയുള്ളത് ജോൺ സാറുണ്ട്. ടിൻസനെ വിളിച്ചിരുന്നു കേട്ടോ. ടിൻസൺ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ജോൺ സാർ പറയും. ഓക്കെ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ടിൻസൺ, സോറി ടിസൺ. ആ, നിങ്ങൾക്കവിടെ എന്താ ഗുഡ് മോർണിംഗ് ആണോന്ന് എനിക്കറിയില്ലെങ്കിൽ ഞാൻ പറയാണ്. ഗുഡ് മോർണിംഗ്. നിങ്ങളെ പലപ്പോഴും ഞാൻ ഇതിനകത്തൂടെ ക്ലബ് ഹൗസ് എന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ് നിങ്ങളെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് യേശു ക്രിസ്തുവുമായിട്ട് എൻകൗണ്ടർ ഉണ്ടാകുകയും യേശു ക്രിസ്തുവിനോട് നിങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണെന്നാണ് നിങ്ങളിവിടെ പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും. അപ്പം ഞാൻ മനസ്സിലാക്കിയ ക്രിസ്ത്യാനികളൊക്കെ പറയുന്നത് യേശു ക്രിസ്തുവിനെ എൻ്റെ ശിഷ്യന്മാരെ കാണുന്നവരൊക്കെ യേശു ക്രിസ്തുവിനെ കാണുന്നതായിട്ടാണ്, യേശു ക്രിസ്തുവിൻ്റെ ഭാവങ്ങളൊക്കെ അവരിലൂടെ കാണിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ ടിസനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ക്ലബ് ഹൗസ് പ്ലാറ്റ്ഫോമിൽ ടിസൺ മനസ്സിലാക്കുന്നത് യേശുക്രിസ്തുവിലുള്ള ഏത് ഭാവമാണ്, അല്ലെ യേശുക്രിസ്തുവിൻ്റെ ഏത് സ്വഭാവമാണ്? യേശുക്രിസ്തുവിനെ ശിഷ്യനെ കണ്ടവരൊക്കെ യേശുക്രിസ്തുവിനെ കാണണമെന്നാണ്. അപ്പോൾ ഈ ടിസൺ തന്നെ വിചാരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഏത് സ്വഭാവമാണ് നിങ്ങൾ ഈ ക്ലബ് ഹൗസിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പ്രാകാറുണ്ട്, ചീത്ത വിളിക്കാറുണ്ട്, മോശത്തിൽ മോശമായിട്ട് ഏറ്റവും നീചമായിട്ടുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു നീചനായ മനുഷ്യനാണെന്ന് നിങ്ങളകത്ത് ഞാൻ കരുതുന്നത്. അപ്പം നിങ്ങളിൽ കാണുന്ന യേശുക്രിസ്തുവിൻ്റെ ഏത് ഭാവമാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? താങ്ക് യു. ഞാൻ ഒരു നീചമായ സംസാരിക്കും. താങ്കൾക്ക് എന്ത് വേണമെങ്കിലും ക്രിസ്ത്യാനിറ്റിയുടെ ശത്രുക്കൾ, സാത്താൻ്റെ സന്തതികൾക്ക് ദൈവമക്കളെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാൻ പറ്റും. അത് താങ്കൾ പറഞ്ഞോളൂ. എന്നെക്കുറിച്ച് ഇഷ്ടം പോലെ ആളുകൾ ക്ലബ് ഹൗസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നും പറയുന്നുണ്ട്. നിങ്ങളെ പറ്റി പറയുന്നത് താൻ മിണ്ടായിരിക്കണോ? തന്നോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടിരുന്നില്ലേ? അതിന് മറുപടി പറയുമ്പോൾ കേൾക്കാൻ എനിക്ക് പറ്റണം.
ഇല്ലെങ്കിൽ ഞാൻ മറുപടി പറയുന്നില്ല. മോഡറേറ്റർമാർ ഞാൻ നീചനാണ്, ഞാൻ അതാണെന്ന് പറഞ്ഞപ്പം അല്ല ഞാനൊരു അതുകൊണ്ടല്ലേ ടിസന്റെ പ്രതികരിച്ചു. ഒരു നമ്മളൊരു ഒരു നമ്മള് പിന്നെ അല്ല ഭയങ്കരമായിട്ട് ഞാൻ വാക്കുകൾ നീചനാണ്, വേണ്ട, ഒരു വൃത്തികെട്ടവനാണെന്ന് മാന്യമായി പറയുമ്പോൾ നിൽക്കാം. ഞാൻ അതിന് ഞാനെന്നൊക്കെ മറുപടി വിളിക്കുമ്പോ കൊടുക്കുമ്പോൾ ആ ഭാവവും മറുപടി ഒരു കൊടുക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ അത് ഭാവമായിട്ട് കേട്ടിട്ട് വരുള്ളൂ. പറ്റില്ലെങ്കിൽ താങ്കൾ അപ്പൊ പറഞ്ഞാണ് പരിഹരിക്കും. കറക്റ്റ്. അത് താങ്കളാണ് ഇവിടെ മുഖ്യാതിഥി. മോഡറേറ്റർമാർ അതെ ഇടപെടുക. അതെ അത് ഇടപെട്ടു. അതെ അല്ല അദ്ദേഹം നീജൻ ഇടപെട്ടു. എന്നൊക്കെ പരാമർശിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ മറുപടി പറഞ്ഞിട്ട് ചുരുക്കാം. നമുക്ക് കൂടുതൽ വ്യക്തിപരമായി പോകാതെ ഒന്ന് ശ്രദ്ധിക്കണേ ടിസം ബ്രദറെ, നമുക്ക് കൂടുതൽ അല്ല, അല്ല പ്രൊവോക്കേഷനിൽ ക്രിസ്തുവിലുള്ള പോകാതെ. ഏത് ഭാവമാണെന്ന് അദ്ദേഹത്തിന് ഒന്ന് പറയണ്ടേ? അതൊന്ന് പറഞ്ഞാൽ മതി. അല്ല ജോൺ ക്രിസ്തുവിന്റെ ഒന്നും ഏത് മിണ്ടാതിരിക്കുക. സ്വഭാവമായി ജോൺ കാണിക്കുന്നത്? ഈ ക്ലബ് ഹൗസിലെ അതെ ഏറ്റവും വലിയ ഒരു അതെ ഒരു അങ്ങനെ വ്യക്തിപരമായി പോകണ്ട നിലവാരമില്ലാത്ത ടിസം ബ്രദർ. ഇല്ലാത്ത ഒരു കപട യുക്തിവാദിയാണ്. യുക്തി ഏത് ലോകത്തോലും പോയിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ജോൺ എന്ന് പറയുന്ന വ്യക്തി. ഞാൻ ഇയാളും തമ്മിൽ അതിശക്തമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇയാൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു നിലവാരവുമില്ല. നിങ്ങൾക്കാണോ ക്രിസ്തുവിന്റെ എൻകൗണ്ടർ ഒരു ഉണ്ടായിട്ടുള്ളത്? ഡോക്ടർ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന കഷ്ടം. ആളാണ് ഇയാൾ. ഡോക്ടറായിട്ട് പോയിട്ട് ഞാനൊരു യേശുക്രിസ്തുവിന്റെ ഭാവമാണല്ലോ കാണിക്കുന്നത്. താങ്കൾ ഇടയ്ക്ക് കയറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മൾ ഇടപെട്ടു. നമ്മളങ്ങനെ അങ്ങനെ ഇനി ഇയാൾ അങ്ങനെ ചോദിച്ച ക്രോസ് ചോദ്യത്തിന് ടോക്കിംഗ്. ഓഡിയൻസിന് ഞാൻ മറുപടി തരാം. അതെ ഞാൻ ക്ലബ് ഹൗസിൽ പ്രവർത്തിക്കുന്നത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, പ്രവാചകത്വത്തിന്റെ രീതിയിലാണ് പ്രവർത്തിക്കുക. യേശു ക്രിസ്തുവിന് ഒരു സമ്പൂർണ്ണ വ്യക്തിത്വമാണ്. യേശുവിൽ പ്രവാചകത്വമുണ്ട്, ഇടയത്വമുണ്ട്, പൗരോഹിത്യമുണ്ട്. ഇങ്ങനെ അനേകം വ്യക്തിത്വങ്ങൾ കാണാൻ പറ്റും. ഈ പ്രവാചകത്തിന്റെ ഭാഷയാണ് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ നിങ്ങൾ കാണുന്നത്. അനേകം ബൈബിൾ ഭാഗങ്ങൾ കാണുന്നത് ജെറുസലേം ദേവാലയത്തിൽ നാണയപ്പാണ്ടക്കന്മാരെ അടിച്ചു മാറ്റുമ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പം ഞാനൊരു മനുഷ്യനായതുകൊണ്ട് എൻ്റെ പ്രവർത്തിയിൽ ചിലപ്പം പരിധി വിട്ടു പോകാറുണ്ട്. എങ്കിലും ഇപ്പം പ്രവാചക ലേഖനങ്ങൾ, ആമോസിൻ്റെ അല്ലെങ്കിൽ ഏശയ്യായുടെ, എസക്കിയലിൻ്റെ ഒക്കെ ഇതെല്ലാം യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാവങ്ങളാണ്. അപ്പം അപ്പം ഞാൻ കൂടുതലും ക്ലബ് ഹൗസിൽ ഇടപെട്ടിട്ടുള്ളത് പ്രവാചകത്വ അഭിഷേകത്തിലാണ്. അതുകൊണ്ടാണ് അതിരൂക്ഷമായ ഭാഷ, അതിശക്തമായ അറ്റാക്കുകളൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത്. അത് വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തു ചെയ്തിട്ടുണ്ട്. വെള്ളയടിച്ച് കുഴിമാടങ്ങളെ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. ബൈബിൾ അനേക സ്ഥലങ്ങളിൽ യേശുക്രിസ്തു അതിരൂക്ഷമായ വിമർശനം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് കുരിശേ കയറി മരിക്കേണ്ട വന്നത്. അല്ലാതെ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളവും 5 അപ്പം കൊണ്ട് ആ 5000 പേരെ തീറ്റി നടന്നിരുന്നെങ്കിൽ ആരും യേശുക്രിസ്തുവിനെ കൊല്ലാൻ പോകലായിരുന്നു. പക്ഷെ യേശു ഫരിസയരെയും നിയമജ്ഞരെയും കപട നാട്യക്കാരെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഞാനും അത് ഈ ക്ലബ് ഹൗസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ജോണിനെ പോലുള്ള ആളുകളെയൊക്കെ. താങ്ക് യു. ഓക്കെ നമുക്കിനി സംസാരിക്കാൻ ബാക്കിയുള്ളവർ ആരാണ്? ഒന്ന് ബ്ലിക്ക് ചെയ്യാമോ? ടിൻസൺ ഉണ്ടോ? ടിൻസൺ തുടക്കം മുതലേ ഉള്ള ആളായിരുന്നു, അദ്ദേഹം ഇതുവരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ടിൻസനെ പലവട്ടം വിളിച്ചിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാർ ആയിട്ടുണ്ട്. എൻ്റെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഞാൻ ചോദിക്കാം. ആരെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ചോദിച്ചു ജയമോർ ചോദിച്ചു. താങ്ക് യു. ടിസം ബ്രോ, ഞാൻ ഈ മതപരമായിട്ടുള്ള ഒന്നല്ല ചോദിക്കുന്നത്. താങ്കൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യും എന്ന് പറയുന്നത് കേട്ടു. ഇപ്പോഴും അതേ ഇതിൽ ഉറച്ചു നിൽക്കണോ, അല്ലെങ്കിൽ അത് താങ്കൾ തിരുത്തിയോ? താനൊന്ന് പോടോ, നുണ പറയാതെ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ എൻ്റെ ഒരു ടങ്ക് സ്ലിപ്പ് വന്നിരുന്നു. അന്ന് തന്നെ അതിന് കൃത്യമായ വിസ്തീർണം ഞാൻ തന്നിട്ടുണ്ട്. അതെല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിൽ പെർമനൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. ആശയപരമായി അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞപ്പോൾ ആശയപരമായി എന്ന് പറയുന്ന ഭാഗം ഞാൻ അറിയാതെ വിട്ടുപോയതാണ്. ഇത് എനിക്കെതിരെ ശത്രുക്കൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കപടതയാണ്. ഇത് പൊളിഞ്ഞു പോയതാണ്. കാരണം തെളിവുകൾ വളരെ വ്യക്തമായിട്ട് യൂട്യൂബിൽ ഇന്നും കിടപ്പുള്ളത് കൊണ്ട് ചുമ്മാ ഇങ്ങനെ എനിക്കെതിരെ നരേഷൻ ബിൽഡ് ചെയ്യുക. ഞാൻ ആശയപരമായ എൻ്റെ ആശയങ്ങൾക്കെതിരെ പോരാടിക്കുന്നത്, എൻ്റെ ആശയങ്ങൾ കൊള്ളേണ്ടയിടത്ത് ശരിക്കും കൊള്ളുന്നുണ്ട്. അപ്പം ചൂരിയാൻ ഇപ്പോൾ ഒരുത്തൻ ഇവിടെ വന്ന് PJ എന്ന് പറഞ്ഞ ഒരുത്തൻ ഇവിടെ അതിൻ്റെ അടിയിൽ PJ നീ ചെയ്ത് വളരെ നന്നായി എന്നൊക്കെ പറഞ്ഞ ഒരുത്തൻ കമൻറ്റ് ഇട്ടേക്കുന്നത് കണ്ടു. അപ്പം ഞാൻ ഈ റൂമിലിരുന്ന് പറയുമ്പോൾ പോലും അത് ഏക്കേണ്ടടുത്ത് ശരിക്കും കൊള്ളുന്നുണ്ട്. അതിൻ്റെ റിയാക്ഷൻ കായ്ക്കുന്ന മാവനെ ഏറുകൊള്ളൂ എന്ന് പറയുന്ന പോലെ താനും അതുപോലെ ചൊറിയാനായിട്ട് വന്നിരിക്കുന്നതാണ്. താൻ്റെ ഈ നുണവറച്ചിൽ നിർത്തി വല്ല മാന്യമായി സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കുക. ഇല്ലെങ്കിൽ താൻ എടുത്തു. പ്രൊപ്പഗണ്ട മിനിസ്ട്രിയാണ് ടിസൻ്റെ പ്രവർത്തനങ്ങൾ. താങ്കളുടെ ആശയങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ടിസനെതിരെ വ്യാജ പ്രചരണം നടത്തി ടിസനെ ക്രെഡിബിലിറ്റി തകർക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് അത് പറ്റത്തില്ല. സത്യപരമായിട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം താങ്കളത് ചെയ്തോളൂ. താങ്ക് യു. താങ്ക് യു.
ഓക്കെ. അജഞ്ചി അപ്പൊ ചോദിച്ചോ, അജഞ്ചി ചോദിച്ചോ. ഹലോ, ഒരു ഇനിയിപ്പോ ചോദ്യം ചോദിച്ചോട്ടെ? ഇനിയിപ്പോ മറ്റാരും ഇല്ല. ആരാണ്? ഒരു ചോദ്യം ചോദിച്ചോട്ടെ? വിൻഡോസ്. ഇല്ല വിൻഡോസ് ഈ നേരത്തെ സംസാരിച്ച വിൻഡോസിന്റെ കഴിഞ്ഞാണ് നമ്മൾ എന്നാ പറയുക, നമ്മൾ 3 മണിക്കൂറാണ് പറഞ്ഞത്, ഇപ്പൊ 4-4.5 മണിക്കൂറായിട്ടുണ്ട്. ഒരു മിനിറ്റ് എടുക്കുള്ളൂ, നമുക്ക് ഒരു എന്തായാലും മിനിറ്റ് എടുക്കുള്ളൂ പക്ഷേ. ജസ്റ്റ് ഇപ്പൊ ടിസം പറഞ്ഞു പ്രവാചകന്. എന്റെ ഒരു ചോദ്യം, അന്ത്യപ്രവാചകനായിരുന്നു ആൾക്ക് ശേഷം വന്ന ആളല്ലേ? വിൻഡോസ് ഒരു 10 സെക്കൻഡിൽ ചോദിച്ചോ, പെട്ടെന്ന്. ചോദ്യം, അതായത് അന്ത്യപ്രവാചകനായ മുഹമ്മദിന് ശേഷം വന്ന പ്രവാചകനാണോ ടിസൻ? ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്നൊറ്റ ചോദ്യം. തീർന്നു, ഞാൻ നിർത്തി. താനൊരു കത്തോലിക്കനല്ല, താനൊരു വിവരവും ഇല്ലാത്ത ഒരാളാണ്. കത്തോലിക്ക സഭയുടെ 2-ാം വത്തിക്കാൻ പ്രമാണരേഖയിൽ ഒരു മനുഷ്യന് ഇടയത്വം, പ്രവാചകത്വം, പൗരോഹിത്യം എന്ന അഭിഷേകമുണ്ട്. താൻ കത്തോലിക്കനാണ്, തനിക്കുമുണ്ട്. തൻ്റെ വിളിക്കുള്ളിലെ വിളി അനുസരിച്ച് ദൈവം താങ്കളെ ഉപയോഗിക്കുമ്പോൾ ചില സമയത്ത് താങ്കൾക്ക് പ്രവാചക അഭിഷേകത്തിൽ പ്രവർത്തിക്കേണ്ട വരും, ചില സമയത്ത് ഇടയത്വത്തിൽ വേണം, ചില പൗരോഹിത്യത്തിൽ വേണ്ട വരും. അപ്പം കത്തോലിക്ക തിയോളജി പോയി പഠിക്കുക. അപ്പം ഞാൻ ക്ലബ് ഹൗസിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന വിളിക്കുള്ള വിളിയുടെ ഭാഗമായി എന്നെ കൂടുതലായിട്ടും പ്രവാചക അഭിഷേകത്തിലാണ് ക്ലബ് ഹൗസിൽ എന്നെ ദൈവം ഉപയോഗിക്കുന്നത്. ചില വൈദികരുണ്ട്, വൈദികരെ ഉപയോഗിക്കുന്നത് പ്രവാചകത്തിലുള്ള പൗരോഹിത്യത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇടയത്വമുണ്ട്, ചില മിനിസ്ട്രികൾ നടത്തുന്ന ആളുകൾ ഇടയത്വത്തിലാണ്. ഇതെല്ലാം മാറി മറിഞ്ഞ് കത്തോലിക്കർക്ക് ഒരു കത്തോലിക്ക വിശ്വാസി അല്ലെങ്കിൽ ഒരു വിശ്വാസിയിലുണ്ട്. അപ്പൊ താൻ അതൊക്കെ പോയി പഠിക്കുക. താൻ ഈ ചൊറിയാൻ വേണ്ടി കയറി വന്നാണ്. യേശുക്രിസ്തുവിൽ എല്ലാ വെളിപാടുകളും തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇനി ബാക്കിയുള്ളത്? യേശുക്രിസ്തുവിൽ എല്ലാ വെളിപാടും തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഒലക്കാനുള്ളത്? മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കൊള്ളണ്ട യേശുക്രിസ്തുവിൽ എല്ലാ വെളിപാടും തീർന്നാണ് കത്തോലിക്ക സഭ. ടൈം കഴിഞ്ഞു. അത് മോശമല്ല. സെക്കൻഡ് ചാൻസ് ഇല്ല. അതൊരു നമ്മുടെ ക്ലബിന്റെ ഡിഗ്നിറ്റി ബാധിക്കുന്നതാണ്. സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നതിന് തെറ്റാണ്. പ്ലീസ്. ഓക്കെ. ഞാൻ ചോദ്യം ചോദിക്കുക, അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു കൺക്ലൂഷൻ, അതിനുശേഷം വോട്ട് ഓഫ് താങ്ക്സ് ആണ്, അതിനുശേഷം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ക്ലബ് ഹൗസിന്റെ ഒരു പരിപ്രേക്ഷത്തിലാണ് എൻ്റെ ഒരു ചോദ്യം വരുന്നത്. നമ്മൾ ക്ലബ് ഹൗസിൽ തന്നെ നമ്മളൊരു 3 സംവാദങ്ങളിൽ രണ്ടിലധികം സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അള്ളാഹു എന്നൊരു സബ്ജക്റ്റിൽ. അപ്പോൾ ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ തന്നെ ഉള്ള ഗ്രൂപ്പുകൾ തമ്മിലാണ്, അത് ഇസ്ലാം സമൂഹവുമായിട്ടല്ല നടന്നിട്ടുള്ളത്. അപ്പോൾ അവരൊരു വളരെ ജാഗ്രതയോട് കൂടിയിട്ട് ആ ഒരു വിഷയത്തിൽ ഇപ്പോഴും ആ സംവാദത്തിന്റെ അലയൊലികൾ തീർന്നിട്ടില്ല, തുടർ ചർച്ചകളുമായിട്ട് സജീവമാണ്. അപ്പോൾ ഈ ഡിനോമിനേഷനുകളൊക്കെ യഹോവയും അള്ളാഹു ഒന്നാണെന്ന് പറയുന്ന ഒരു വാഗ്വാദങ്ങൾ ഇന്നും തീരാതെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ഒരു അള്ളാഹു വിവാദത്തെ താങ്കൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. താങ്ക് യു. അത് വളരെ ഒറ്റപ്പെട്ട അജി പോൾ എന്ന് പറയുന്ന ധർമ്മദീപ്തി എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് അത് ആ പ്രശ്നം ഉയർത്തിക്കൊണ്ട് വന്നത്. പക്ഷേ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അപൂർവം ചില ആളുകൾ ആ ഒരു നിലപാട് സ്വീകരിച്ച് മാരിയോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത് ക്ലബ് ഹൗസ് ഒരു ചെറിയ മീഡിയ ആണ്, അതിനകത്ത് അജിക്ക് ഇതുവരെ സംവാദത്തിൽ തെളിവ് വെക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ ആ സംവാദം ഇതാണ്, അറബി ക്രിസ്ത്യാനികൾ മുഹമ്മദ് വരുന്നത് ലോകത്ത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തെ അള്ളാഹു എന്ന് വിളിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ വിശ്വാസയോഗ്യമായ ഹൈപ്പോത്തസിസുകൾ പലതുമുണ്ട് എന്നല്ലാതെ വിശ്വാസയോഗ്യമായ ഒരു തെളിവും അജിയെ കൊണ്ട് വെക്കാൻ പറ്റില്ല. അജി കുറെ ഫേക്ക് തെളിവുകൾ വെച്ചു. ആ ഫേക്ക് തെളിവുകളെല്ലാം നുണയാണെന്നും വ്യാജമാണെന്നും അത് തെളിവല്ല എന്നും തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ അജി ഒരു യൂദാസ് ആയതുകൊണ്ട്, ഞാൻ ഓൾറെഡി തന്നെ അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യാനിറ്റിക്കിടയിൽ അനേകം യൂദാസുമാരുണ്ട്. അത് ഇനി കൂടിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ വിശ്വാസപ്രകാരം ക്രിസ്തുവിന്റെ 2ാം വരവനുസരിച്ചോളം അത് കൂടിക്കൊണ്ടിരിക്കും. ക്രിസ്തുവിന്റെ വേഷം ധരിച്ച് ക്രിസ്തുവിന്റെ അപ്പോസ്തലനാണെന്നും പറഞ്ഞ് ക്രിസ്ത്യാനിറ്റിയെ ഒറ്റിക്കൊടുക്കുന്ന ആളുകളെയാണ് യൂദാസുമാരെന്ന് പറയുന്നത്. ക്രിസ്തുവിനെ അന്നത്തെ കാലത്ത് ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ യൂദാസ് ഒറ്റിയാണ്. അതുപോലെയുള്ള യൂദാസുമാരുണ്ടാവും, അവരെയും ഞങ്ങൾ നേരിടും. അത്രേ നമുക്ക് അതിനകത്ത് മറുപടിയുള്ളൂ. താങ്ക് യു. ഞാൻ ചോദിക്കാനില്ലല്ലോ. ഇല്ല. ഇനി ടിസൺ ബ്രദർ ഒരു കൺക്ലൂഷൻ പറഞ്ഞതിന് ശേഷം താങ്ക്സ് പറയുന്ന ഒരു സമയമാണ്. ടിസൺ ബ്രദർ ഒരു കൺക്ലൂഷൻ പറയും. ഇല്ല, ഇനി പുതിയ ചോദ്യത്തിലേക്ക് പോകാൻ സമയമില്ല. സോറി. ഇല്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ തീരൂല, അതുകൊണ്ടാണ്. ഓക്കെ. ടിസൺ ബ്രദറെ നമുക്ക് അവലോകന റൂമിൽ വേണമെങ്കിൽ നമുക്ക് ഇൻസൈൻ നമുക്കൊരു അവലോകന റൂം ഇട്ടോളൂ. നമുക്ക് അവലോകന റൂമിലേക്ക് നമുക്ക് ചർച്ച. ടിസൺ ബ്രദർ ഒരു നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് എന്തെങ്കിലും 4 വാക്കുകൾ പറഞ്ഞിട്ട് നമുക്ക് നമ്മളൊരു വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ടിസൺ ബ്രദർ ഒന്ന് കൺക്ലൂഷൻ പറയും. ഓക്കെ, എന്നെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു.
നിങ്ങൾക്കറിയാം, ഞാൻ ഒരു അതിരൂക്ഷമായ ഭാഷ ഉപയോഗിച്ച് ആശയപ്രചരണം നടത്തുന്ന ഒരു വ്യക്തിയാണ്. യൂട്യൂബിലൊക്കെ അത്രയും ഇല്ല, പക്ഷേ ക്ലബ് ഹൗസ് വന്ന കാലം തൊട്ട് നിങ്ങൾക്കറിയാം അതിരൂക്ഷമായ ആശയപ്രചരണമാണ്. പക്ഷേ പൊതുവേ ഞാൻ അതിരൂക്ഷമായി വിമർശിച്ചാൽ പോലും, ഇപ്പൊ ഇക്കാക്ക ഞാൻ റിമൂവ് അടിച്ചിട്ടുണ്ട്, അതിരൂക്ഷമായി വിമർശിച്ചു, ഇവിടെയുള്ള പലരെയും ഞാൻ, പക്ഷെ എന്നാൽ പോലും അവർക്ക് ഒരു വ്യക്തിപരമായ ഒരു പെർമനന്റ് വിരോധമൊന്നും എന്നോട് എനിക്ക് തോന്നിയിട്ടില്ല. അവരോട് എനിക്കുമില്ല, അവനോട് എനിക്ക് ഒട്ടുമില്ല. എങ്കിൽ പോലും സ്വാഭാവികമായും ഇത് ഇത്ര സീരിയസ് അല്ലെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ചില ആശയങ്ങൾ ഹോൾഡ് ചെയ്യുന്നവരാണ് എല്ലാവരും. അപ്പം നമ്മളുടെ ആശയത്തിന് ഒരു ഭീഷണിയാകും എന്ന് കാണുമ്പോൾ ആ എതിരാശയത്തെ തകർക്കാൻ വേണ്ടി പല മാർഗങ്ങളും ഉപയോഗിക്കും. അപ്പം അതിന്ന് ഈ റൂമിലും പലപ്പോഴും പല രീതിയിൽ ആളുകൾ അവർക്ക് കൊണ്ടു, ഞാൻ പറഞ്ഞ പല മറുപടികളും അവർക്ക് കൊണ്ടു. അപ്പോൾ ആ മറുപടിക്ക് ആശയപരമായ മറുപടി പറയുന്നതിന് പകരം വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചപ്പോഴാണ് ഞാൻ അതിരൂക്ഷമായി ഇടപെട്ടത്. ഇത് സ്വാഭാവികമാണ്, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇത് ഈ ക്ലബ് ഹൗസിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിനെ ഞാൻ ടാർഗറ്റ് ചെയ്തപ്പോഴും എന്നെ തെറി പറയാത്ത ആരും ഈ ക്ലബ് ഹൗസിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഗുണമാണ്. കാരണം ഞാൻ അങ്ങനെ തന്നെയാണ്, ഈ ആശയ പോരാട്ടം അങ്ങനെയാണ്. നമ്മളുടെ ആശയങ്ങൾ എഫിഷ്യൻ്റ് ആയി കഴിയുമ്പോൾ പിന്നെ തെറി വിളിക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. എഫിഷ്യൻ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആശയത്തെ കൗണ്ടർ ചെയ്യാൻ എബിലിറ്റി ഉണ്ടെങ്കിൽ അവർ സംവാദത്തിന് വരും, സംവാദത്തിന് ചലഞ്ച് ചെയ്യും. പക്ഷെ ഞാൻ ഇന്ന് പല വിഷയങ്ങളിൽ പലരെയും എനിക്ക് പറ്റുന്ന വിഷയങ്ങളിലല്ല, നാട് ഓടി നടന്ന് ഞാൻ സംവാദത്തിനൊന്നും വിളിക്കാറില്ല. പക്ഷെ ക്രെഡിബിലിറ്റി ഉള്ള ആളുകളെ എനിക്കറിയാവുന്ന മേഖലകളിൽ ഞാൻ സംവാദത്തിന് വിളിക്കും. പക്ഷെ ഒറ്റ ഒരാൾ സംവാദം സ്വീകരിക്കാറുമില്ല. അപ്പം എനിവേ, എനിക്ക് ഇത്രയും സംസാരിക്കാൻ നിങ്ങൾ അവസരം തന്നതിന് നന്ദി. പിന്നെ കുറെ ആശയങ്ങൾ പറഞ്ഞു, ഇഷ്ടമുള്ള നമ്മളാരും, ഞാനാണെങ്കിൽ ഒരാൾ പറയുന്നത് അതെവിടെ വിഴുങ്ങില്ല. ചില ചിന്തകളൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടാൻ ഇടയായിട്ടുണ്ടാകാം, അത്രമാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. പിന്നെ ഓരോ വ്യക്തിയും ഒരാൾ പറയുന്ന വിഴുങ്ങുമല്ല, അവൻ സ്വയം ചിന്തിച്ച് ശരിയും തെറ്റും മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് അവൻ്റെ ശരിയായ മാറ്റമാണ് ഉണ്ടാകുന്നത്, ആശയപ്രചരണം വിജയിക്കുന്നത്. അല്ലാതെ ഒരാളും മറ്റൊരാളുടെയാണ്. ഒരാൾ യുക്തിവാദം പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ സി രവീന്ദ്രൻ്റെ അടിമയാകുകയല്ല ചെയ്യേണ്ടത്. അവനിൽ വ്യക്തമായ യുക്തിവാദം ഉണ്ടായിരിക്കണം, നിരീശ്വരവാദം ഉണ്ടായിരിക്കണം. അപ്പം അവനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, ഇപ്പൊ എല്ലാ ചോദ്യങ്ങൾക്കും ഒരാൾക്ക്, ഇപ്പൊ എന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും എനിക്ക് മറുപടി ഒന്നുമില്ല. പക്ഷെ എൻ്റെ മനസ്സാക്ഷിയിൽ എനിക്കൊരു കൺവിൻഷൻ ഉണ്ട്. അപ്പം ഒരു നിരീശ്വരവാദിയോട് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊരു ഈശ്വര വിശ്വാസം ചോദിക്കുമ്പോൾ ചിലപ്പം ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ആ വ്യക്തിക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല. പക്ഷെ അവനൊരു സത്യസന്ധനാണെങ്കിൽ പറയും, എനിക്കതിന് എൻ്റെ കൺവിൻഷൻ ഇതാണ്, ആ ചോദ്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പക്ഷെ പലപ്പോഴും ഈ ഒരു സത്യസന്ധത ഇല്ലാതെ പലപ്പോഴും പിന്നെ തെരുവിളി, അറ്റാക്ക്, ടാർഗറ്റ് ഇതൊക്കെയാണ് ചെയ്യുക. ഇപ്പം ജിഹാദികളൊക്കെ അത് ചെയ്യുന്നതിൽ നമുക്ക് പരാതിയൊന്നുമില്ല. കാരണം അത് പൊളിറ്റിക്സ് അങ്ങനെയാണ്, എതിരാളികളെ ഏത് മാർഗം ഉപയോഗിച്ചും തകർക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരു ക്രിസ്ത്യാനികളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വരരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. തനിക്ക് ഇപ്പോൾ യേശുക്രിസ്തു ഉത്തരവില്ലെങ്കിൽ ഇല്ല, മറുപടി ഇല്ലെങ്കിൽ മറുപടിയില്ല, ഞാൻ വിശ്വസിക്കുന്നു, വിശ്വാസമാണ്, അവിടെ യുക്തിയൊന്നുമില്ല. അപ്പം എനിവേ, നിങ്ങൾ സംസാരിക്കാൻ അവസരം തന്നതിന് നന്ദി. ഒരു മാന്യമായിട്ട് തന്നെയാണ് മോഡറേറ്റർമാർ ഇടപെട്ടത്. താങ്ക് യു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ, എന്നെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. വോട്ട് ഓഫ് താങ്ക്സ് ഞാൻ താങ്ക് യു. പറഞ്ഞാൽ മതിയോ അച്ഛൻ? വോട്ട് ഓഫ് താങ്ക്സ് ഞാൻ പറഞ്ഞാൽ മതിയോ? എന്നാ വോട്ട് ഓഫ് താങ്ക്സ് ജോസേട്ടൻ പറഞ്ഞു. അതിന് മുമ്പേ ഞാൻ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞോട്ടെ. പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇന്ന് ഒരുപാട് പുതിയ ആളുകൾ വന്നു പോയി. അപ്പം നമുക്ക് പലർക്കും വാദപ്രതിവാദത്തിനൊന്നും അനുമതി കൊടുക്കാത്തതിൻ്റെ കാരണം കൂടെ സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് നമുക്ക് താങ്ക്സ് പറയാം ജോസേട്ടാ. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, എനിക്കും ചിലത് പറയാനുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇൻവൈറ്റഡ് ആയിട്ടുള്ള ഗസ്റ്റിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളും പറയാനുള്ള വേദിയാണ്. അത് കേൾക്കുന്ന ശ്രോതാക്കളാണ് അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും പറയുന്നത്. അത് നമുക്ക് ഒരു വാദപ്രതിവാദത്തിലൂടെ ആ പറഞ്ഞ ആശയങ്ങളെ ഇവിടെ തോൽപ്പിക്കാനുള്ള ഒരു അവസരമല്ല ഈ ഒരു പ്രോഗ്രാമിൻ്റെ വേദി. അപ്പോൾ തീർച്ചയായിട്ടും വിയോജിപ്പുള്ള ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവാം, അവരും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം. അവർക്കൊരു പക്ഷേ ഇങ്ങനെയും ചിന്തിക്കുന്നുണ്ടാവും, നമ്മുടെ ചോദ്യത്തെ അത് തിരിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അത് തെറ്റാണെന്ന് സമർത്ഥിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം. പക്ഷെ അത് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗമല്ല.
അവർക്ക് അവരുടെ ആശയം പറയാനുള്ള ഒരു വേദിയാണ്. ഇതേ അവസരം അവർക്കുമുണ്ട്. അവർക്ക് അവരുടേതായ ആശയം പറയാനും അവർക്കും ഈ ഒരു വേദി ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ഗസ്റ്റിനടുത്ത് നമ്മൾ സൗഹൃദമായ ഭാഷയിൽ അദ്ദേഹം അവതരിപ്പിച്ച വിഷയമായിട്ട് അനുബന്ധമായിട്ട് നമുക്ക് ചില ചെറിയ ചോദ്യങ്ങളൊക്കെ 1-2 ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പോകുന്ന പ്രോഗ്രാം ആയതുകൊണ്ടാണ് നമുക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ ഇവിടെ ചോദ്യകർത്താക്കളടുത്ത് കർശനമായി ഇടപെടേണ്ടതായിട്ട് വരേണ്ടതുണ്ട്. അത് പറഞ്ഞ ഉത്തരങ്ങൾ അവർക്ക് ഒരുപക്ഷെ ഡൈജസ്റ്റീവ് ആവൂല. അത് കേൾക്കുന്ന ശ്രോതാക്കൾ വിലയിരുത്തട്ടെ. അതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ ഇടപെട്ടതെന്നും കൂടെ പുതുതായിട്ട് വന്ന ശ്രോതാക്കൾക്ക്, പഴയ ശ്രോതാക്കൾക്ക് അറിയാൻ സാധിക്കും നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ. അതാണ് എനിക്ക് ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ജോസേട്ടൻ താങ്ക്സ് പറയുന്നതിനായിട്ട് ജോസേട്ടൻ ഒരു മിനിറ്റ് ഒരു ചെറിയ നമുക്ക് ഡിസ്ക്ലൈമർ കൂടെ വെക്കേണ്ടതുണ്ട്. ഇവിടെ പറയുന്ന ഗസ്റ്റുകൾ പറയുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗസ്റ്റുകൾക്കാണ്. ഈ റൂം ആ ഉത്തരവുമായിട്ട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളായിട്ട് യാതൊരു സംയോജിച്ച് പോകണമെന്നോ പോകില്ലെന്നോ എന്ന് യാതൊരു നിഷ്കർഷമില്ല. അത് 100% അതിന്റെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും ആ പറയുന്ന ഗസ്റ്റിന്റെ മാത്രമാണ് എന്നൊരു ഡിസ്ക്ലൈമർ കൂടെ ഇനി പറയാനുണ്ട്. കാരണം ഇവിടെ ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് നമ്മുടെയൊക്കെ നിലപാടുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇന്ന് ടിച്ചൻ ഇവിടെ പറഞ്ഞത്. പക്ഷെ നമുക്ക് ടിച്ചന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായത്തെ സ്വാതന്ത്ര്യം മാനിച്ചുകൊണ്ട് അഭിപ്രായം ഞങ്ങൾക്ക് ബാധകമല്ല, എനിക്ക് ബാധകമല്ല എന്നുള്ളതും ഈ ഒരു മോഷനും ആ അഭിപ്രായത്തെ എടുക്കാനും എടുക്കാതിരിക്കാനുമുള്ള അവകാശമുണ്ട്. റൂമിന്റെ അഭിപ്രായമല്ല എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. എന്തായാലും ടീച്ചർ എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത ടീച്ചറിന് എന്തായാലും ഒരു നന്ദി. അത് അറിയപ്പെട്ടാണ് ഐ എം ഡൂയിങ് ഇറ്റ്. താങ്ക് യു. താങ്ക്സ് ടിസൺ ബ്രോ. വൺസ് അഗൈൻ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഞാനൊന്ന് ലീവ് ചെയ്തോട്ടെ. ഒരു സെക്കൻഡ് ജോസേട്ടന് താങ്ക്സ് അവിടെ പറഞ്ഞു. താങ്ക് യു. ആദ്യമായിട്ട് തീവണ്ടി ഒരു പുതിയ സംരംഭം പോലെ അല്ലെങ്കിൽ പുതിയ ആശയം, എല്ലാവരുടെ ആശയവും കേൾക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇവിടെ പലവരും പലതരത്തിലും അവഗണിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലരുടെ ആശയത്തെ പരിഹസിക്കാറുണ്ട്, അപഹസിക്കാറുണ്ട്, അല്ലെങ്കിൽ അവർ മറ്റുള്ള പലതരത്തിലുള്ള അവർക്കൊരു വേദി കിട്ടാറില്ല. അങ്ങനെയുള്ള പല തരത്തിലുള്ള ആശയക്കാരെ നമ്മൾ ആശയത്തിൻ്റെയോ അല്ലെങ്കിൽ അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ യുക്തിയുടെയോ ചിന്തയുടെയോ ഒന്നും യാതൊരുവിധ ബാരിക്കേഡും ഇല്ലാതെ എല്ലാവർക്കും വന്ന് സംസാരിക്കാൻ, അവർക്ക് പറയാനുള്ളതും തുറന്നു പറയാനുള്ളതായിട്ടുള്ള വേദി ഒരുക്കി കൊടുത്തുകൊണ്ടുള്ള ഈ പരിപാടി വളരെ നല്ല രീതിയിൽ ശക്തമായ നിലയിൽ മുന്നോട്ട് പോകണം. ഓരോ ദിവസവും കഴിയും തോറും വളരെ വളരെ ആളുകളുടെ എണ്ണം കൂടുകയാണ്, കുറയുന്നില്ല. കാരണം നമ്മൾ ഇന്നുവരെ കാണാത്തവരും കണ്ടവരും എല്ലാം അവരുടെ മൊത്തമായ ആശയം കേൾക്കാത്തവരൊക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അവരിവിടെ വരുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, അവിടെ കൃത്യമായ ആശയം പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ചില രാഷ്ട്രീയത്തിന് അനുകൂലമാകാം, ചില മതത്തിന് അനുകൂലമാകാം, യുക്തിവാദത്തിന് അനുകൂലമാകാം, പലതും. പക്ഷേ ആ ഒരു വേദി ഇവിടെ തുറന്നു കിട്ടുന്നില്ല എന്നുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അജൻ തന്നെയാണ് അതിന് മുൻകൈ എടുത്തുകൊണ്ട് ഈ തീവണ്ടി എന്ന് പറയുന്ന ക്ലബ്ബ് മുന്നോട്ട് കൊണ്ടുപോയത്. ഇന്നത്തെ ചർച്ചയുടെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കാരണം ഏറ്റവും അധികം എനിക്കും ചിലത് പറയാനുണ്ട് എന്ന പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന ഒരു പരിപാടിയാണ് ടിസൺ. എന്തു ആയിക്കോട്ടെ, അദ്ദേഹത്തിനോട് അതിയായ നന്ദി നമ്മുടെ ക്ലബിന്റെ പേരിലും നമ്മുടെ എല്ലാ മോഡിന്റെ പേരിലും താഴെ ഇരിക്കുന്ന ആളുകളുടെ പേരിലും ഞാൻ അർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരം ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സന്മനസ്സുണ്ടായി ഇവിടെ താഴെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. മാത്രമല്ല ഈ പരിപാടിയായിട്ട്, കാരണം ഇവിടെ പലരും ചലഞ്ച് ചെയ്യും പലരും, പക്ഷെ അദ്ദേഹത്തെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയും ആ വിശ്വാസത്തിലുള്ളത് എന്തൊക്കെയാണോ അതിനെ ന്യായീകരിക്കുകയോ ഒന്നും ചെയ്യാതെ ആ വിശ്വാസത്തിനകത്ത് ഞങ്ങളുടെ ദൈവം അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് അത് ഞങ്ങളുടെ ദൈവം പറഞ്ഞതാണ്, അത് കരുണയാണ്, അല്ല അതിന്റെ കാര്യം ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് പറയുന്ന അദ്ദേഹത്തിന് ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. അത് ഓരോരുത്തരും ഓരോ വീക്ഷണം കൊണ്ട് കാണുന്നത്, അത് നമ്മളാരും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം നമ്മളിവിടെ അങ്ങനെ ലെവലിലുള്ള ആളുകളെയല്ല കാണുന്നത്. ഓരോരുത്തരുടെ രീതി. നേരത്തെ ഇക്കാക്ക പറഞ്ഞ പോലെ അവർ പറയുന്ന എന്തെങ്കിലും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തന്നെയാണ് ഉത്തരവാദി. അത് നമ്മൾ നേരത്തെയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇങ്ങനെ റൂം കണ്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവിടെയുള്ള ആർക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഇല്ല. അതൊരിക്കൽ കൂടി പറയും. മാത്രമല്ല നാളെയും ഇതുപോലുള്ള വ്യക്തികളുമായിട്ടുള്ള സംഭവങ്ങൾ വരും. ഇനി ടിസനെ കുറിച്ച് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വിശിഷ്ട വ്യക്തിയെ കുറിച്ച് അപ്പുറത്തിട്ട് റൂം പറഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദിയില്ല. നമ്മൾ അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാറേ ഇല്ല. വ്യക്തമായി നല്ല രീതിയിൽ മോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പല ട്രിഗർ ആയിട്ടുള്ളതും അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അത് നല്ല രീതിയിൽ മോഡ് ചെയ്തുകൊണ്ട് കൃത്യമായ രീതിയിൽ പോകുന്നുണ്ട്. പല തലത്തിൽ നിന്നും ഞങ്ങൾക്ക് കുറെ ഇതൊക്കെ വരാറുണ്ട്. എങ്ങനെയെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പരമാവധി ആ ലെവലിൽ നല്ല രീതിയിൽ തന്നെ ഇതേ സ്റ്റാൻഡേർഡിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതൊരു സക്സസ് രീതിയാണ്, മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നാളെയും നിങ്ങളെല്ലാവരും സഹിക്കുക. ഇപ്പം സഹകരിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വന്നിട്ടുള്ള ടിസന് ആശംസയും നന്ദിയും അർപ്പിക്കുന്നു. മാത്രമല്ല ഇത് നല്ല രീതിയിൽ മോഡ് ചെയ്ത അജനും
ബാക്കിയുള്ള മറ്റു മോഡുകൾക്കും ഇവിടെ വന്ന് സംസാരിച്ചിട്ടുള്ള ഈ സ്പീക്കർ പാനലിൽ വന്ന് അദ്ദേഹത്തോട് നേരിട്ട് ചോദ്യം ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു. മാത്രമല്ല ഇത്രയും നേരം അവരുടെ ജോലിയും കാര്യങ്ങളെല്ലാം കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് കേൾക്കാൻ വന്നിട്ടുള്ള താഴെ ഇരിക്കുന്ന ആളുകളാണ് ശക്തി. അപ്പൊ അവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പൊ എല്ലാവിധ ഭാവുകങ്ങളും ടിസൺ ബ്രദറിന് നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.